ഹായ് ഓൾ. MTS4C04 മാത്തമാറ്റിക്സ് 4 എന്ന് പറയുന്ന പേപ്പറിലെ കഴിഞ്ഞ വർഷത്തിൽ 2024 ഏപ്രിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സാണിത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു, കുറച്ച് സമയമില്ലാത്തതുകൊണ്ടാണ് ലാസ്റ്റിലേക്ക് വെച്ചത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി വളരെ ബുദ്ധിമുട്ടുള്ള പേപ്പർ തന്നെയാണ്. ഞാനത് ആൻസർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത്. കാരണം നമ്മൾ ഒരുപാട് കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു വയ്ക്കുന്നുണ്ടെങ്കിലും ചില പ്രോബ്ലംസ് വരുമ്പോൾ ട്വിസ്റ്റിംഗ് ആയിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലായിക്കോളുന്നില്ല. അപ്പോൾ എന്തായാലും കൺസെപ്റ്റ് നിങ്ങൾ അത്യാവശ്യം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്തൊന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ ഭാഗത്ത് നിന്ന് എങ്ങനെയൊക്കെയാണ് ചോദിക്കുക എന്നുള്ളത്. ഓക്കെ, ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെയും ചെറുതായിട്ട് നമ്മുടെ അത് ഏത് ചാപ്റ്ററിലെയാണെന്നുള്ളതും നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പാർട്ട് 1, 2, 3 എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ ഏത് ചാപ്റ്ററിലാണ്, ഏത് പാർട്ടിലാണ്, ആൻഡ് അത് ആ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന ടോപ്പിക്ക് വരുന്ന ടൈം ഞാനൊന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചാപ്റ്റർ 2 ഫസ്റ്റ് പാർട്ടിൽ വരുന്ന അവിടുത്തെ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ആൻഡ് അത് 14.18 എന്ന് പറയുന്ന ആ ഒരു ടൈമിലാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ആ ടോപ്പിക് ഒന്നുകൂടി മനസ്സിലാക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ പോയിട്ട് അത് കാണാം. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ എ അറിയാലോ, നമുക്കിവിടെ 12 ക്വസ്റ്റ്യനാണുള്ളത്. 12 ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. അതിൽ സീലിംഗ് വരുന്നത് 20 മാർക്സ് ആണ്, അറിയുന്നുണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് വിടാം. ഓക്കെ, 12 ക്വസ്റ്റ്യനിൽ 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ മതി ആ സെക്ഷനിൽ നിന്ന് ഫുൾ മാർക്ക് കിട്ടാനായിട്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക, ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യരുത്. ഈവൺ നിങ്ങളൊരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ പോലും നമ്മൾ ഈ വാല്യുവേഷൻ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ അവരെങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ തെറ്റാണെങ്കിൽ കൂടിയും നിങ്ങൾക്കത് അറിയാമെന്നുള്ള രീതിയിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ റീസണബിൾ സ്റ്റാർട്ടിങ്ങിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ പാസ്സാവാൻ സാധ്യതയില്ല, നിങ്ങളുടെ പാസ്സാവേണ്ട മാർക്കിനേക്കാൾ കുറച്ച് കുറവിനാണ് നിങ്ങളുടെ മാർക്ക് വരുന്നതെങ്കിൽ, പാസ് മാർക്കിന് അടുത്താണ് നിങ്ങളുടെ മാർക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പാസ്സാക്കി വിടാൻ ഓൾമോസ്റ്റ് ടീച്ചേഴ്സൊക്കെ ശ്രമിക്കും. പക്ഷേ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓരോ ക്വസ്റ്റ്യൻ എന്തെങ്കിലും അറിയാതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ, അറ്റ്ലീസ്റ്റ് എൻ്റെ ഫോർമുലയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയുന്ന രീതിയിൽ എഴുതി വെക്കുക. ഓക്കെ, പാസ്സാവാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ശരി, നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് dx plus e raised to 3x dy is equal to 0. ഓക്കെ, ഞാൻ എപ്പോഴും പറയാനുണ്ട്, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ് വെച്ച് ചെയ്യാനുള്ളതായിരിക്കും. അതായത് എക്സിനെയും വൈനെയും 2 വഴിക്കാക്കിയിട്ട് ഒരു സൈഡ് മൊത്തം എക്സും ഒരു സൈഡ് മൊത്തം വൈയും ആക്കുക, 2 സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. മോസ്റ്റ് പ്രോബബ്ലി നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അത് തന്നെയായിരിക്കും, സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ് തന്നെയായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. നോക്കൂ, ഇപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഓർഡർ ഇതുണ്ടോ, ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നോക്കുക, നമുക്ക് മൊത്തം 6 ചാപ്റ്റേഴ്സ് ഉള്ളതിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 1ാം ചാപ്റ്റർ വിട്ടേക്ക്. 2ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ്. 3rd ചാപ്റ്റർ എന്ന് പറയുന്നത് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ, ഡി സ്ക്വയർ, ഡി ക്യൂബ് എന്ന ടൈപ്പ് ഒക്കെയാണ് ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനാണ് ചാപ്റ്റർ 3 വരുന്നത്. ഇവിടെ ഇപ്പോൾ ഡി എക്സും ഡി വൈയും ഒക്കെ ഉള്ളൂവെങ്കിൽ അതിനർത്ഥം ഇത് ഫസ്റ്റ് ഓർഡറാണ്. അതായത് ഇതിനുള്ള ഉത്തരം നമുക്ക് ചാപ്റ്റർ 2 അതായത് ഞാൻ പറഞ്ഞതുപോലെ സെപ്പറേഷൻ ഓഫ് വാരിയബിൾസ്, എക്സ് എല്ലാം ഒരു സൈഡിലേക്ക് ആക്കുക, വൈ എല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് ആക്കുക, എന്നിട്ട് 2 സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമുക്ക് ഒരു സോൾവ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിനർത്ഥം ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് വൈനെ കണ്ടുപിടിക്കുക എന്നാണ്. ഓക്കെ, അപ്പോൾ ഡി എക്സ് ലെഫ്റ്റ് സൈഡിലാണ്, നമ്മുടെ ഈ പ്ലസ് ഇ റേസ് ടു 3x dy എന്നുള്ള സാധനം നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. കാരണം ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എക്സും വൈയും എല്ലാം ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിൽ എക്സ് മാത്രം, ഈക്വൽ ടുവിൻ്റെ റൈറ്റിൽ വൈ മാത്രം, ആ രീതിയിലേക്ക് മാറ്റണം. ഞാൻ ഈ പ്ലസ് ഇ റേസ് ടു 3x dy മൊത്തത്തിൽ എന്ത് ചെയ്തു, ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇത് മൈനസ് ഇ റേസ് ടു 3x dy ആയി. ഇനി ഇവിടെ ഇപ്പം എന്താ, ലെഫ്റ്റ് സൈഡിൽ എക്സ് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇവിടെ റൈറ്റ് സൈഡിൽ എന്തുണ്ട്, എക്സിൻ്റെ ഒരു ടേം അവിടെ വരുന്നുണ്ട്. നമുക്ക് റൈറ്റ് സൈഡിൽ വൈ മാത്രമേ വരാൻ പാടുള്ളൂ. സോ ഡി വൈനെ ഇവിടെ നിർത്തിയിട്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ചിലർ തെറ്റിക്കുന്ന ഒരു കാര്യം, മൈനസ് ഇ റേസ് ടു 3x ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് ഇ റേസ് ടു 3x. അങ്ങനെയല്ല, ഇവിടുന്ന് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഈക്വൽ ടു ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ വേറൊരാളുണ്ടല്ലോ ഡി വൈയുമായിട്ട് നമ്മൾ ഈ കൊണ്ടുവരുന്ന ആളുമായിട്ട് എന്താ ബന്ധം, ഇവർ തമ്മിൽ എന്താ ചെയ്തിരിക്കണേ, മൾട്ടിപ്ലിക്കേഷനാണ്. സോ ഇവർ തമ്മിൽ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് എന്താവും, ഡിവിഷൻ ആവും. ഓക്കെ, അപ്പോൾ ഈ മൈനസ് ഇ റേസ് ടു 3x നേരെ അടിയിലേക്ക് കൊണ്ടുവരും, ഡിവിഷൻ. ഇപ്പോൾ എന്തായി, ലെഫ്റ്റ് സൈഡിൽ എക്സുകൾ മാത്രം, റൈറ്റ് സൈഡിൽ വൈകൾ മാത്രം. ഓക്കെ, ഈ മൈനസ് ഇ റേസ് ടു 3x നമുക്കത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് ഇപ്പോൾ താഴെയല്ലേ കിടക്കണം. അപ്പോൾ ഇ റേസ് ടു 3x നമുക്ക് എന്ത് ചെയ്യാം,
ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരാം. e3x ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ e−3x ആവും കേട്ടോ. ഇവിടെ -3x ആയിരുന്നുവെങ്കിൽ അത് ന്യൂമറേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ +3x ആവുമായിരുന്നു. ഇതിപ്പോൾ എന്തായി -3x ആയി. അപ്പോൾ ഓൾറെഡി മൈനസ് ഇവിടെ ഉണ്ട്. e−3x dx ലെഫ്റ്റിൽ വന്നു, റൈറ്റിൽ dy വന്നു. രണ്ട് സൈഡും എന്ത് ചെയ്യുക? ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഇവിടെ ഉണ്ട്. e−3xൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? e−3x ഡിവൈഡഡ് ബൈ -3. എക്സിൻ്റെ കൂടെയുള്ള ആളെ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. അപ്പോൾ e−4x ആയിരുന്നുവെങ്കിൽ e−4x ഡിവൈഡഡ് ബൈ -4 ചെയ്യും. അങ്ങനെ ഓക്കെ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ വരും. ഇൻ്റഗ്രൽ dy എന്ന് പറഞ്ഞാൽ y തന്നെയാണ്. നമ്മളൊരു പ്ലസ് ഒരു c കൂടി ഇടും. കാരണം ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഒന്നും ഇല്ല ഇൻ്റഗ്രലിന്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഇൻ്റഗ്രലിൻ്റെ കൂടെ ഒരു +c ഇടും. ഓക്കെ. ഇവിടെ ഈ മൈനസും കട്ടിയായി പോകും. e−3x/3 = y + c. വൈനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കി ഇതിനപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y = e−3x/3 - c. എളുപ്പമാണല്ലോ. ഇതാണ് ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പ് തന്നെ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടൈമിൽ പോയിട്ട് കൂടുതൽ പ്രോബ്ലംസ് വേണമെങ്കിൽ കാണാം. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടോ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ആദ്യം മനസ്സിലാക്കാതെ ഏതാ ചാപ്റ്റർ? ഇവിടെ d²y/dx² ഉണ്ടോ? ഇല്ല. അതായത് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് അല്ല, ഫസ്റ്റ് ഓർഡർ തന്നെയാണ്. അപ്പോൾ ചാപ്റ്റർ 2 തന്നെയാണ്. ഇനി നോക്കുക, x dy/dx -4y = x⁻⁶ e⁻x. ലീനിയർ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നവിടെ നമ്മൾ 3 ടൈപ്പാണ് മെയിനായിട്ട് പഠിച്ചിട്ടുള്ളത്. ഒന്ന് സെപ്പറബിൾ ഫോം, അതായത് ഇങ്ങനെ എക്സിനെയും വൈനെയും 2 വഴിക്കാക്കിയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുക. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ഇതിൽ നിന്ന് എക്സിനെയും വൈനെയും സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ആൻഡ് നമ്മൾ അവിടെ പഠിച്ച രണ്ടാമത്തെ ടൈപ്പ് ആയിരുന്നു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് എന്താണ്? dy/dx + py = f, അതായത് p of x y = f of x. ഇവിടെ dy/dx എന്ന് പറഞ്ഞുള്ള ഒരു ഇതുണ്ടായിരിക്കും. വൈൻ്റെ കൂടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഈക്വൽ ടു എന്ന് പറഞ്ഞ് എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും. ഇത് f of x ആണ് കേട്ടോ. അതായത് പിയും p of x ആണ്. അപ്പോൾ ഈ ഫോർമാറ്റിൽ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുക. ഇപ്പോൾ ഇത് ഏകദേശം ആ ഫോർമാറ്റ് അല്ലേ കിടക്കണത്. dy/dx ഉണ്ട്, പക്ഷേ ഇവിടെ ഒരു അധികപറ്റായിട്ട് ഒരു എക്സ് ഉണ്ട് കൂടെ, അതവിടെ നിന്നോട്ടെ. dy/dx ഉണ്ട്, വൈൻ്റെ കൂടെ ഒരു ടേം ഉണ്ട്, വൈൻ്റെ കൂടെ ഒരു ടേം ഉണ്ട്, ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ ഒരു ടേമും ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ഏകദേശം ഇതൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റ് ആണെന്ന് മനസ്സിലായി. പക്ഷേ ഇത് കറക്റ്റ് ആവണമെങ്കിൽ ഇവിടെ dy/dx മാത്രമേ പാടുള്ളൂ. പക്ഷെ കൂടെ എന്തുണ്ട്? എക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം ഇതിനെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കാനായിട്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ മൊത്തത്തിൽ അങ്ങോട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ എക്സ് പോയില്ലേ? ഇവിടുത്തെ എക്സ് പോയി. ആൻഡ് ഇവിടെ എന്താവും? -4/x. ഇതിനടിയിൽ ഒരു എക്സ് വരും, ഇവിടെയും ബൈ ഒരു എക്സ് വരും. അപ്പോൾ x⁻⁶ താഴെയുള്ള ഒരു എക്സ് വെട്ടിപ്പോവും. ബാക്കി എത്ര ഉണ്ടാവുക? x⁵5 e⁻x ആണ് ഉണ്ടാവുക. ദെൻ ഇപ്പം നമുക്കൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ? ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കി നോക്കൂ. dy/dx. ഈ വൈൻ്റെ കൂടെയുള്ള ആളാണ് നമ്മുടെ p അഥവാ p of x. ഇവിടെ വൈൻ്റെ കൂടെയുള്ള ആളാരാണ്? -4/x ആണ്. അതാണ് നമ്മുടെ എന്ത്? p എന്ന് പറയുന്നത്. p of x എന്ന് പറയുന്നത് -4/x ആണ്. ഇത് നമ്മുടെ f of x ആണ്. f of x നമുക്ക് ഇതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, അത് അവിടെ ഇരുന്നോട്ടെ. നമുക്ക് വേണ്ട സാധനം എന്താണ്? p ആണ്. നമുക്ക് എന്ത് കിട്ടി? p കിട്ടി. ഇനി അത് കഴിഞ്ഞാൽ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഉപയോഗിച്ച് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കണം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e⁻p⁻dx കണ്ടുപിടിക്കണം. അപ്പോൾ p ഓൾറെഡി നമുക്കറിയാം. സോ e⁻⁴/x dx. ഇതൊക്കെ എപ്പോഴും നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തിട്ടുള്ളതാണ്. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ -4നെ പുറത്തേക്ക് ഇടുക. അപ്പോൾ ഇൻ്റഗ്രൽ 1/x dx വരും. ഇൻ്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ log x ആണ്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇയും ലോഗും അടുത്തടുത്ത് വന്നാൽ അത് കട്ടായി പോകും. പക്ഷെ ഇവിടെ അടുത്തടുത്തല്ലതിനിടയിൽ ആരുണ്ട്? ഒരു -4 ഉണ്ട്. അപ്പോൾ ആ -4നെ നമ്മൾ എന്ത് ചെയ്യണം? നേരെ എടുത്തിട്ട് ഈ എക്സിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരണം. എന്നാൽ ഇവർ രണ്ടുപേരും അടുത്തേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇയും ലോഗും അടുത്തേക്ക് കിട്ടാൻ വേണ്ടി ഈ -4നെ എന്ത് ചെയ്തു? എക്സിൻ്റെ പവർ ആയിട്ട് എഴുതി x⁻⁴. ഇയും ലോഗും ക്യാൻസലായി പോയി. ബാക്കി ഇവിടെ എന്താ ഉത്തരം വരിക? x⁻⁴. x⁻⁴ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സാധനം താഴത്തേക്ക് കൊണ്ടുവന്നാൽ x⁻⁴ ആക്കിയാൽ ഇതെന്താവും? ഈ മൈനസ് പ്ലസ് ആവും. അപ്പോൾ ന്യൂമറേറ്ററിൽ ഒരാൾ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ പവർ എന്താവും? പ്ലസ് മൈനസ് ആവും, മൈനസ് പ്ലസ് ആവും. ഇത് ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ കിട്ടിയ വാല്യൂ നമ്മുടെ നമ്മൾ ഈ ലാസ്റ്റ് കിട്ടിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ 2 സൈഡിലും കൂടി കൊണ്ടുപോയി ഇൻറ്റു ചെയ്യുക.
അങ്ങനെ ഇൻഡു ചെയ്യുമ്പോൾ ഇതാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇൻഡു ചെയ്തു. dy/dxൻ്റെ ഇവിടെ 1/x⁴ ഇൻഡു ചെയ്തു. -4/xൻ്റെ ഇവിടെ തന്നെ -4/x വൈൻ്റെ കൂടെ 1/x⁴ ഇൻഡു ചെയ്തു. ഇതാട്ടോ ഈ സാധനമാണ് ഇൻഡു ചെയ്യണത്. ഈക്വൾ അപ്പുറത്ത് x⁵5e⁻x കൂടി നമ്മൾ എന്ത് ഇൻഡു ചെയ്തു, x⁴ ഇൻഡു ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യനിൽ എപ്പോഴും ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് d/dx ഓഫ് നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇൻറ്റു y ആണ് വരിക. ഇവിടെ എന്താണ് ഉത്തരം കിട്ടുന്നത് അതേ ഇൻറ്റു y ചെയ്താൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യുമല്ലോ, ഈ എക്സ്പാൻഷൻ ആയിരിക്കും എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ ഉണ്ടാവുക. ഓക്കെ, ആ സെക്ഷനിലേക്ക് ഒന്ന് പോയിട്ട് നോക്കാം. നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡ് എപ്പോഴും ഇങ്ങനെയായിരിക്കും. നമുക്ക് എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കിട്ടിയ അതേ ഇൻറ്റു y അതിൻ്റെ d/dx ആയിരിക്കും. റൈറ്റ് സൈഡിൽ എന്താ വരിക, x⁴ഉം ഇവിടുത്തെ x⁵5ത്തെ 4xും ക്യാൻസൽ ആയി പോയി, ബാക്കി ഒരു x മാത്രമേ ഉണ്ടാവുള്ളൂ, x⁻x. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും, രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യും. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ d/dxും ഇൻ്റഗ്രലും കട്ടായി പോവും. ഇതിൻ്റെ പിന്നെ ബാക്കി എന്താ ഉണ്ടാവുക, x⁻⁴ y ആണ് ഉണ്ടാവുക. ഇവിടെ x⁻x dx ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് യൂസ് ചെയ്യണം, പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഞാൻ ശ്രദ്ധിക്കുക, x മാത്രമേ ഉള്ളൂ വെച്ചാൽ എക്സിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് എഴുതി വയ്ക്കാം x²/2 എന്ന്. e⁻x മാത്രമേ ഉള്ളൂ വെച്ചാൽ അതിൻ്റെ ഇൻ്റഗ്രൽ e⁻x എന്ന് എഴുതി വയ്ക്കാം. പക്ഷേ ഇവിടെ രണ്ടും കൂടി ഇൻറ്റു ചെയ്തേക്കാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കണം, പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. പ്രൊഡക്റ്റ് റൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിലത്തെ എന്താ പറയുക, ഡിഫറൻഷ്യലിൻ്റെ അവിടുത്തെ പ്രൊഡക്റ്റ് റൂളും ഈ പ്രൊഡക്റ്റ് റൂളും മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ, ഇത് എഴുതി വയ്ക്കുക. ദെൻ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ എക്സ്, e⁻xൻ്റെ ഇൻ്റഗ്രൽ e⁻x തന്നെ മൈനസ് ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, e⁻xൻ്റെ ഇൻ്റഗ്രൽ e⁻x തന്നെ വരും. ദെൻ ഒന്നും കൂടി ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എഗൈൻ e⁻x തന്നെ വരും. ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c ഇടുക. x⁴y ഇസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടും. y ഈക്വൽ ടു എന്ത് കിട്ടും, ഈ x⁴ ഇങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ ആവും. സോ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്നുകൊണ്ട് നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എന്താണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുമ്പോൾ അതിൽ ചില കോൺസ്റ്റൻറ്റുകൾ ഉണ്ടാവും. c എന്നോ c2 എന്നോ c1 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൺസ്റ്റൻറ്റുകൾ ഉണ്ടാവും. ആ കോൺസ്റ്റൻറ്റിനെ കൂടി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും ക്വസ്റ്റ്യൻ കാണുമ്പോൾ നോക്കുക, dy/dx ആണുള്ളത്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് മാത്രമേ ഉള്ളൂ, സെക്കൻഡ് ഡെറിവേറ്റീവ് ഇല്ല. സോ ഇതും എന്താണ്, ചാപ്റ്റർ 2 തന്നെയാണ്. ഇനി ഇത് നോക്കുക, നമ്മളിപ്പോൾ വാരിയബിൾ സെപ്പറബിൾ ഫോമിൽ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. നമ്മുടെ ചാപ്റ്റർ 2 മൂന്നാമത് വരുന്നതാണ് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അതായത് m(dx + n(dy) = 0 എന്നുള്ള ഫോർമാറ്റിൽ കിടക്കുന്നത്. അപ്പം നമ്മൾ ഇതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരാം. അതായത് ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y ഓഫ് 1 - x² dy ഈക്വൽ ടു അങ്ങോട്ട് പോകുമ്പോൾ xy² - cos x sin x dx. ഓക്കെ, ഇനി ഈ സാധനത്തിനെ മൊത്തത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അത് മൈനസ് ആവും. അല്ല, ഇതിന് ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി കേട്ടോ. നമുക്ക് m(dx + n(dy) ഫോർമാറ്റല്ലേ വേണ്ട. അപ്പോൾ ഇത് m(dx) ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ, അതായത് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മൈനസ് ആവും. -y ഓഫ് 1 - x² dy ഈക്വൽ ടു എന്ത് വരും, 0 വരും. ഇവിടെ നമുക്ക് പ്ലസ് ആണ് കുറച്ചുകൂടി സൗകര്യം. അപ്പോൾ അതുകൊണ്ട് ഈ മൈനസിനെ ഞാൻ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 1 - x² എന്താവും, x² - 1 ആവും. ഈ മൈനസ് ഉള്ളിലേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ എന്തായി, പ്ലസ് ആയി. സോ ഇപ്പോൾ നമുക്ക് m(dx + n(dy) ഈക്വൽ ടു 0 എന്നുള്ള ഫോർമാറ്റിൽ കിട്ടി. അതായത് ഏകദേശം ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, എക്സാക്റ്റ് ആണോ അല്ലയോ എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അതിൻ്റെ ഒരു ഫോർമാറ്റിലേക്ക് കിട്ടി. ഇവിടെ m എന്താണ്, ഇതാണ് നമ്മുടെ m, ഇതാണ് നമ്മുടെ n. ഇതെടുത്ത് വയ്ക്കുക, എഴുതി വയ്ക്കുക. ഓക്കെ, ഇനി ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആണോ എന്ന് നോക്കാൻ എന്ത് ചെയ്യണം, ∂m/∂y കണ്ടുപിടിക്കണം, ∂n/∂x കണ്ടുപിടിക്കണം. രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ എക്സാക്റ്റ് ആണ്. ∂m/∂y എന്ന് പറഞ്ഞാൽ എമ്മിനെ വിത്ത് റെസ്പെക്ട് ടു y ഡെറിവേറ്റീവ് കാണാം. y ഡെറിവേറ്റീവ് കാണുമ്പോൾ x അവിടെ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിന് xy²ൽ x അവിടെ കോൺസ്റ്റൻ്റ് ആണ്. y² ഡെറിവേറ്റീവ് 2y. പിന്നെ നോക്കി, ഇവിടെ cos x sin x ആണ്. ഇതിൽ എവിടെയെങ്കിലും y ഉണ്ടോ, ഇല്ല. അപ്പോൾ ഇത് മൊത്തം എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. എമ്മിനെ y വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ y ഉള്ളതിനെ മാത്രം ഡെറിവേറ്റീവ് കണ്ടാൽ മതി. സോ x × 2y നമുക്ക് എന്ത് വരും, 2xy എന്ന് വരും. ഇനി ∂n/∂x എന്ന് പറഞ്ഞാൽ n-നെ വിത്ത് റെസ്പെക്ട് ടു x ഡെറിവേറ്റീവ് കാണും. അപ്പോൾ അതിനൊന്ന് y² - y എന്ന് എഴുതുമ്പോൾ നമുക്ക് നമ്മൾ y-നെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, x-കളെ മാത്രം ഡെറിവേറ്റീവ് കണ്ടാൽ മതി. സോ y(x²)ൽ y അങ്ങനെ തന്നെ ഇടുക. x² ഡെറിവേറ്റീവ് 2x ആണ്. ദെൻ ഇത് -y എന്തായി പോകും, 0 ആയി പോകും. കാരണം നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ y ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. നമുക്ക് ഉത്തരം എന്ത് കിട്ടും, 2xy. രണ്ടും ഈക്വൽ അല്ലേ, രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഓക്കെ, ഇനി ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്,
ഇൻ്റഗ്രൽ എം ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ എൻ ഡി വൈ ഈക്വൾ ടു സി. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ വരുന്നത്. ഇതിൽ എമ്മിൻ്റെ പ്രത്യേകത, എം നമ്മൾ എഴുതുമ്പോൾ ഈ എമ്മിനെ നമ്മൾ ഡി എക്സ് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൈകളെല്ലാം നമ്മൾ എന്തായിട്ട് എടുക്കുക, കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കുക. ആൻഡ് എൻ നമ്മൾ മുഴുവനായിട്ട് എഴുതുമോ, ഈ എൻ നമ്മൾ മുഴുവനായിട്ട് ഇവിടെ എഴുതില്ല, അതിൽ എക്സ് ഉൾപ്പെട്ടുള്ള ടേം നമ്മൾ ഒഴിവാക്കും. ഇപ്പോൾ ഇതിൽ വൈ എക്സ് സ്ക്വയർ ഒരു ടേമാണ്, മൈനസ് വൈ രണ്ടാമത്തെ ടേമാണ്. ഇതിൽ എന്തുണ്ട്, എക്സ് ഉണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഒഴിവാക്കും. നമ്മൾ മൈനസ് വൈ മാത്രമേ എടുക്കുള്ളൂ എൻ്റെ സ്ഥാനത്ത്. ഓക്കെ, ഓൺലി ടേംസ് വിത്തൗട്ട് എക്സ്. സൊല്യൂഷൻ കാണുമ്പോൾ ഇങ്ങനെയാണ്. കുറേ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് നോക്കുക, ചാപ്റ്റർ 2 പാർട്ട് 2 ഈ ഒരു ടൈമിൽ പോയി നോക്കി കഴിഞ്ഞാൽ കുറേ എക്സാക്ട് ഡിഫറൻഷിയേഷൻ നമ്മളോട് സോൾവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എൻ്റെ സ്ഥാനത്ത് എന്താ എഴുതുന്നത്, മൈനസ് വൈ ഡി വൈ. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, വൈനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് എടുക്കണേ. വൈ സ്ക്വയർ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഇവിടെ ഈ മൈനസ് വൈ മൈനസ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ടൊക്കെ ഉണ്ട്. ഇവിടെ എക്സ് വൈ സ്ക്വയറിൻ്റെ നമ്മൾ അവിടെ ഒരു കുഞ്ഞ് സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. കോസ് എക്സ് സൈൻ എക്സിനെ നമ്മൾ മാറ്റിയിട്ട് സൈൻ 2x/2 എന്ന് എഴുതുന്നുണ്ട്. അതായത് സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ് എന്നാണ് ഒരു ഫോർമുലയുണ്ട്. സൈൻ 2x എന്ന് പറഞ്ഞാൽ 2 സൈൻ എക്സ് കോസ് എക്സ്, നമ്മൾ +2 പഠിക്കുന്ന ഫോർമുലയാണ്. ഈ 2 ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും, സൈൻ 2x/2 ഈക്വൽ ടു സൈൻ എക്സ് കോസ് എക്സ് എന്ന് വരും. കാരണം ഇതില്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് റൂളൊക്കെ ഉപയോഗിക്കും വേണം, പക്ഷേ ഇതിനൊരു ഉത്തരം കിട്ടൂല. സോ ഈ കോസ് എക്സ് സൈൻ എക്സ് ഇങ്ങനെ ഇൻഡ്യൂ ചെയ്ത് വന്നാൽ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കോസ് എക്സ് ഒറ്റയ്ക്കോ സൈൻ എക്സ് ഒറ്റയ്ക്കോ ആണെങ്കിൽ ബുദ്ധിമുട്ടില്ല, പക്ഷേ രണ്ടും കൂടി ഇൻഡ്യൂ ചെയ്ത് വരുമ്പോൾ പ്രൊഡക്റ്റ് റൂളൊക്കെ ഉപയോഗിച്ച് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇതിനൊന്ന് രൂപം മാറ്റുക. സൈൻ 2x/2 എന്ന് എന്തിനാക്കുക, ഈ കോസ് എക്സ് സൈൻ എക്സിന് നമ്മൾ എന്ത് എഴുതുക, സൈൻ 2x/2 എന്ന് എഴുതുക. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ഇൻ്റഗ്രൽ x²/2 ആണ്. വൈ സ്ക്വയർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അങ്ങനെ തന്നെ കിട്ടും. ഇവിടെ -1/2 പുറത്തേക്ക് എടുത്താൽ സൈൻ 2xൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് 2x/2 ആണ്. സൈൻ എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്. സൈൻ 2xൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് 2x ബൈ ആ എക്സിൻ്റെ കൂടെയുള്ള ഇതിനെ ഡിവൈഡ് ചെയ്യുക /2. ഈ 2 അല്ല, ഈ 2 ഓൾറെഡി നമ്മളിവിടെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇത് ഇൻ്റഗ്രൽ കണ്ടപ്പോഴാണ് നമ്മൾക്ക് ഈ ഒരു എന്ത് വന്നത്, /2 വന്നത് കേട്ടോ. ദെൻ മൈനസ് വൈൻ്റെ ഇൻ്റഗ്രൽ y²/2 ഈക്വൽ ടു സി. x² y²/2, ഈ മൈനസും കൂടി പ്ലസ് ആവും. സോ കോസ് 2x/2 × 2 4 വരും, മൈനസ് y²/2 ഈക്വൽ ടു സി. ഇതാണ് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. പക്ഷേ സൊല്യൂഷൻ കണ്ടുപിടിച്ചാൽ പോരാ, നമ്മൾ എന്തും കൂടി കണ്ടുപിടിക്കണം. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഈ സി എന്താണെന്ന് കൂടി കണ്ടുപിടിക്കണം. ആ സി കണ്ടുപിടിക്കാനായിട്ട് ഈ സി കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ കണ്ടീഷൻ എന്താണ്, y(0 = 2) എന്നാണ്. നമുക്ക് ഈ കിട്ടിയിരിക്കുന്നതാണ് സൊല്യൂഷൻ. ഇതിൽ y(0 = 2) എന്നുള്ളൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതായത് x 0 ആവുമ്പോൾ y-ൻ്റെ വാല്യൂ 2 ആണ്. എക്സിൻ്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ y-ൻ്റെ വാല്യൂ എന്താണ്, 2 ആണ്. ഈ ഒരു ഇക്വേഷനിൽ x വരുന്നിടത്തെല്ലാം എന്ത് കൊടുക്കുക, 0 കൊടുക്കുക. y വരുന്നിടത്തെല്ലാം എന്ത് കൊടുക്കുക, 2 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും, സിയുടെ വാല്യൂ കിട്ടും. നോക്കൂ, ഇവിടെ x² 0² ഇത് മൊത്തം 0 ആയി പോവും. ഇവിടെ cos 2 0, എക്സിൻ്റെ വാല്യൂ 0 അല്ലേ, cos 2 × 0 cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ്, /4 മൈനസ് വൈന് എന്താ കൊടുക്കുക, 2² എന്ന് പറഞ്ഞാൽ 4/2 ഈക്വൽ ടു സി എന്ന് വരും. ദാറ്റ് ഈസ് സിയുടെ വാല്യൂ 1/4 -2 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 - 8/4 ദാറ്റ് ഈസ് ഈക്വൽ ടു -7/4. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, -7/4 കിട്ടി. നമ്മൾ ഈ സിയുടെ വാല്യൂ കണ്ടുപിടിച്ചു. ഇത് ഈ ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സിയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും, ദാ ഇക്വേഷനിൽ ഈക്വൽ ടു -7/4. ഇതുവരെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഞാനിതൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഇവിടെ ഇതിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ അത് ഒരുമിച്ച് എഴുതി x² y² മൈനസ് y²/2 പ്ലസ് cos 2x/4 ഈക്വൽ ടു -7/4 എന്ന് എഴുതി. ഇതിൽ നിന്ന് രണ്ടിൽ നിന്നും കോമൺ ആയി y² എടുത്തപ്പോൾ x² - 1/2 പ്ലസ് cos 2x/4 ഈക്വൽ ടു -7/4 എന്ന് എഴുതി. ഇനി ഇവിടെ ഈ cos 2x/4 അങ്ങോട്ട് കൊണ്ടുപോയപ്പോൾ -7/4 മൈനസ് cos 2x/4 ആയി. ഇവിടെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് -7 മൈനസ് cos 2x/4 എന്ന് എഴുതാം. ദെൻ ഈ x² നമുക്ക് y ഈക്വൽ ടു എന്ന് കിട്ടാനുള്ള തന്ത്രപ്പാടിലാണ് ഇത്രയൊക്കെ ചെയ്യണത്. ഞാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. y ഈസ് ഈക്വൽ ടു ഈ x² - 1 ഇപ്പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഇവിടെ ഇൻറ്റു ആണ്, ഇത് ഇങ്ങോട്ട് പോയപ്പോൾ ഡിവൈഡഡ് ആയി. ഇവിടെ /2 മുകളിലേക്കും പോയി. അതാണ് അപ്പോൾ y² ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ഒരു ആൻസർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. നിങ്ങൾ ഇതുവരെ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ഓക്കെ ആണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Determine whether the functions f1 of x equal to x and f2 of x equal to x square and f3 of x equal to 4x minus 3x square are linearly dependent or linearly independent on the interval -∞ to ∞.
മൂന്നാമത്തെ ചാപ്റ്ററിലാണ് നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻസ് അഥവാ ലീനിയർ ഡിപെൻഡൻസ് എന്നുള്ള കൺസെപ്റ്റുകൾ പഠിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് 2, 3, 4 എത്രയായാലും കുഴപ്പമില്ല, നമുക്ക് 2, 3 ഒക്കെ തരുള്ളൂ. ഫംഗ്ഷൻസ് തന്നിട്ട് അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപെൻഡൻ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഫംഗ്ഷൻസിൻ്റെ റോൺസ്കിയൻ കണ്ടുപിടിക്കണം. എന്തായിരുന്നു റോൺസ്കിയൻ? ഇവിടെ ശ്രദ്ധിക്കുക. നമുക്ക് ഇപ്പോൾ 3 ഫംഗ്ഷൻ തന്നു. അതിൻ്റെ റോൺസ്കിയൻ എന്ന് പറഞ്ഞാൽ 3 ഫംഗ്ഷൻ ഇങ്ങനെ ഡിറ്റർമിനൻറ്റിൽ എഴുതുക. ഈ ഫംഗ്ഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതുക, ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതുക, ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എഴുതുക. ദെൻ ഇവിടെ 3 ഓക്കെ, ഇവിടെ F3 കൂടി ഉണ്ടേ. 3 ഫംഗ്ഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ 3 ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കാണണം. 4 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തേർഡ് ഡെറിവേറ്റീവ് വരെ കാണണം. 2 ഫംഗ്ഷനേ ഉള്ളൂ എങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് വരെ കണ്ടാൽ മതി. ഇപ്പോൾ ഇവിടെ 3 എണ്ണം ഉണ്ട്. 3 എണ്ണം എഴുതി 3 എണ്ണത്തിൻ്റെയും ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുക, അതിനടിയിൽ എഴുതുക. ദെൻ 3 എണ്ണത്തിൻ്റെയും സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുക. ഇതുവരെ കണ്ടാൽ മതി. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ആ 3 ഫംഗ്ഷൻസിൻ്റെ റോൺസ്കിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ 3 ഫംഗ്ഷൻസ് F1ഉം F2ഉം F3 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 3 ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ കാണണം. അപ്പം നമ്മൾ റോൺസ്കിയൻ കണ്ടുപിടിക്കാൻ ആദ്യം ചെയ്യുന്നത് 3 ഫംഗ്ഷനും ഞാൻ ഇങ്ങനെ എടുത്ത് എഴുതി. ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, എക്സ് സ്ക്വയറിൻ്റെ 2x ആണ്. ഇവിടെ 4xൻ്റെ 4 ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിട്ട് പോകും. മൈനസ് 3 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. അപ്പോൾ 3 ഇൻറ്റു 2 6x. ഓക്കെ, 4 മൈനസ് 6x വരും. ദെൻ ഒരു ഡെറിവേറ്റീവും കൂടി കാണും. അതായത് ഇതിൻ്റെ 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്, 2xൻ്റെ ഡെറിവേറ്റീവ് 2ൻ്റെ ഡെറിവേറ്റീവ് അല്ല, 2 കോൺസ്റ്റൻ്റ് ആണ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 2 എന്ന് വരും. ഇവിടെ 4 കോൺസ്റ്റൻ്റ് ആണ്, ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. മൈനസ് 6 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. സോ മൈനസ് 6 എന്ന് കിട്ടും. നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, തേർഡ്. 3 ഫംഗ്ഷൻസിൻ്റെയും ഫസ്റ്റും സെക്കൻഡും, തേർഡ് വേണ്ട കേട്ടോ, സെക്കൻഡ് ഡെറിവേറ്റീവ് വരെ നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഫോർമുല ഇട്ട് കൊടുക്കുക. നമ്മുടെ 3 ഫംഗ്ഷൻസ് ഇങ്ങനെ എഴുതുക. ഇനി ഓരോന്നിൻ്റെ എക്സിൻ്റെ ഡെറിവേറ്റീവ്, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഡെറിവേറ്റീവ്, ദെൻ ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഇങ്ങനെ എഴുതി. എങ്ങനെയാണ് ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക? നമ്മൾ ആദ്യം ഇവിടുത്തെ എലമെൻറ്റ് എക്സ് എന്ന് എഴുതുക. എക്സ് ഉൾപ്പെടുന്ന റോയും കോളവും നമ്മളിങ്ങനെ പൊത്തി പിടിച്ച് കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് വരും? 2x 4 മൈനസ് 6x 2 മൈനസ് 6 എന്ന് വരും. അത് ഇങ്ങനെ ഇൻഡിറ്റർമിനൻ്റിൽ എഴുതുക. പിന്നെ ഇവിടെ എന്ത് എഴുതണം? മൈനസ് ഇട്ടിട്ട് ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റ് എഴുതുക, എക്സ് സ്ക്വയർ എന്ന് എഴുതുക. എക്സ് സ്ക്വയർ ഉൾപ്പെടുന്ന റോയും കോളവും പൊത്തിപ്പിടിച്ചാൽ ബാക്കിയുള്ള ആൾക്കാരെ നമ്മൾ ഡിറ്റർമിനൻ്റിൽ എഴുതുക. പ്ലസ് മൂന്നാമത്തെ വാല്യൂ 4x മൈനസ് 3x സ്ക്വയർ എഴുതുക. അത് ഉൾപ്പെടുന്ന റോയും കോളവും പൊത്തിപ്പിടിക്കുക. ബാക്കിയുള്ളതിനെ നമ്മൾ ഡിറ്റർമിനൻ്റിൽ എഴുതുക. ഇനി ഈ ഡിറ്റർമിനൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതേ ഇൻറ്റു ഇത് മൈനസ് ഇതേ ഇൻറ്റു ഇത്. അതായത് എക്സ് ഇവിടെ ഉണ്ട്, 2x ഇൻറ്റു മൈനസ് 6 മൈനസ് 12x, മൈനസ് 4 മൈനസ് 6 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു 4 8 ആണ്. 2 ഇൻറ്റു മൈനസ് 6x മൈനസ് 12x ആണ്. മൈനസ് 12x ആണ്. ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ, ഇവിടെ എപ്പോഴും മൈനസ് ആണ് വരിക കേട്ടോ. ദെൻ 1 ഇൻറ്റു മൈനസ് 6 മൈനസ് 6, മൈനസ് 0 ഇൻറ്റു വരുമ്പോൾ 0 ആയിട്ട് പോകും. പ്ലസ് ഈ ഫംഗ്ഷൻ എഴുതുക. 1 ഇൻറ്റു 2 വരും, മൈനസ് 0 ഇൻറ്റു 2x 0 ആയിട്ട് പോകും. ദെൻ ഈ മൈനസ് ഒന്ന് മാറ്റി എഴുതുമ്പോൾ മൈനസ് 12x മൈനസ് 8, മൈനസ് ചേർന്ന് ഇവിടെ പ്ലസ് ആവും, പ്ലസ് 12x. ഇവിടെ ഈ മൈനസ് എക്സ് സ്ക്വയർ ഉള്ളിലേക്ക്, ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യും, ഉള്ളിലേക്ക് നിറണ്ട. ഈ മൈനസും കൂടിയിട്ട് പ്ലസ് ആവും, 6x സ്ക്വയർ എന്ന് വരും. ഇവിടെ 2 ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ 8x മൈനസ് 6x സ്ക്വയർ എന്ന് വരും. ദെൻ എഗെയിൻ ഈ എക്സിനെ ഒന്ന് ഉള്ളിലേക്ക് ഇടുമ്പോൾ മൈനസ് 12x സ്ക്വയർ അല്ല, അങ്ങനെ ചെയ്യണ്ടല്ലോ. ഇവിടെ ഉണ്ടോ, ഇവിടെ മൈനസ് 12x ഇവിടെ പ്ലസ് 12x ഉണ്ട്, അത് ക്യാൻസൽ ആയി പോകും. മൈനസ് 8x എന്ന് വരും. ഇവിടെ പ്ലസ് 6x സ്ക്വയർ പ്ലസ് 8x മൈനസ് 6x സ്ക്വയർ എന്ന് വരും. 6x സ്ക്വയറും 6x സ്ക്വയറും വെട്ടിപ്പോവും, മൈനസ് 8x പ്ലസ് 8x വെട്ടിപ്പോവും. ഉത്തരം എന്ത് കിട്ടും? 0 കിട്ടും. ഇനി എന്താണ് റോൺസ്കിയനും ലീനിയർലി ഇൻഡിപെൻഡൻസ് തമ്മിലുള്ള ബന്ധം? റോൺസ്കിയൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് തെറ്റി മാറിപ്പോകാണ്ടിരിക്കാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0 ആവുക എന്ന് പറഞ്ഞാൽ, 0 ആവുക എന്ന് പറഞ്ഞാൽ ഒന്നും അല്ലാണ്ടാവുക എന്നുള്ള മീനിങ് അല്ലേ? നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നവർ ഒരിക്കലും 0 ആവില്ല. ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നവരാണ് എപ്പോഴും എന്താവുന്നത്? 0 ആവുന്നത്. ഒരാളെ ആശ്രയിച്ച് നിൽക്കുന്നവർ. അപ്പോൾ 0 റോൺസ്കിയൻ്റെ വാല്യൂ വന്നു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡൻ്റ്. ഓക്കെ, നോൺ 0 ആണ്. നിങ്ങൾക്ക് ഇവിടെ വേറെ എന്തെങ്കിലും നമ്പറാണ് കിട്ടിയതെങ്കിൽ, നോൺ 0 ആണ് വന്നത് എങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആകുമായിരുന്നു. 0 അല്ലാത്തത് ഇൻഡിപെൻഡൻ്റ്. 0 ആയി കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡൻ്റ് ആയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ 3 ഫംഗ്ഷൻസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ 3 ഫംഗ്ഷൻസ് തന്നിട്ട് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ഡിപ്പെൻഡൻ്റ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? ആ 3 ഫംഗ്ഷൻസിൻ്റെ റോൺസ്കിയൻ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂ 0 ആണോ നോൺ 0 ആണോ എന്ന് നോക്കുക. ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് പറയാം. ഓക്കെ, 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. The function y1 equal to log x is a solution of x y double dash plus y dash equal to 0. Find a second solution y2x
ഫൈൻഡ് സെക്കൻഡ് സൊല്യൂഷൻ y2x. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടാൽ തന്നെ അറിയാം y" വന്നു. ഇത്ര നേരം നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ കടന്ന് കളിക്കുകയായിരുന്നു. സെക്കൻഡ് ചാപ്റ്ററിലുള്ളത് മൊത്തം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അല്ലെങ്കിൽ സെക്കൻഡ് ചാപ്റ്ററിലുള്ളത് മൊത്തം ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ മാത്രമാണ്. ആക്ച്വലി തൊട്ട് മുന്നേ നമ്മൾ ചെയ്ത ലീനിയർ ഡിപെൻഡൻസിൻ്റെ അതും തേർഡ് ചാപ്റ്ററിലെയാണ്. എന്നാലും കുറച്ച് തേർഡ് ചാപ്റ്ററിൻ്റെ ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഒരു ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽസ് കാണുക. ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആണ്. സോ ഈ ടൈപ്പ് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ തേർഡ് ചാപ്റ്ററിലാണ്. തേർഡ് ചാപ്റ്ററിൽ മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ എന്നുള്ള ഒരു ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. തേർഡ് ചാപ്റ്ററിൽ പാർട്ട് 1 വീഡിയോയിൽ ലാസ്റ്റ് ഭാഗത്തായിട്ടുണ്ട്. സാധാരണ യൂസിങ് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് തരാറുണ്ട്. അപ്പോൾ ഇതിലങ്ങനെ തന്നിട്ടില്ല. അപ്പോൾ അത് തന്നിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും അത് എങ്ങനെയാണത് ഐഡൻറ്റിഫൈ ചെയ്യുക, ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കൂ, സെക്കൻഡ് ഓർഡർ ആണ്. സെക്കൻഡ് ഓർഡർ സോൾവ് ചെയ്യാൻ ജനറലി നമ്മൾ പഠിച്ചുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓക്സിലറി ഇക്വേഷൻ എഴുതിയിട്ട് y"m² എന്ന് എഴുതിയിട്ട് y' എന്ന് എഴുതിയിട്ട് അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള മെത്തേഡ്. പക്ഷേ ഇവിടെ y' കൂടെ ആരുണ്ട്? x ഉണ്ട്. മാത്രമല്ല ഇവിടെ ഒരു സൊല്യൂഷൻ നമുക്ക് തന്നിട്ടുണ്ട്. y1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൊല്യൂഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എത്ര സൊല്യൂഷൻ ഉണ്ടാവും? 2 സൊല്യൂഷൻ ഉണ്ടാവും. കാരണം സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ 2 സൊല്യൂഷൻ ഉണ്ടാവും. ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്, രണ്ടാമത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സൊല്യൂഷൻ തന്നിട്ട് രണ്ടാമത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ ആണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക? ആ മെത്തേഡ് ഒന്ന് നിങ്ങൾ ഈ ഒരു പാർട്ടിൽ പോയി കാണാം. അവിടെ നമ്മളൊരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്കൊരു വ്യത്യാസം പറയാനുള്ളത്, മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ ചെയ്യാൻ നമ്മളവിടെ ഡിസ്കസ് ചെയ്യാത്ത ഒരു എളുപ്പ വഴി ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, അത് തുറന്ന് പറയുമ്പോൾ പറയാം. ശ്രദ്ധിക്കുക, y1 log x എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനായിട്ട് തന്നിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ y2 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമ്മളിവിടെ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ y" കൂടെ നമുക്ക് 1 ആണ് വരാൻ പാടുള്ളൂ, x വരാൻ പാടില്ല. ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൊത്തം ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? x കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ x കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവൈഡ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് x എന്ന് പറയുമ്പോൾ ഇവിടുത്തെ x പോകുമ്പോൾ എന്താവും? y" മാത്രമാവും. ഇവിടെ y'/x എന്നാവും. 0നെ പിന്നെ x കൊണ്ട് ഡിവൈഡ് ചെയ്ത് 0 തന്നെ വരും. ഇപ്പം നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ഓക്കെ, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ജനറൽ ഫോമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ജനറൽ ഫോമിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, y" പ്ലസ് y' കൂടെ ഒരു ഫംഗ്ഷൻ, y-ൻ്റെ കൂടെ ഒരു ഫംഗ്ഷൻ =0. ഇതാണ് ജനറൽ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൽ y' കൂടെയുള്ള ആളെ നമ്മൾ p ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ y' കൂടെ ആരാണ്? 1/x ആണ്. ആൻഡ് y-ൻ്റെ കൂടെയുള്ള ആളാണ് q(x). അത് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്? 0 ആണ് കിട്ടിയിട്ടുള്ളത്. ശ്രദ്ധിക്കുക, മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ ഉപയോഗിക്കുന്നത് നമ്മൾ അവിടെ പറയാത്ത ഒരു മെത്തേഡ് എളുപ്പ വഴി ഞാനിവിടെ പറയുന്നുണ്ട്. അതിന് ഞാനിപ്പോൾ ചെയ്തത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ y"ൻ്റെ കോഎഫിഷ്യന്റ് 1 ആക്കണം. ഇവിടെ y"ൻ്റെ കൂടെയുള്ളത് x ആയതുകൊണ്ട് മൊത്തം x കൊണ്ട് ഡിവൈഡ് ചെയ്ത് പുതിയൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടാക്കി. ഇനി ഇവിടെ y'-ൻ്റെ കോഎഫിഷ്യന്റ് ആണ് എന്ത്? p(x). y-ൻ്റെ കോഎഫിഷ്യന്റ്, y-ൻ്റെ കൂടെയുള്ള ആളാണ് q(x). y ഇവിടെ ഇല്ലാത്തത് കൊണ്ട് q(x) 0 ആണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇങ്ങനൊരു ഫോർമുല നമുക്കുണ്ട്. ഈ ഫോർമുല ഞാൻ അവിടെ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടാകുന്നില്ല. ഞാനും ഈ ഫോർമുല ഇപ്പോഴാണ് കാണുന്നത്. അതായത് ഇങ്ങനെ എളുപ്പവഴി ഉണ്ടെന്നുള്ളത് ഇപ്പോഴാണ് അറിയണത്. അതായത് നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. ഇത് ഇങ്ങനെ ഇങ്ങോട്ട് ബൈഹാർട്ട് ചെയ്ത് വയ്ക്കാം. മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് തന്നതാണ് log x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടാമത്തെ ഫംഗ്ഷനാണ്. ഓക്കെ, രണ്ടാമത്തെ ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ y1 ഇൻ്റഗ്രൽ ഓഫ് e⁻⁻ p(x) dx. ഈ p(x) നമുക്കിപ്പോൾ എവിടെ നിന്നാണ് കിട്ടിയത്? ഇതുണ്ടോ, p(x) നമ്മളിവിടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. y'-ൻ്റെ കോഎഫിഷ്യൻ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? p(x) എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ഈ ഫോർമുലയിൽ നമുക്ക് p(x) എന്താണെന്ന് അറിയാം. ദെൻ y1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ log x സ്ക്വയർ. അപ്പോൾ ഇതാണ് നമ്മുടെ y2 കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. y1 വാല്യൂ log x ഇട്ട് കൊടുക്കുക. e⁻⁻ p(x) വാല്യൂ എന്തിടുക? 1/x ആണ് നമ്മുടെ p(x) dx എന്ന് എഴുതുക. y1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ log x സ്ക്വയർ. ഇതിൻ്റെ ഇൻ്റഗ്രൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഇൻ്റഗ്രൽ 1/x എന്ന് പറഞ്ഞാൽ log x ആണ്. e⁻⁻log x തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈയും ലോഗും ഒരുമിച്ച് വരണം നമുക്ക്. അപ്പോൾ ഈ മൈനസിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എക്സിൻ്റെ പവറായിട്ട് വരും. അപ്പോൾ x⁻⁻1 ഈയും ലോഗും നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ബാക്കിയോടെ x⁻⁻1/log x ഹോൾ സ്ക്വയർ എന്ന് വരും. x⁻⁻1 നമുക്കിതിപ്പോൾ ഇതെന്തായാലും ഇൻ്റഗ്രേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് x⁻⁻1നെ നമ്മൾ ന്യൂമറേറ്ററിൽ കിടക്കുന്ന x⁻⁻1നെ ഡിനോമിനേറ്ററിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ -1 +1 ആവും. അതായത് x⁻1 അഥവാ
അഥവാ എക്സ് എന്ന് വരും. സോ ലോഗ് എക്സ് ഇൻ്റഗ്രൽ 1/x ലോഗ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് വരും. ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഈ ലോഗ് എക്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഒന്നും ഇൻ്റഗ്രേറ്റ്, ഇപ്പോൾ ഇൻ്റഗ്രൽ 1/x മാത്രമേ ഉള്ളെങ്കിൽ ലോഗ് എക്സ് എന്ന് എഴുതി വെക്കായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലും മാറ്റി കൊടുത്താൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മാത്രമേ ഈ സാധനത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ലോഗ് എക്സിന് ഞാൻ ടി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ദെൻ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, 1/x dx ആണ്. അപ്പോൾ 1/x dx എന്ന് പറയുന്നത് എന്താവും, ഡി ടി ആവും. ലോഗ് എക്സ് ഈക്വൾ ടി കൊടുത്താൽ 1/x dx ഈക്വൾ ഡി ടി ആവും. അപ്പോൾ ഇവിടെ നമുക്കൊരു 1/x dx ഉണ്ട്. 1/x dx ഈ ലോഗ് എക്സ് സ്ക്വയർ നമുക്ക് എന്ത് കൊടുക്കാം, ടി സ്ക്വയർ എന്ന് കൊടുക്കാം. അതായത് 1/t സ്ക്വയർ 1/x dx പകരം ഡി ടി എന്ന് എഴുതി. ഇനി ടി സ്ക്വയറിനെ മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ t⁻² എന്നാവും. അപ്പോൾ ഒരു നമ്പറിൻ്റെ നമ്പറിൻ്റെ അല്ല, ഒരു വാരിയബിളിൻ്റെ പവർ ആയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. t⁻²ൻ്റെ ഇൻ്റഗ്രൽ എന്താണ്, t⁻² + 1/-2 + 1. അതായത് t⁻1/-1 മൈനസ് ലോഗ് എക്സിൻ്റെ കൂടെ എഴുതി കഴിഞ്ഞാൽ മൈനസ് ലോഗ് എക്സ് t⁻1. t⁻1 എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, 1/t എന്ന് എഴുതാം. ഇനി ടിക്ക് നമ്മുടെ പഴയ വാല്യൂ കൊടുക്കുക. നമ്മൾ എന്തിനാണ് ടി എടുത്ത്, ലോഗ് എക്സിനാണ് ടി എന്ന് എടുത്തത്. ടിക്ക് തിരിച്ച് ലോഗ് എക്സ് എന്ന് കൊടുക്കുക. ഈ ലോഗ് എക്സും കട്ടായി പോകുമ്പോൾ ഉത്തരം നമുക്ക് എന്ത് കിട്ടും, -1 എന്ന് കിട്ടും. അതായത് y2 എന്ന് പറയുന്നത് എന്താണ്, -1 ആണ്. കുറച്ച് ലെങ്തിയാണ്, നമുക്ക് ചെയ്ത് പരിചയമൊന്നുമില്ല. പക്ഷേ ഈ ഫോർമുല ഉപയോഗിച്ച് ചെയ്യാനാണ് എളുപ്പം. ഞാൻ നിങ്ങൾക്ക് മെത്തേഡ് ഓഫ് റിഡക്ഷൻ ഓഫ് ഓർഡർ പറഞ്ഞ മെത്തേഡ് ഇങ്ങനെയല്ലായിരുന്നു. അത് ചെയ്യേണ്ട, നിങ്ങൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുക. ഒരു സൊല്യൂഷൻ എന്തായാലും തന്നിട്ടുണ്ടാവില്ല, രണ്ടാമത്തെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഈ ഫോർമുല ഉപയോഗിക്കുക കേട്ടോ. ഇതാണ് കുറച്ചുകൂടി എളുപ്പമുള്ള മെത്തേഡ്. സോ ഇത് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടി, y2ൻ്റെ വാല്യൂ കിട്ടി. ഇനി y1, ഇപ്പോൾ y1ൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് c1 y1 of x + c2 y2 of x ആണ്. y1 of x log x, y2 of x -1. അതായത് ഇവിടുത്തെ -1 ആവും. c1 log x - c2 ആണ് എന്ത് വരിക, ഇതിൻ്റെ സൊല്യൂഷൻ വരിക. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം 4y ++ 4y' + 17y = 0. നോക്കൂ, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. അതായത് കോൺസ്റ്റന്റിന്റെ കൂടി വാല്യൂ കണ്ടുപിടിക്കണം. ഇതെന്താണ്, സെക്കൻഡ് ഓർഡർ ആണ്. ആൻഡ് ഇറ്റ്സ് വെരി ഈസി. നമുക്ക് അറിയുന്ന മെത്തേഡാണ്. ചാപ്റ്റർ 3യുടെ പാർട്ട് 2 സ്റ്റാർട്ടിങ് തൊട്ടങ്ങോട്ട് കണ്ടേക്കുക. ഞാൻ ഈ ഒരുപാട് പ്രോബ്ലം നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇത് കണ്ടാൽ ഞാൻ മനസ്സിലായി, തേർഡ് ചാപ്റ്റർ ആണെന്ന് മനസ്സിലായി. ഇത് നമുക്ക് റിഡക്ഷൻ ഓഫ് ഓർഡർ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്കറിയുന്ന ജനറൽ മെത്തേഡ്. ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സെക്കൻഡ് ഓർഡറിൽ സെക്കൻഡ് ഓർഡർ ആയിക്കോട്ടെ തേർഡ് ഓർഡർ ആയിക്കോട്ടെ തന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് എഴുതണം, അതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതണം. അതായത് ഈ y∩ പകരം m², y' പകരം m, y ഒന്നും എഴുതണ്ട, +17 എന്ന് എഴുതിയാൽ മതി. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓക്സിലറി ഇക്വേഷൻ എഴുതുക. ഇതിൽ എ ബി സി എന്തൊക്കെയാണ്, m² കോഎഫിഷ്യന്റ് എ, എമ്മിൻ്റെ കോഎഫിഷ്യന്റ് ബി, കോൺസ്റ്റന്റ് ടേം സി എഴുതിയിട്ട് എമ്മിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെയാണ് പിടിക്കുക, -b + or -√b² - 4ac/2a. ഫോർമുല അറിയാലോ, അത്ര ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ അതിലിട്ട് കൊടുക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരും. റൂട്ട് 256 എന്ന് പറഞ്ഞാൽ 16 ആണ്. പക്ഷെ ഒരു √(-1) ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് എഴുതും, i എന്ന് എഴുതും. അതായത് -4 + or -16i/8, -4/8 + or -16i/8. -4/8 എന്ന് പറഞ്ഞാൽ -1/2, 16/8 എന്ന് പറഞ്ഞാൽ 8i. സോ ഇതാണ് നമുക്ക് എമ്മിൻ്റെ വാല്യൂസ്, രണ്ട് വാല്യൂസ് കിട്ടുക. ഒന്ന് -1/2 + 8i, ദെൻ രണ്ടാമത്തെ വാല്യൂ -1/2 -8i. ഇങ്ങനെ വന്നാൽ നമ്മുടെ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചെടുത്ത്, സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പഠിച്ചെടുത്ത് മൂന്നാമത്തെ കേസാണ് ഇത് വരുന്നത്. അതായത് ഇങ്ങനെ കോംപ്ലക്സ് വാല്യൂസ് വന്നാൽ റിയൽ പാർട്ടിനെ നമ്മൾ ആൽഫ എന്ന് വിളിച്ചു, ഇമാജിനറി പാർട്ടിനെ ഐൻ്റെ കൂടെയുള്ള പാർട്ടിനെ നമ്മൾ ബീറ്റ എന്ന് വിളിച്ചാൽ e⁴ x c1 cos βx + c2 sin βx എന്ന് പറയുന്നതാണ് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ആൽഫയുടെ അവിടെ എന്ത് എഴുതണം, -1/2, ബീറ്റയുടെ അവിടെ എന്ത് എഴുതണം, 8 എന്ന് എഴുതണം. സോ നമ്മുടെ സൊല്യൂഷൻ എന്ത് വരും, e⁻−1/2x c1 cos 8x + c2 sin 8x, c2 e⁻−1/2x 8 sin 8x എന്ന് വരും. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറയാൻ നമുക്ക് ഇവിടെ വെച്ച് അങ്ങോട്ട് നിർത്താം. പക്ഷേ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. അതായത് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനിലുള്ള c1ൻ്റെയും c2ൻ്റെയും കൂടി വാല്യൂ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിക്കണം. അതിനുള്ള രണ്ട് ക്ലൂസ് ആണ് തന്നിട്ടുള്ളത്. y0 -1 ആണ്, y'0 2 ആണ്. അപ്പോൾ y'0ൻ്റെ ഒരു ആവശ്യം വരുന്നത് കൊണ്ട് y ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമ്മൾ എന്തുകൂടി കണ്ടുപിടിക്കണം, y' കൂടി കണ്ടുപിടിച്ച് വെക്കുക. അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ ഇതിനാണ് ഈ ഉള്ളിലേക്ക് ഇൻഡു ചെയ്തത്.
ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യില്ല, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, വൈൻ്റെ ഡെറിവേറ്റീവ് ആണ് കാണുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ C1 അവിടെ കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കണം? പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതുക, സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എഴുതുക. cos 8x ഡെറിവേറ്റീവ് മൈനസ് sin 8x ഇൻറ്റു 8 ആണ്. ഡെറിവേറ്റീവ് വരുമ്പോൾ cos 8x ഇൻറ്റു അല്ലേ, ഇതിൻ്റെ ഇൻറ്റു 8 വരും. ഇൻ്റഗ്രലാണെങ്കിൽ ബൈ 8 വരും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ അതുപോലെ ഓക്കെ, ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ e⁻²x ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് e⁻²x ഇൻറ്റു -1/2 ആണ്. അതായത് എക്സ് 2x ഇവിടെയാണ് കേട്ടോ, -1/2 ഇൻറ്റു എക്സ് ആണ്. എക്സ് താഴെ ഡിനോമിനേറ്ററിലല്ല. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ e⁻²1/2 ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ ഇൻറ്റു എക്സിൻ്റെ കൂടെയുള്ള വാല്യൂ ഏതാണ്? -1/2 ആണ്. അതിൻ്റെ കൂടെ നിങ്ങൾ ഇൻറ്റു ചെയ്യാം. ഓക്കെ, അതുപോലെ ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. C2 കോമൺ ആയിട്ട് പുറത്തിടുക. ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. ഇവിടെയും e⁻²1/2 ഡെറിവേറ്റീവ് എന്താ? e⁻²1/2 -1/2. ഇത് ഞാൻ സിംപ്ലിഫൈ ചെയ്യാൻ നിൽക്കുന്നില്ല. y' ഇത്രയും കണ്ടുപിടിച്ച് വയ്ക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? y നമ്മുടെ കയ്യിലുണ്ട്, ഇപ്പോൾ y' നമ്മുടെ കയ്യിലുണ്ട്. yൻ്റെ പ്രത്യേകത എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ yൻ്റെ വാല്യൂ -1 ആണ്. അതായത് ഇതിലൊക്കെ എക്സ് വരുന്നിടത്തെല്ലാം 0 കൊടുക്കുക. അപ്പോൾ yൻ്റെ വാല്യൂ എന്ത് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്? -1 വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കണ്ടോ, y = -1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ ഈ ഒരു ഇതിൽ y എന്നുള്ളിടത്ത് ഇവിടെ എക്സിൻ്റെ ഒക്കെ ഞാൻ 0 കൊടുത്തു. ഇവിടെ e⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. C1 cos 0 എന്ന് പറഞ്ഞാൽ 1. cos 0 1 ആണ്. 1 × C1 എന്ത് വരും? C1 എന്ന് തന്നെ വരും. ദെൻ ഇവിടെ sin 0 എന്ന് പറഞ്ഞാൽ ഇത് മൊത്തം എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. അപ്പോൾ ഇത് നമുക്ക് എന്ത് കിട്ടും? sin 0 0 ആയിട്ട് പോകും. ബാക്കി നമുക്ക് എന്താ കിട്ടും? അപ്പുറത്ത് ഒരു -1, വൈക്ക് നമ്മൾ -1 ആണ് കൊടുത്തത്, എക്സിന് 0 കൊടുത്തത്. അപ്പോൾ ഇതിൻ്റെ C1ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 എന്ന് വരും. e⁻0 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? C1ൻ്റെ വാല്യൂ കിട്ടി. ഇനി രണ്ടാമത് തന്നിട്ട് നമുക്ക് തന്നിട്ടുള്ളത് y'(0 = 2 എന്നുള്ളൊരു കണ്ടീഷനാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ എക്സിന് 0 കൊടുക്കണം, y' എന്ത് കൊടുക്കണം? 2 കൊടുക്കണം. അതായത് ഈ ഒരു ഇക്വേഷനിൽ y' നമ്മൾ എന്ത് കൊടുക്കണം? y' നമ്മൾ 2 കൊടുക്കണം. y' അവിടെ നമ്മൾ 2 കൊടുക്കണം. ഇതിൽ എക്സ് വരുന്നിടത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ ഇവിടെ കൊടുക്കുമ്പോൾ C1 ഇവിടെ sin 0 എന്ന് പറഞ്ഞാൽ 0 ആയി. അപ്പോൾ ഈ മൊത്തം ടേം 0 ആയി പോകും. ഇതിന് എടുത്തതിൻ്റെ ആവശ്യമില്ല. ഇവിടെ cos 0 cos 8 × 0 എന്ന് പറയുമ്പോൾ cos 0 വരും. പിന്നെ ഒരു e⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്, അതും വരും. then ഒരു -1/2 വരും. ഇവിടെ പ്ലസ് C2 ഇൻറ്റു ഇവിടെ cos 0 കൊടുക്കുമ്പോൾ 1 വരും. പിന്നെ ഒരു e⁻0 കൊടുക്കുമ്പോഴും 1 വരും. അപ്പോൾ ഇവിടെ നമുക്ക് 1, പിന്നെ ഒരു 8 ഉണ്ട്, 1 × 8 ഉണ്ട്. ഇപ്പുറത്ത് പിന്നെ sin 0 മൊത്തം എന്തായി പോവും? 0 ആയിട്ട് പോവും. ശ്രദ്ധിക്കുക, y'(0 = 2 എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. y'(2 എന്നുള്ള വാല്യൂ കൊടുക്കുക. y'(ൽ എവിടെയൊക്കെ എക്സ് വരുന്നുണ്ടോ അവിടെ എല്ലാം നമ്മൾ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ക്ലിയർ ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദെൻ അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? C2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3/16 എന്ന് കിട്ടി. ഇപ്പോൾ നമുക്ക് C1ൻ്റെ വാല്യൂ കിട്ടി, C2ൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മുടെ y നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, y' അല്ല, y നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അതിൽ C1 വരുന്നിടത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കുക? -1 കൊടുക്കുക. C2 വരുന്നിടത്തെല്ലാം എന്ത് കൊടുക്കുക? 3/16 കൊടുത്ത് ആ ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതുക. ഇതാണ് ആ റീറൈറ്റ് ചെയ്ത ഇക്വേഷൻ. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റന്റ് കോഎഫിഷ്യന്റ് ഹൂസ് സൊല്യൂഷൻ ഈസ് y = C1 cos 8x + C2 sin 8x. ഈ ടൈപ്പ് നമ്മൾ ചെയ്തിട്ടില്ല. സാധാരണ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറയാറുള്ളത്. ഇവിടെ സൊല്യൂഷൻ തന്നിട്ട് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ചാപ്റ്റർ 3ലാണ് നമ്മളിത് ഈ ടൈപ്പ് ചെയ്യുന്നത്. പാർട്ട് 2-ലൊക്കെ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ടൈപ്പാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, y = C1 cos 8x + C2 sin 8x. ഇതാണ് നമ്മുടെ സൊല്യൂഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് ഇങ്ങനെ 2 സൊല്യൂഷൻ ഉള്ളത്. അപ്പോൾ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമ്മുടെ ഉത്തരം എന്ന് ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും. ദെൻ ഈ ഒരു ഫോർമാറ്റിൽ വരണമെങ്കിൽ കേസ് 3ലാണ്, അതായത് കോംപ്ലക്സ് റൂട്ടുകൾ വരുമ്പോൾ എമ്മിൻ്റെ വാല്യൂ കോംപ്ലക്സ് ആയിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ cos x ഉം sin x ഒക്കെ നമ്മുടെ ഉത്തരത്തിൽ വരാറ്. അതായത് നമുക്കറിയാം y = e⁻⁴x C1 cos βx + C2 sin βx എന്ന് പറഞ്ഞൊരു സൊല്യൂഷൻ നമ്മൾ കേസ് 3 ആയിട്ട് പഠിക്കുന്നുണ്ട്. ചാപ്റ്റർ 3 സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ ഇവിടെ C1 cos 8x എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ C1 cos ബീറ്റയുടെ സ്ഥാനത്ത് ആരാണ്? 8. ഇവിടെയും ബീറ്റയുടെ സ്ഥാനത്ത് ആരാണ്? 8 ആണ്. അപ്പോൾ നമുക്ക് ബീറ്റയുടെ വാല്യൂ എന്തെന്ന് പറയാം? 8 എന്ന് പറയാം. ദെൻ ആൽഫയുടെ വാല്യൂ ഇവിടെ എവിടെയും കാണാനില്ല. e⁻⁴x എന്നുള്ള ടേം ഇതിൻ്റെ കൂടെ എവിടെയും കാണാനില്ല. ദാറ്റ് മീൻസ് ആൽഫയുടെ വാല്യൂ എന്താവും? 0 ആയിരിക്കും. e⁻⁴x എന്നായിരിക്കും. എന്നാൽ മാത്രമേ അത് 1 ആയിട്ട് പോകുള്ളൂ. സോ നമുക്ക് ആൽഫയും ബീറ്റയും കിട്ടിക്കഴിഞ്ഞു. എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ആൽഫ
ആൽഫ പ്ലസ് ഓർ മൈനസ് ബീറ്റ ഐ എന്ന് പറയുന്നതാണ് നമ്മുടെ അവിടുത്തെ എമ്മിൻ്റെ വാല്യൂ വരേണ്ടത്. ആൽഫയ്ക്ക് 0 കൊടുത്ത് പ്ലസ് ഓർ മൈനസ് ബീറ്റ ഐ എന്ന് പറഞ്ഞാൽ 8i എന്ന് കിട്ടും. ദെൻ ഇതിൽ നിന്ന് എമ്മിൻ്റെ 2 വാല്യൂസ് നമുക്ക് കിട്ടി, 8iയും മൈനസ് 8iയും. ഓക്കെ, എം ഈക്വൾ ടു 8i ആണ്, എം ഈക്വൾ ടു മൈനസ് 8i ആണ്. ഈ 8iനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എം മൈനസ് 8i ഈക്വൾ ടു 0 വരും. ഈ മൈനസ് 8 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എം പ്ലസ് 8i ഈക്വൾ ടു 0 വരും. അതായത് ഈ 2 വാല്യൂസ് നമുക്ക് കിട്ടി. ഇനി ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ഈ 2 വാല്യൂസും കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി ഇൻഡു ചെയ്താൽ കിട്ടുന്നത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. ഓക്കെ, ഈ 2 വാല്യൂസും കൂടി നമ്മൾ എന്ത് ചെയ്തു, ഇൻഡു ചെയ്തു. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ നമ്മളിത് ഉള്ളിക്കിട്ട് ഒഴിക്കുക, എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ അങ്ങനെ വേണം ഒറ്റടിക്ക് ചെയ്യാം. അതിലിങ്ങനെ ഓരോന്ന് ഇൻഡു ചെയ്യും, എം ഇൻറ്റു എം എം സ്ക്വയർ, എം ഇൻറ്റു 8i എം, മൈനസ് 8i ഇൻറ്റു എം, ദെൻ മൈനസ് 8i ഇൻറ്റു 8i എന്ന് വരും. ദെൻ എം സ്ക്വയർ 8i എം മൈനസ് 8i എം ക്യാൻസലായി പോവും. മൈനസ് 8 സ്ക്വയർ 64 ആണ്, ഐൻ്റെ സ്ക്വയർ ഐ സ്ക്വയർ ആണ്. ഐ സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1 ആണ്. കോംപ്ലക്സ് പഠിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. മൈനസ് ഇവിടുത്തെ മൈനസ് ഈ ഐ സ്ക്വയറിൻ്റെ മൈനസും കൂടി എന്താവും, പ്ലസ് ആവും. എം സ്ക്വയർ പ്ലസ് 64 ഈക്വൾ ടു 0. ഇതാണ് ഇൻ ദ ഓക്സിലറി ഇക്വേഷൻ. ഇതിന് കറസ്പോണ്ടിങ് ആയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണ് വരിക, y ഡബിൾ ഡാഷ് പ്ലസ് 64y ഈക്വൾ ടു 0. നമുക്ക് ഈ സാധനം തന്നിട്ട് ഈ സാധനം കണ്ടുപിടിക്കാനാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ പോയ വഴിയെ തിരിച്ചു വരികയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആണ്, അത്രയും കുറച്ചുകൂടി ചിന്തിച്ച് എഴുതേണ്ട ക്വസ്റ്റ്യൻ ആണ്. എന്നാലും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയണത് വരെ എന്തായാലും ചെയ്തു വയ്ക്കാം. ഓക്കെ, ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഓഫ് ടി ഈക്വൾ ടു ടി ഇഫ് ടി 0 ലെസ് ദാൻ ഓർ ഇക്വൾ ടി ലെസ് ദാൻ ഓർ ഇക്വൾ ടു 1 ആൻഡ് ടി ഇഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൾ ടു 1 ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ്. ശ്രദ്ധിക്കുക, നമുക്ക് ഇങ്ങനെ പീസായിട്ട് തന്നിട്ട് ഫംഗ്ഷൻ ഇങ്ങനെ 2 കഷ്ണമായിട്ട് തന്നിട്ട് അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഉപയോഗിക്കണം, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉപയോഗിക്കണം. അത് ഉപയോഗിച്ച് മാത്രമേ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മളത് ചെയ്തിട്ടുണ്ട് ചാപ്റ്റർ 4 പാർട്ട് 3 സ്റ്റാർട്ടിങ് തന്നെ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ്. യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഓക്കെ, ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ എഫ് ഓഫ് ടീനെ നമ്മളൊന്ന് മാറ്റി എഴുതും. ഇങ്ങനെ പീസായി തന്നിട്ടുള്ള ഫംഗ്ഷനെ നമ്മൾ ഒറ്റ ഫംഗ്ഷനായിട്ട് എഴുതും. അതായത് എഫ് ഓഫ് ടി ഈക്വൾ ടു ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ഒറ്റ ഫംഗ്ഷനായിട്ട് എഴുതുക. ആദ്യം ഇവിടുത്തെ ടി എഴുതുക, ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 0 മൈനസ് യു ഓഫ് ടി മൈനസ് 1. ഓക്കെ, ഇത് നമ്മളിങ്ങനെ എന്താണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഈ യു ഓഫ് ടി മൈനസ് 0 മൈനസ് യു ഓഫ് ടി മൈനസ് 1 എന്നെഴുതി. പ്ലസ് ഇനി ഇവിടെ രണ്ടാമത്തെ വാല്യൂ എഴുതുക, 1 എഴുതി. ഇവിടെ ഒരാളേ ഉള്ളൂ, യു ഓഫ് ടി മൈനസ് 1. ക്ലിയർ ആവുന്നുണ്ടോ? ഇവിടെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ വാല്യൂ നമ്മൾ എഴുതും, എന്നിട്ട് അതിൻ്റെ രണ്ടും കൂടി സ്പ്ലിറ്റ് ചെയ്ത് യു വെച്ചിട്ട് നമ്മൾ എഴുതും. അങ്ങനെയാണ് ചെയ്യണത്. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെ വരും. ഇനി ടി ഉള്ളിലേക്കിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 0 മൈനസ് ടി ഇൻറ്റു യു ഓഫ് ടി മൈനസ് 1 പ്ലസ് യു ഓഫ് ടി മൈനസ് 1. ഈ യു ഓഫ് ടി ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്താണെന്ന് ഒന്നും ഐഡിയ ഇല്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ ആദ്യം വേണം ഈ ഭാഗം കണ്ടു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇതേപോലത്തെ പ്രോബ്ലം 2 ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യില്ല, കാരണം ഈ ടോപ്പിക്ക് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യു ഓഫ് ടി മൈനസ് 0 എന്ന് പറഞ്ഞാൽ ആ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. യു ഓഫ് ടി മൈനസ്, അപ്പോൾ ഇത് 1 ആയിരിക്കും. ബാക്കിയുള്ളതെല്ലാം അപ്പോൾ ടി ഇൻറ്റു 1 ടി വരും. ബാക്കി അതുപോലെ തന്നെ എഴുതുക. ഇവിടെ രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് നമുക്ക് യു ഓഫ് ടി മൈനസ് 1നെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ മൈനസ് യു ഓഫ് ടി മൈനസ് 1നെയാണ് പുറത്തേക്ക് എടുക്കണം. അപ്പോൾ ഇവിടെ ടി വരും, ഇവിടെ ഒരു മൈനസ് ആവും, -1 വരും. ഇവിടെ ടി -1 വരും കേട്ടോ. then ഇതാണ് നമ്മൾ എഫ് ഓഫ് ടീനെ റീറൈറ്റ് ചെയ്തത് ഇൻ ടേംസ് ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇനി നമ്മൾ ഇതിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഈ സാധനത്തിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിച്ചാൽ മതി. അതായത് എൽ ഓഫ് ടി മൈനസ് എൽ ഓഫ് ദിസ്, ഈ സാധനത്തിൻ്റെ ലാപ്ലേസ്. ഇനി ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1/s² ആണെന്ന് നമുക്കറിയാം. ഈ സാധനം നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ പറഞ്ഞെടുത്ത ഷിഫ്റ്റിംഗ് ഫംഗ്ഷൻ, അതായത് അവിടെ ഒരു ഇത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്, തിയറം പോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ എൽ ഓഫ് യു ഓഫ് ടി മൈനസ് 1 ഇൻറ്റു ടി മൈനസ് 1ൻ്റെ ഇതിൻ്റെ ലാപ്ലേസ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അവിടെ പഠിച്ചിട്ടുള്ളതാണ്. എൽ ഓഫ് യു ഓഫ് ടി മൈനസ് എ ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് e⁻⁻s ഇൻറ്റു എൽ ഓഫ് എഫ് ആണ്. ഓക്കെ, യു ഓഫ് ടി മൈനസ് എ എഫ് ഓഫ് ടി മൈനസ് എ, ഇവിടുത്തെ ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 ആണ്. അതായത് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം വരുമ്പോൾ e⁻−1s മൈനസ് എസ് എന്ന് വരും. ദെൻ എൽ ഓഫ് എഫ്, ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണോ അതിൽ ഇതിപ്പോൾ എഫ് ഓഫ് ടി മൈനസ് എ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് എഫ് ഓഫ് ടി മതി. അതായത് എഫ് ഓഫ് ടി മൈനസ് എയുടെ ലാപ്ലേസ് നമ്മൾ കണ്ടുപിടിക്കേണ്ട, എഫ് ഓഫ് ടി എടുക്കുക. അതായത് ഈ -1 എടുക്കണ്ട. നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ എന്താണ്, ടി ആണ്. ഓക്കെ,
ടിയുടെ ലാപ്ലേസ് എഴുതി വെക്കുക. ടിയുടെ ലാപ്ലേസ് എന്താണ്? 1/s² ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ u of t minus a f of t minus a എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ e⁻⁻as എഴുതും. അപ്പോൾ ഇവിടെ a എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. അപ്പോൾ e⁻⁻s എന്ന് എഴുതി. ദെൻ ഇവിടെ ഈ -a നമ്മൾ എടുക്കേണ്ട f of t, നമ്മുടെ അവിടുത്തെ t എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ എന്താണ്? ടി ആണ്. അപ്പോൾ ആ ടിയുടെ ലാപ്ലേസ് എഴുതി വെക്കുക. ടിയുടെ ലാപ്ലേസ് 1/s² ആണ്. സോ നമുക്ക് ഇത് എന്ത് വരും? e⁻⁻s 1/s² എന്ന് വരും. രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ 1 - e⁻⁻s/s² എന്ന് വരും. ഇതാണ് എന്ത്? ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, ഫംഗ്ഷൻ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിക്കണമെങ്കിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ അവിടെ ഉപയോഗിക്കണമെന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് L ഇൻവേഴ്സ് ഓഫ്, നോക്കൂ, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കേട്ടോ. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. നമ്മൾ കുറേ എണ്ണം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഓരോന്നും ചെയ്യുന്നത് ഓരോ വഴിക്കാണ്. ഇപ്പോൾ ഇവിടെ s² എന്നൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് ഏകദേശം കണ്ട, മുകളിൽ ഒരു s ഉണ്ട്, താഴെ s² എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതൊരു കോസ് ω⁡t അല്ലെങ്കിൽ കോസ് ATയുടെ ലാപ്ലേസ് പോലെ നമുക്ക് തോന്നുന്നുണ്ടാവും. അപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ 4s/4s² + 1 നമ്മൾ എന്ത് ചെയ്യും? മാറ്റും. അതിനു വേണ്ടി ചെയ്യുന്നത് മുകളിൽ 4s ഉണ്ട്, താഴെ 4 പുറത്തേക്ക് എടുക്കുക. 4 പുറത്തേക്ക് എടുക്കുമ്പോൾ s² ഇവിടെ ബാക്കിയാവും. ഇവിടെ 1ൻ്റെ അവിടെ 4 ഇല്ല. അപ്പോൾ നമ്മൾ 4നെ പുറത്തേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു 4 താഴെ വരും. അതായത് 1നെ നമുക്ക് 4/4 എന്ന് എഴുതാമല്ലോ, 4s² പ്ലസ് 1നെ നമുക്ക് 4/4 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 4നെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്ത് വരും? ഇവിടെ s² വരും, ഇവിടെ പ്ലസ് 1/4 വരും. ഇനി ഈ 4ഉം ഈ 4ഉം കൂടി കട്ട് ചെയ്ത് കളഞ്ഞു. s/s² പ്ലസ് 1/4 എന്ന് വന്നു. 1/4നെ നമുക്ക് 1/2ൻ്റെ സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് 4s/4s² പ്ലസ് 1നെ നമ്മൾ എങ്ങനെ എഴുതി? s/s² പ്ലസ് 1/2² എന്ന് എഴുതി. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എന്ന് പറയുമ്പോൾ s/s² പ്ലസ് a²ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എന്താ? കോസ് AT. ഇവിടെ എയുടെ സ്ഥാനത്ത് എന്താണ്? 1/2 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? കോസ് 1/2t അഥവാ കോസ് t/2 എന്ന് കിട്ടും. സിമ്പിൾ അല്ല, ഇൻവേഴ്സ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ലാപ്ലേസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെയാണ് ഇത്ര ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഗെയിൻ ലാപ്ലേസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5ാമത്തെയും 4ാമത്തെയും പാഠം നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പാസ്സാവും. ഓക്കെ, എത്രാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ ലാപ്ലേസിൻ്റെ. ക്വസ്റ്റ്യൻ നോക്കുക. ഫൈൻഡ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് t sin kt. ഈ t കണ്ടാൽ തന്നെ അറിയണം, നമ്മൾ കുറേ പ്രോബ്ലം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ചാപ്റ്റർ 4 പാർട്ട് 1 കാണുക കേട്ടോ, ഈ ടൈമിൽ കാണുക. സോ എല്ലോ സൈൻ നമുക്ക് നോക്കൂ, t ഉണ്ട്, ഒരു ഫംഗ്ഷൻ്റെ കൂടെ t ഇൻഡു ചെയ്തിട്ട് അതിൻ്റെ ലാപ്ലേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ആ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് എഴുതി വെക്കുക. അതായത് L of sin kt എന്ന് പറഞ്ഞാൽ k/s² പ്ലസ് k² ആണ്. നമ്മൾ അവിടെ ലാപ്ലേസ് കുറേ ഫംഗ്ഷൻസിൻ്റെ ബൈഹാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സൈൻ ATയുടെ a/s² പ്ലസ് a² എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. എയുടെ സ്ഥാനത്ത് k ആണെന്നേ ഉള്ളൂ. അപ്പോൾ സൈൻ KTയുടെ ലാപ്ലേസ് ഇതാണ്. ഇതിൻ്റെ കൂടെ എന്ത് ഇൻഡു ചെയ്തിട്ടുണ്ട്? ഒരു t ഇൻഡു ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഈ ഇതിൻ്റെ സൈൻ KTയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ കൂടെ മൈനസ് ഇടുന്നത്. ഓർമ്മ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു ഫംഗ്ഷൻ f of t തന്നിട്ട് അതിൻ്റെ ലാപ്ലേസ് നമുക്കറിയാം f of s ആണെന്ന് നമുക്കറിയാം. അതായത് സൈൻ KTയുടെ ലാപ്ലേസ് ഇതാണ്, f of s ആണെന്ന് നമുക്കറിയാമെങ്കിൽ ഇതിൻ്റെ കൂടെ t ഇൻഡു ചെയ്തിട്ടുള്ള ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക വിത്ത് റെസ്പെക്ട് ടു s. ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഒരു മൈനസ് ഇട്ട് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമായിരിക്കും ഈ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. ഇനി നമുക്ക് t² f of tയുടെ, അതായത് സൈൻ KTയുടെ കൂടെ t² ഇൻഡു ചെയ്ത ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. ഈ ഫംഗ്ഷൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. d²/ds² ഓഫ് f of s എടുത്തിട്ട്, ഇവിടെ മൈനസ് വേണ്ട കേട്ടോ, സ്ക്വയർ ആണെങ്കിൽ മൈനസ് വേണ്ട. ഇനി ക്യൂബ് ആണെങ്കിലോ തേർഡ് ഡെറിവേറ്റീവ് എടുക്കണം, മൈനസ് ഇടണം. ഇവിടെ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ മൈനസ് ഇടണം. ഇപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? മൈനസ് ഇട്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കുക? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം, കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണം. ഈ മുകളിലൊരു ഫംഗ്ഷൻ, താഴെ ഒരു ഫംഗ്ഷൻ, ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ താഴത്തെ ഫംഗ്ഷൻ്റെ മുകളിലത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, കെയുടെ ഡെറിവേറ്റീവ് പറഞ്ഞാൽ 0 ആണ്, 0 ആണ്, മൈനസ് മുകളിലത്തെ ഫംഗ്ഷൻ ഇൻറ്റു താഴത്തെ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, s² ഡെറിവേറ്റീവ് 2s ആണ്, k² കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0 ആയി പോവും, ബൈ താഴത്തെ ഫംഗ്ഷൻ്റെ സ്ക്വയർ. കോഷ്യൻ റൂളാണ് അപ്ലൈ ചെയ്യണത് കേട്ടോ. ദെൻ ഇവിടെ ഇത് മൊത്തം 0 ആയി പോവും. ഇവിടെ 2ks വരും, -2ks വരും, ബൈ ഇതിങ്ങനെ വരും. ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആവും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത്രയാണ് നമുക്ക് എന്ത് വരുന്നത്? 10ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാപ്റ്റർ 5
ചാപ്റ്റർ 5-ൽ എപ്പോഴും 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് 2 ഫംഗ്ഷൻസ് തന്നിട്ട് അത് ഓർത്തോഗണൽ ആണോ എന്നുള്ളത്. എങ്ങനെയാണ് 2 ഫംഗ്ഷൻസിന്റെ ഓർത്തോഗണാലിറ്റി ചെക്ക് ചെയ്യുക? രണ്ടിൻ്റെയും ഇന്നർ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുക. ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ -π/2 to π/2. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചില്ല അല്ലേ? ഷോ ദാറ്റ് ദ ഫംഗ്ഷൻസ് ആർ ഓർത്തോഗണൽ ഓൺ -π/2 to π/2. അപ്പോൾ ഓർത്തോഗണൽ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇന്റഗ്രൽ നമ്മുടെ ലിമിറ്റ് എഴുതുക, -π/2 to π/2. ആദ്യത്തെ ഫംഗ്ഷൻ എഴുതുക, രണ്ടാമത്തെ ഫംഗ്ഷൻ എഴുതുക. ഈ ഇന്റഗ്രൽ വാല്യൂ എന്തായാൽ 0 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻസ് ഓർത്തോഗണൽ ആണ്. ഇവിടെ ഉണ്ടോ ഈ 2 ഫംഗ്ഷൻസ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് യൂസ് ചെയ്യണം? ഇൻ്റഗ്രേഷനിലെ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഫ്രം ദ ലിമിറ്റ് -π/2 to π/2. cos 2x ഇന്റഗ്രൽ -sin 2x/2 മൈനസ് ഡെറിവേറ്റീവ് ഓഫ് x 1 ആണ്. ദെൻ ഇന്റഗ്രൽ cos 2x -sin 2x/2 ആയിരിക്കും. ദെൻ ഈ മൈനസും കൂടി പ്ലസ് ആയി 1/2 പുറത്തേക്ക് എടുക്കുക. എഗെയിൻ sin 2x ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cos 2x/2 എന്ന് വരും. ദെൻ ഇൻ്റഗ്രേഷൻ മൊത്തം കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കണം? അപ്പർ ലിമിറ്റ് കൊടുക്കണം. ഇതിനുള്ളിൽ ഈ ഇന്റഗ്രലിന്റെ ഉള്ളിൽ x വരുന്നിടത്തെല്ലാം എന്ത് കൊടുക്കുക? അപ്പർ ലിമിറ്റ് π/2 കൊടുക്കുക. അപ്പം -π/2 sin 2π/2/2 പ്ലസ് cos 2π/2/4 എന്ന് വരും. അപ്പർ ലിമിറ്റ് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ -π/2 ആണ്. x ഉള്ളിടത്തെല്ലാം നമ്മൾ എന്ത് കൊടുത്തു? -π/2 കൊടുത്തു. ഇതൊന്ന് 2 ഒക്കെ വെട്ടി കളഞ്ഞിട്ട് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വൃത്തിയായിട്ട് എഴുതി കഴിഞ്ഞാൽ -π/2 sin π, ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്ത് പോയി cos π/4 എന്ന് വരും. മൈനസ് ഇവിടുത്തെ ഈ മൈനസ് ചേർന്ന് പ്ലസ് ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ആ മൈനസ് അവിടെ വരും. π/2 sin -π, ഈ 2 വെട്ടി പോകുമ്പോൾ -π എന്ന് വരും. ദെൻ ഇവിടെ cos π/4 എന്ന് വരും. ശ്രദ്ധിക്കുക, sin π എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇവിടെ അപ്പോൾ ഇത് 0 ആയിട്ട് പോവും, ഇത് 0 ആയിട്ട് പോവും, ഇതും 0 ആയിട്ട് പോവും. പ്ലസ് cos π/4 മൈനസ് cos π/4 വെട്ടിപ്പോവും. ഉത്തരം എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. നോക്കൂ, ക്വസ്റ്റ്യൻ ഷോ ദാറ്റ് എന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഇന്നർ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പം ഇനി എവിടെയെങ്കിലും ഇൻ്റഗ്രേഷൻ എന്തെങ്കിലും പിഴച്ചാൽ കൂടിയും ഉത്തരം ലാസ്റ്റിക്കുള്ള 0 എന്ന് വേണ്ടി 2 വരെ അങ്ങോട്ട് ഇട്ട് വയ്ക്കുക. അപ്പോൾ പിന്നെ 0 കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? മാർക്ക് കിട്ടും. ഓർത്തോഗണൽ ആവാനുള്ള കാരണം എന്താ നമ്മൾ എഴുതുക? ഇന്നർ പ്രൊഡക്റ്റ് 0 ആയതുകൊണ്ട് ഫംഗ്ഷൻസ് ഓർത്തോഗണൽ ആണെന്ന് അങ്ങോട്ട് എഴുതി വയ്ക്കുക. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ പോലും ഷോ ദാറ്റ് എന്ന് പറഞ്ഞതുകൊണ്ട് എന്തായാലും അത് ഓർത്തോഗണൽ ആയിരിക്കും. വെരിഫൈ ചെക്ക് വെതർന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് വിച്ച് ഇസ് പാരാബോളിക്. നോക്കിയേ, ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് 6ാമത്തെ ചാപ്റ്ററിൽ നിന്നും എല്ലാ പ്രാവശ്യം ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇതായിരിക്കും നമ്മുടെ മോസ്റ്റ് പ്രോബബ്ലി ഫസ്റ്റ് പാർട്ടിലെ അവസാനത്തെ ക്വസ്റ്റൻ ആയിട്ടുണ്ടാവുക. ഓക്കെ, ഫസ്റ്റ് സെക്ഷൻ എയിലത്തെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണിത്. ഓർമ്മയുണ്ടല്ലോ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ടുള്ള ഒരു PDE ഉണ്ട്. ഇതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത്. നമുക്ക് ജനറൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന് ഒരു ഫോർമാറ്റ് ഉണ്ട്. a ∂2 u/∂x² പ്ലസ് b ∂2 u/∂x∂y പ്ലസ് c ∂2 u/∂y² പ്ലസ് d ∂u/∂x പ്ലസ് e ∂u/∂y പ്ലസ് fu = g. ഞാൻ എൻ്റെ ക്ലാസ്സിലൊക്കെ ഈ ഒരു സംഭവം അപ്പം തന്നെ ബൈഹാർട്ട് ചെയ്യാൻ പിള്ളേരോട് പറയാറുണ്ടായിരുന്നു. കാരണം ഇത് നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും ഇതും കമ്പയർ ചെയ്തിട്ട് എയും ബിയും സിയും ഒക്കെ എന്താണെന്ന് എഴുതാൻ പറ്റുള്ളൂ. നമുക്ക് തന്നിട്ടുള്ള ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പരാബോളിക് ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പരാബോളിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ആൾക്കാരെ വേണം, A B C. A എന്ന് പറഞ്ഞാൽ ∂2 u/∂x² കൂടെയുള്ള ആൾ ആരാണ്? A എന്ന് പറഞ്ഞാൽ 1. ∂2 u/∂x∂y കൂടെയുള്ള ആളാണ് B. ഇവിടെ എത്രയാണ്? 2 ആണ്. അപ്പോൾ B എന്താണ്? 2 ആണ്. ∂2 u/∂y² കൂടെയുള്ള ആളാണ് C. അത് എത്രയാണ്? 1 ആണ്. വേറൊന്നും D നമുക്ക് വേണ്ട. എയും ബിയും സിയും കണ്ടുപിടിക്കുക. അതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കുക? B² - 4AC എന്താണെന്ന് നോക്കുക. B² - 4AC എന്ന് പറഞ്ഞാൽ 2² - 4 × 1 × C. C ന്റെ 1. ഓക്കെ, ദാറ്റ് മീൻസ് ഉത്തരം എന്ത് കിട്ടും? 4 - 4. ഉത്തരം എന്ത് കിട്ടി? 0. B² - 4AC വാല്യൂ 0 ആണെങ്കിൽ പരാബോളിക് ആണ്. 0നേക്കാൾ ചെറുത് <0 ആണെങ്കിൽ എലിപ്റ്റിക്. ഓർമ്മയുണ്ടല്ലോ, ഈ വാല്യൂ നമുക്ക് <0 കിട്ടിക്കഴിഞ്ഞാൽ അത് എലിപ്റ്റിക്കായി, >0 കിട്ടിക്കഴിഞ്ഞാൽ ഹൈപ്പർബോളിക്കായി. ഒക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ചാപ്റ്റർ 6 ഞാൻ നിങ്ങളോട് അത് മാത്രമേ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അതെന്തായാലും പഠിച്ചു വയ്ക്കാം. ഓക്കെ, സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഇത്രയാണുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ്, 2 മാർക്ക് ആണെങ്കിൽ കൂടിയും വളരെ വളരെ ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. സോ നന്നായിട്ടൊന്ന് മനസ്സിരുത്തി പഠിക്കുക. ഓക്കെ, ദെൻ സെക്ഷൻ ബിയിൽ 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് x² + y² dx പ്ലസ് x² - xy × dy = 0. ഈ സാധനം ഫസ്റ്റ് ആയിട്ട് കാണുമ്പോൾ നിങ്ങളെപ്പോലെ ഞാനും ആദ്യം വിചാരിച്ചത് mdx + ndy = 0. എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണല്ലോ തന്നേക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന അറിയുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് കണ്ടോ m എഴുതി വെച്ചു, n എഴുതി വെച്ചു. ∂m/∂y കണ്ടുപിടിച്ചു, ∂n/∂x കണ്ടുപിടിച്ചു. അപ്പോൾ രണ്ടും കൂടി നോക്കിയപ്പോൾ എക്സാക്ട് അല്ല എന്ന് മനസ്സിലായി. പക്ഷെ നമുക്ക് പ്രശ്നമില്ല, നമുക്ക് എക്സാക്ട് അല്ലെങ്കിലും അത് എക്സാക്ട് ആക്കാനുള്ള മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? ഈ ∂n/∂x - ∂m/∂y ചെയ്ത് കഴിഞ്ഞിട്ട് ആ കിട്ടുന്ന വാല്യൂവിനെ
എം കൊണ്ടോ എൻ കൊണ്ടോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇതിനെ എക്സാക്റ്റ് ആക്കാനുള്ള വഴി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെയ്തു വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എനിക്ക് 2x - 3y കിട്ടി. ഡോ എൻ ബൈ ഡോ എക്സും ഡോ എം ബൈ ഡോ വൈയും തമ്മിലുള്ള ഡിഫറൻസ്. ഇതേ ഡിവൈഡഡ് ബൈ എം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ഉത്തരം കിട്ടും. അല്ലെങ്കിൽ ഇതേ ഡിവൈഡഡ് ബൈ ഇതിനെ ഒന്ന് ഡോ എം ബൈ ഡോ വൈ മൈനസ് ഡോ എൻ ബൈ ഡോ എക്സ്, അപ്പോൾ ഇത് പ്ലസ് മൈനസ് ആവുന്ന മാത്രം. അതേ ഡിവൈഡ് ബൈ എൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഉത്തരം കിട്ടും. ഈ രണ്ട് സാധനങ്ങളെയും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. അപ്പോൾ എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കിയിട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. സോ ഞാൻ ആ ഉദ്യമം അവിടെ വെച്ച് നിർത്തി. ആക്ച്വലി നിങ്ങൾക്കും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാം. അതുകൊണ്ടാണ് ഞാനത് എൻ്റെ തെറ്റിയെന്ന് തോന്നിയിട്ട് പോലും ഞാനത് വെട്ടാതിരുന്നത്. കാരണം നിങ്ങളും ഇങ്ങനെ ചിന്തിക്കാം, ഇത് എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആക്കിയിട്ട് ചെയ്തുകൂടെയെന്ന്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും, ബുദ്ധിമുട്ട് വരും. ഈ സംഭവം നമുക്കൊരു കുഞ്ഞു വാല്യൂ ആണ് കിട്ടിയതെങ്കിൽ ഇൻ്റഗ്രൽ ആ വാല്യൂ ഇൻറ്റു ഡി എക്സ് അല്ലെങ്കിൽ ഡി വൈ അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ കൊണ്ടുപോയി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫുള്ളായിട്ട് ഇൻഡ്യൂ ചെയ്താൽ ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താവും, എക്സാക്റ്റ് ആവും. അങ്ങനെ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ സാധനത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈസി വേയിലൊന്നും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റില്ല. സോ ആക്ച്വലി ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത് വേറൊരു മെത്തേഡ് ഉപയോഗിച്ചാണ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ ഇതിനെ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ചാപ്റ്റർ 2 ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ ടൈം ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്വസ്റ്റിൻ്റെ അവിടെ ഉണ്ട്, ഈ ടൈമിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അവിടെ ഞാനിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അതായത് dy/dx = എന്നുള്ള ഫോർമാറ്റിൽ എനിക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനെ കിട്ടണം. അപ്പോൾ ഈ ടേമിനെ ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഈ ടേമിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ അത് മൈനസ് ആയി. എനിക്ക് dy/dx വരണം. അപ്പോൾ ഞാൻ dxനെ ഇങ്ങോട്ട് താഴേക്ക് കൊണ്ടുവന്നു, ഈ സാധനത്തിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ dy/dx = -x² + y² x² - xy എന്ന് വന്നു. ഈ മൈനസ് ഞാൻ ഇവിടുന്ന് കളയാൻ വേണ്ടി ഉള്ളിലേക്ക് ഇട്ടപ്പോൾ x² മൈനസ് ആയി. x² മൈനസ് ആയിട്ടുണ്ടല്ലോ, അല്ല ഈ മൈനസ് ഇങ്ങോട്ടാണ് കൊണ്ടുപോയത്, താഴെയിലാണ് കൊണ്ടുപോയത്. ഈ ഇവിടെ x² + y² ആണ്, വെറുതെ മൈനസ് ഇട്ടിട്ട് ബുദ്ധിമുട്ടാക്കണ്ട. താഴെ x² - xy മൈനസ് ഇടുമ്പോൾ xy - x², ഇത് മൈനസ് അങ്ങോട്ട് കൊണ്ട് തിരിയും. അപ്പോൾ dy/dx എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടി. ഈ സാധനം ഹോമോജീനിയസ് അല്ലേ? എങ്ങനെയാണ് ഹോമോജീനിയസ് നോക്കുക? ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 2 ആൾക്കാർ. ഇവിടെ എത്ര ആൾക്കാരുണ്ട്? 2 ആൾക്കാർ. ഇവിടെയും 1 2 ആൾക്കാർ. ഇവിടെയും 2 ആൾക്കാർ. എല്ലാം ഈക്വൽ അല്ലേ? ഇപ്പോൾ ഇവിടെ എക്സ് മാത്രമേ ഉള്ളൂ വെച്ചാൽ ഇവിടെ എല്ലായിടത്തും 2 ആൾക്കാർ, ഇവിടെ ഒരാൾ എക്സ് മാത്രമായി. അപ്പോൾ ഇത് ഹോമോജീനിയസ് ആവില്ലായിരുന്നു. പക്ഷേ ഇതെന്താണ്, ഹോമോജീനിയസ് ആണ്. എന്താണ് ഹോമോജീനിയസ് ഒക്കെ നമ്മൾ പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ കാണുക. സോ നമുക്കൊരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. dy/dx എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു സാധനം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് വൈന് നമ്മൾ ux എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. ഇതൊക്കെ നമ്മളവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വൈന് ux എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും y വരുന്നിടത്തെല്ലാം എന്ത് കൊടുക്കുക, ux ഉണ്ട്. അവിടെ y² എന്നുള്ളത് ux², ഇവിടെ xy എന്നുള്ളത് x × ux അങ്ങനെ കൊടുത്തു. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ u ഒരു ഫംഗ്ഷനാണ്, x ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഡെറിവേറ്റീവ് കാണുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഈ റൈറ്റ് സൈഡിൽ നമുക്ക് ഇവിടെ x² + u² x² x × x x² × u - x² എന്നാണ് വരിക. ദെൻ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ചു. അതായത് കണ്ടോ, ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് x 1 ആണ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ x എടുത്തു, യുവിൻ്റെ ഡെറിവേറ്റീവ് du/dx. അവിടെ ഇവിടെ നിന്ന് രണ്ടിടത്തും കോമൺ ആയി x² പുറത്തേക്ക് എടുത്തു, ഇവിടെയും കോമൺ ആയിട്ട് x² പുറത്തേക്ക് എടുത്തു. എന്നിട്ട് ആ x² x² നമ്മൾ വെട്ടിക്കളഞ്ഞു. സോ x du/dx = 1 + u² u - 1 - u എന്ന് വന്നു. ഇനി നമ്മളിവിടെ എന്താ ചെയ്യണത്, എക്സിനെ എല്ലാം ഒരു ഭാഗത്തേക്കും യുനെ എല്ലാം അപ്പുറത്തെ ഭാഗത്തേക്കും ആക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ എക്സ് ഡി എക്സ് നോക്കിയേ, ഇവിടെ ഈ ഡി യു ഇവിടെ ഉണ്ട്, എക്സ് ഡി എക്സ് താഴെയാണ്. ഡി എക്സ് താഴെ വരാൻ പാടില്ല, ഡി എക്സ് മുകളിലേക്ക് വരണം. ആൻഡ് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട്. 1 + u² - u × u - 1 u² - u വരും. മൈനസ് ഒക്കെ കളഞ്ഞ് ഇത് u² ഒക്കെ വെട്ടിപ്പോയി. ബാക്കി നമുക്ക് 1 - u/u + 1 എന്ന 1 + u/u - 1 എന്നാണ് റൈറ്റ് സൈഡിൽ വന്നത്. ഇപ്പുറത്തെ എക്സ് du/dx ആണ് വന്നത്. നമ്മൾ ഈ സാധനത്തിനെ മൊത്തത്തിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അതായത് u - 1 താഴെയുള്ളത് മുകളിലേക്ക് വരും, 1 + u മുകളിലുള്ളത് താഴേക്ക് വരും, ഇൻറ്റു du. ഈ dx ഇങ്ങോട്ട് പോവും, ഈ ഇൻറ്റു x / x ആവും. ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് u ഈ സൈഡിൽ മൊത്തം u, ഈ സൈഡിൽ മൊത്തം x. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ സാധനത്തിനെ നമ്മളൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, ഇവിടെ u - 1/u + 1 ഈസി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിതിൻ്റെ ചായ ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ താഴെ u + 1 ഉണ്ട്, മുകളിലും ഒരു u + 1 വന്നു കഴിഞ്ഞാൽ വെട്ടിപ്പോവുമല്ലോ. അതായത് മുകളിൽ u ഉണ്ട്, ഈ -1 പകരം ഇവിടെ +1 വരണം.
എന്നാൽ അതിൻ്റെ വാല്യൂ മാറാനും പാടില്ല. അതായത് -1 പകരം നമുക്ക് +1 - 2 എന്ന് കൊടുത്തൂടെ. 1 - 2ൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ -1 പകരം നമ്മൾ 1 - 2 എന്ന് എഴുതി. ഇവിടെ 1 എഴുതാൻ കാരണം u+1 താഴെയുണ്ട്, മുകളിലും u+1 വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ u+1 ഇട്ടു. പിന്നെ അത് -1 ആണെങ്കിൽ ഒരു -2 കൂടി കൊടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ -2 ഇട്ടു. ഓക്കെ, അപ്പോൾ u+1 -2 by u+1 ഇവിടെ ഇതുപോലെ തന്നെ. ദെൻ u+1 by u+1 എഴുതുക, -2 by u+1 എന്ന് എഴുതുക. അപ്പോൾ ഈ u+1 ഇതും വെട്ടിപ്പോയി 1 ആവും ഇവിടെ. 1 - 2 by u+1 du = 1/x dx എന്ന് വന്നു. ഇപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായി. ഇനി നമ്മൾ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 - 2 by u+1 du ഇൻ്റഗ്രൽ 1/x dx എന്ന് വരും. ഇതിൽ 1ൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു u ആയതുകൊണ്ട് 1ൻ്റെ ഇൻ്റഗ്രൽ u ആണ്. -2 കോൺസ്റ്റൻ്റ് ആണ്. 1/u+1 എന്ന് പറഞ്ഞാൽ എന്താ? 1/u എന്ന് പറഞ്ഞാൽ log u ആണ് ഇൻ്റഗ്രൽ. 1/u+1ൻ്റെ ഇൻ്റഗ്രൽ log u+1 = ഇവിടെ 1/x ഇൻ്റഗ്രൽ log x പ്ലസ് ഒരു കോൺസ്റ്റൻ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ log c. ഇവിടെ എല്ലായിടത്തും log വന്നുകൊണ്ടാണ് നമ്മൾ log c എന്ന് കൊടുത്തത്. കോൺസ്റ്റൻ്റിലേക്ക് വെറും c ആണ് നമ്മൾ ഇടാറ്. രണ്ട് സൈഡിലും log വന്നുകൊണ്ട് നമ്മൾ log c എന്ന് എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇനി നമ്മൾ യുവിന് തിരിച്ചു കൊടുക്കുക. അതായത് നമ്മൾ y = ആണ് എന്തായിട്ട് എടുത്തത്? ux ആയിട്ട് എടുത്തത്. അപ്പോൾ u എന്തായിരിക്കും? y/x ആയിരിക്കും. യുവിന് പകരം എന്ത് കൊടുക്കുക? y/x. 2 log y/x + 1 log x + log c എന്ന് വന്നു. ഇനി ഇവിടെ y/x, ഇവിടെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y + x/x എന്ന് വന്നു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ എഴുതുക. ഇനി ഈ 2 log ഈ സാധനം മൈനസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ +2 log y + x/x എന്ന് വന്നു. log x log c. ഇനി log a/log b എന്ന് പറഞ്ഞാൽ log a/b എന്ന് പറഞ്ഞാൽ log a - log b ആണ്. log a/b എന്ന് പറഞ്ഞാൽ log a - log b എന്നാണ്. സോ log y + x/xനെ log y + x - log x എന്ന് എഴുതാം. ദെൻ അതിനുശേഷം ഇവിടെ ഉണ്ടോ, ഇപ്പോൾ ഈ 2 ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ 2 log y + x - 2 log x എന്ന് വരും. ഇവിടെ log x ഉണ്ട്, ഇവിടെ -2 log x ഉണ്ട്. രണ്ടും കൂടി ചെയ്യുമ്പോൾ -log x എന്ന് വരും. -2 1 - 2 -1 ആണല്ലോ. അപ്പോൾ -1 log x എന്ന് വരും. ബാക്കി അതൊക്കെ അതുപോലെ തന്നെ log cയും 2 log y + x അതുപോലെ തന്നെ എഴുതുക. ഈ -1/xനെ -log xനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഈ y/xനെ അപ്പുറത്തേക്കും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതെന്ത് വരും? log x - y/x + 2 log y + x + log c എന്ന് വരും. ഇനി ഈ സാധനത്തിനെ കൂടി ഇപ്പുറത്തെ log xന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ log x - 2 log y + x ഇങ്ങനെ വരും. -y/x + log c എന്ന് വരും. ഇവിടെ ഈ 2നെ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം a log b എന്ന് പറഞ്ഞാൽ log b⁻⁴ ആണ്. a ലോഗിന് മുന്നിലുള്ള ആളെ നമുക്ക് ബിയുടെ പവറിലായിട്ട് എഴുതാൻ നമുക്കറിയാലോ. അപ്പോൾ ലോഗിന് മുന്നേ ഇവിടെ 2 ആണ്. ഈ 2നെ എടുത്ത് ഞാൻ y + xന്റെ മുകളിലേക്ക് ഇടുമ്പോൾ y + x സ്ക്വയർ എന്ന് വരും. log x - log y + x ഹോൾ സ്ക്വയർ = -y/x + c എന്ന് വരും. ആൻഡ് log a - log b എന്ന് പറഞ്ഞാൽ log a/b ആണ്. log x/y + x ഹോൾ സ്ക്വയർ = -1y/x + log c എന്ന് വരും. ഇതിനെ ഇവിടെ നിർത്തി ഈ ലോഗ് ഇങ്ങോട്ട് പോയാൽ അതെന്താവും? എക്സ്പൊണൻഷ്യൽ ആവും. അതായത് ഈ ഭാഗത്തുള്ള ആൾക്കാർ മുഴുവൻ ഈയുടെ മുകളിലേക്ക് വരും. അതായത് കണ്ടോ, x/y + x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ e raised to -y/x + log c എന്ന് വരും. ദാറ്റ് ഈസ് e raised to -y/x into e raised to log c. ഈ പ്ലസ് ഇവിടെ പ്ലസ് അല്ലാട്ടോ വരിക. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഇൻറ്റു ആണ് വരിക. e raised to -y/x അങ്ങനെ തന്നെ. e raised to log c എന്ന് പറയുമ്പോൾ ഈ ലോഗും വെട്ടിപ്പോയി നമുക്ക് എന്ത് വരും? c വരും. ദാറ്റ് ഈസ് x/y + x ഹോൾ സ്ക്വയർ = e raised to -y/x into c. ഇതാണ് ആൻസർ വരിക. കുറച്ച് ലെങ്തി ആണ്, പക്ഷേ 5 മാർക്കിൻ്റെ ക്വസ്റ്റൻ അല്ല, അതുകൊണ്ടാണ് ലെങ്തി ആയിട്ടുള്ളത്. 2 മാർക്കിന് ലെങ്തി ആയിട്ട് വന്നിട്ടുള്ളത്. എന്നാലും കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ളത് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ചെറിയൊരു വ്യത്യാസമുള്ളൊരു പ്രോബ്ലമാണ്. കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഇന്ന ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ സെപ്പറബിൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോർമാറ്റിലാണ് ചെയ്യണതെന്ന് പറയാം. ഓക്കെ, dy/dx = cos x + y. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം. ഫസ്റ്റ് ഓർഡർ ആണല്ലോ. നമുക്കറിയാവുന്ന എക്സാക്റ്റോ ലീനിയറോ അല്ലെങ്കിൽ ഈസിലി സെപ്പറബിൾ ആയിട്ടുള്ള ഫോർമാറ്റിലൊന്നും അല്ല കിടക്കുന്നത്. നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ dy/dx = cos x + y ഉണ്ട്. x + yനെ നമ്മൾ u എന്നൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് കാണുമ്പോൾ എക്സിന് ഡെറിവേറ്റീവ് 1, വൈന് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് x ചെയ്യുമ്പോൾ dy/dx = du/dx എന്ന് വരും. മൊത്തം എക്സ് വെച്ച് ഡെറിവേറ്റീവ് കാണുകയാണ്. എക്സ് ഡെറിവേറ്റീവ് 1 ആയിട്ട് പോകും. ബാക്കി എല്ലാത്തിൻ്റെ അടിയിൽ ഒരു dx വരും. ഓക്കെ, ദാറ്റ് ഈസ് dy/dx = du/dx - 1 എന്ന് വരുന്നുണ്ട്. നമ്മൾ ഇതിൽ പുതിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് dy/dxന് പകരം എന്ത് എഴുതണോ? du/dx - 1. ഇതിന് പകരം du/dx - 1 എഴുതി. cos x + yക്ക് പകരം എന്ത് എഴുതണോ? cos
യു എന്ന് എഴുതണു. ഇനി നമ്മൾ വാരിയബിൾ സെപ്പറബിൾ ഉപയോഗിച്ചിട്ട് രണ്ടിനെയും അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുകയാണ്. അതായത് എക്സ് ഒരു ഭാഗത്തും യു ഒരു ഭാഗത്തേക്കും ആക്കാൻ നോക്കുകയാണ്. -1 അങ്ങോട്ട് പോകുമ്പോൾ +1 ആവും. ദെൻ ഇതിനെ മൊത്തത്തിൽ ഡി യു എല്ലാം ഒരു സൈഡിലേക്ക് ആക്കട്ടെ. അപ്പോൾ ഡി എക്സ് അങ്ങോട്ട് കൊണ്ടുപോകുക. കോസ് യു +1 നേരെ നമ്മൾ ഡി യുവിൻ്റെ അടിയിലേക്ക് കൊണ്ടുവരിക. ഇനി വാരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ രണ്ട്. ഇപ്പോൾ യു ഈ സൈഡിൽ യു മാത്രമേ ഉള്ളൂ, ഈ സൈഡിൽ എക്സ് മാത്രമേ ഉള്ളൂ. രണ്ട് സൈഡ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാണ് വേണ്ടത്. പക്ഷേ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമല്ല. കോസ് യു +1 ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമല്ല. സോ അതിൻ്റെ ചായ ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാമെന്ന് വെച്ചാൽ നമ്മൾ +2 പഠിച്ചിട്ടുള്ളതാണ്. കോസ് 2u എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോസ് 2x എന്ന് പറഞ്ഞാൽ 2 cos square x -1 ആണ്. അപ്പോൾ കോസ് എക്സിന് സ്ഥാനത്ത് യു എഴുതിയാൽ കോസ് 2u എന്ന് പറഞ്ഞാൽ 2 cos square u -1 എന്നുള്ളൊരു ഫോർമുല നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. +1 കേട്ടോ, +1 പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കോസ് 2uൻ്റെ കൂടെ ഈ -1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ കോസ് 2u +1 ആവുമല്ലോ. അതിൻ്റെ വാല്യൂ എന്താ വരിക? 2 cos square u. ഈ യുവിന് പകരം ഇവിടെ u/2 ആയിരുന്നുവെങ്കിൽ, യുവിന് പകരം u/2 ആയതിൽ cos 2u/2 +1 = 2 cos square u/2 എന്നല്ലേ വരിക? 2ഉം 2ഉം വെട്ടിക്കളയുമ്പോൾ cos u +1 = 2 cos square u/2 എന്ന് കിട്ടും. അതായത് cos u +1 നമുക്ക് ഒരു വേറെ വാല്യൂ കിട്ടി, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന വാല്യൂ കിട്ടി. അപ്പോൾ ഈ cos u +1 മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണോ? 2 cos square u/2 എന്ന് കൊടുക്കണോ? ഇപ്പുറത്ത് dx തന്നെ കേട്ടോ, dx തന്നെ. ദെൻ 1/2 കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കാം. കോസ് 1/cos എന്ന് പറഞ്ഞാൽ 1/cos എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്കാണ്. അപ്പോൾ 1/cos square എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് എന്തായിട്ട് എഴുതാം? sec square എന്ന് എഴുതാം. 1/cos square u/2 നമുക്ക് sec square u/2 എന്ന് പറഞ്ഞിട്ട് എഴുതാം. റെസിപ്രോക്കോസിന്റെ റെസിപ്രോക്കലാണ് സീക്ക്. du = dx. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 പുറത്തേക്ക് എടുക്കാം. sec square x നമുക്ക് ഇൻ്റഗ്രൽ ഉണ്ട്. sec square x എന്ന് പറഞ്ഞാൽ tan x ആണ്. ഇവിടെ sec square u/2 എന്ന് പറഞ്ഞാൽ tan u/2 ഇൻറ്റു ഈ u/2ൻ്റെ ഇൻ്റഗ്രൽ, അതായത് 1/2 നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്യണം. യുവിൻ്റെ കൂടിയുള്ളത് ആരാണ്? 1/2 ആണ്. അത് ഡിവൈഡ് ചെയ്യണം. sec square x മാത്രം, അല്ലെങ്കിൽ sec square u മാത്രമേ ഉള്ളൂ എങ്കിൽ sec square uൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ tan u ആയിരിക്കും. പക്ഷേ sec square u/2 ഉള്ളതുകൊണ്ട് tan u/2 ബൈ ഒരു 1/2 ചെയ്യണം. ഈ u/2ൻ്റെ അവിടെ നിന്നാണ് നമുക്ക് 1/2 വരുന്നത്. 1/2 ഓൾറെഡി ഇവിടെ ഒരു 1/2 പുറത്തുണ്ട്. ഈ 1/2 ഈ 1/2 വെട്ടിപ്പോകും. ഇപ്പുറത്ത് എന്താ? dxൻ്റെ ഇൻ്റഗ്രൽ x ആണ്, പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഓഫ് ഇൻ്റഗ്രേഷൻ c. ദാറ്റ് ഈസ് tan u/2 = x + c എന്ന് കിട്ടി. u നമ്മൾ തിരിച്ചു കൊടുക്കണം. u എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തത്? x + y ആണ് നമ്മൾ u എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ യു മാറ്റി x + y ആക്കുക. tan x + y/2 = x + c. കഴിഞ്ഞില്ല. നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇതിൽ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. അതായത് നമുക്ക് സി കണ്ടുപിടിക്കണം. നമ്മുടെ ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ആൻസറിൽ, ഈ ഒരു ആൻസറിൽ നമുക്കൊരു സി ഉണ്ടല്ലോ, ഈ സി എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. നമുക്ക് അതിന് നൽകുന്ന കണ്ടീഷനാണ് y(0) = π/4. അതായത് എക്സിന് എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അപ്പോൾ വൈൻ്റെ വാല്യൂ എന്താവും? π/4 ആവും. ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക, വൈൻ്റെ സ്ഥാനത്ത് π/4 കൊടുക്കുക. സോ π/4/2 അഥവാ π/8 = c വരും. സിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? tan π/8 എന്ന് കിട്ടും. tan π/8ൻ്റെ വാല്യൂ √2 - 1 ആണ്. നിങ്ങളത് അറിയില്ലെങ്കിലും tan π/8 എന്ന് തന്നെ എഴുതിയാൽ മതി. അതായത് ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. tan x + y/2 = x + സിയുടെ സ്ഥാനത്ത് എന്താ എഴുതുക? √2 - 1. അതല്ലെങ്കിൽ tan π/8 എന്ന് എഴുതിയാലും കുഴപ്പമില്ല. സോ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് y∬ -2y' - 3y. ഫോക്കസ് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട് കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, y∬ -2y' - 3y = 4x - 5 + 6x e⁻²x. ശ്രദ്ധിക്കുക, നമ്മുടെ ചാപ്റ്റർ 3 സെക്കൻഡ് ഡെറിവേറ്റീവ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് ചാപ്റ്റർ 3 ആണ്. അപ്പം നമുക്കറിയാം, ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ തന്നാൽ അത് ആദ്യം നോക്കേണ്ടത് ഹോമോജീനിയസ് ആണോ എന്നാണ്. അതായത് =0 ആണോ എന്ന്. 0 ആണെങ്കിൽ അതിനൊറ്റ സൊല്യൂഷനേ ഉള്ളൂ. നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എഴുതുന്നു, സോൾവ് ചെയ്യണു. പക്ഷേ ഇവിടെ എന്തല്ല? 0 അല്ല. അതിനർത്ഥം ഇത് നോൺ ഹോമോജീനിയസ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണം, YCയും YPയും. YC എന്ന് പറഞ്ഞാൽ എന്താ? y∬ -2y' - 3y = 0 എന്ന് എഴുതിയിട്ട്, ഹോമോജീനിയസ് ആയിട്ട് എഴുതിയിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതായത് ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എഴുതണോ, ഇതൊക്കെ അറിയാലോ അല്ലേ? ഓക്സിലറി ഇക്വേഷൻ എഴുതണോ, then അതിൽ നിന്ന് എമ്മിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുമ്പോൾ എമ്മിന് നമുക്ക് ഡിഫറൻ്റ് ആയുള്ള രണ്ട് വാല്യൂസ് കിട്ടും. കേസ് 1. ഓക്കെ, അതായത് രണ്ട് വാല്യൂസ് ഡിഫറൻ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതുക? C1 e⁻3x + C2 e⁻−x. ഈ വാക്ക് നന്നായി പഠിച്ചിട്ടുണ്ടാവണം കേട്ടോ. ചാപ്റ്റർ 3യുടെ പാർട്ട് 2 ഭാഗം, അത് ചാപ്റ്റർ 3യുടെ പാർട്ട് 2 വീഡിയോ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മൾ ഇതൊക്കെ പറയണത്. ഓക്കെ, ഈ ടൈപ്പ് പ്രോബ്ലംസ് നമ്മൾ ഈ ഒരു ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ചാപ്റ്റർ 3
പാർട്ട് 2 വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് എന്തായാലും കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് YC എളുപ്പത്തിൽ കിട്ടി. ഇനി YP നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ g(x) എന്താണോ തന്നിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് നമ്മൾ എന്തെടുക്കണത്? YP എടുക്കുന്നത്. ഇതാണ് നമ്മുടെ g(x). നമുക്കൊരു ടേബിൾ ഉണ്ടാകും. ഞാനിപ്പോൾ ടേബിൾ കാണിക്കുന്നില്ല, വേറെ നോട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും വിചാരിക്കുന്നു. മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യൻസ് എന്നുള്ള ഭാഗത്ത് g(x)ന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിള് നോക്കിയിട്ട് നമ്മൾ YP കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 4x വരുമ്പോൾ 4നെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട, x വന്നാൽ അതിന് നമ്മൾ എന്തെഴുതും? k1x പ്ലസ് k0. എക്സിൻ്റെ പവർ 1 അല്ലേ, അപ്പോൾ k1x പ്ലസ് k0 എന്നെഴുതും. 5 ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന് k0 ആണ് വരിക. പക്ഷേ ഓൾറെഡി നമ്മളൊരു k0 എടുത്തിട്ടുള്ളത് കൊണ്ട് k0 കോമൺ ആയിട്ട് ഒരൊറ്റ കോൺസ്റ്റന്റ് k0 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, പ്ലസ് 6x e⁻²x. 6നെ നോക്കണ്ട, x e⁻²x ഈ ടൈപ്പ് വന്നാൽ അതിന് കറസ്പോണ്ടിങ് YP എഴുതാൻ നമ്മൾ ആ ടേബിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് e⁻²x ഇൻറ്റു x പവർ 1 ആയതുകൊണ്ട് k1x പ്ലസ് k0. ഇങ്ങനെയാണ് നമ്മൾ ആ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. അപ്പം ഇതിങ്ങനെ എഴുതി. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ റീഅറേഞ്ച് ചെയ്ത് എഴുതല്ല, ഇവിടെ k1ഉം k1 ഓൾറെഡി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ k0 ആണ് എടുത്തത്. ദെൻ ഈ കോൺസ്റ്റൻസ് പിന്നെ റിപ്പീറ്റ് ചെയ്യരുത്. അതായത് k0ഉം k1ഉം എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇതിന് നമ്മൾ k2 എന്ന് കൊടുക്കണം, ഇതിന് നമ്മൾ k3 എന്ന് കൊടുക്കണം. സെയിം ആയിട്ട് എഴുതി കഴിഞ്ഞാൽ രണ്ടും നമ്മൾ ഒരേ വാല്യൂ ആണെന്ന് വിചാരിക്കും. ഈ കോൺസ്റ്റൻസ് അല്ല ഇവിടെ ഉള്ളത്, രണ്ടും ഡിഫറൻ്റ് ആണ്. സോ നമ്പർ ഒന്ന് നമ്മളിത് സാധാരണ രീതിയിൽ ഞാൻ ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. പിന്നെ അതിനെ നമ്മൾ k1, k2, k3 അങ്ങനെ മാറ്റി എഴുതണം. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം നമ്മൾ YPയുടെ ഒരു വാല്യൂ അല്ലെങ്കിൽ YP എന്താവും എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. പക്ഷേ ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ കോൺസ്റ്റൻറ്റിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം? വാല്യൂ കണ്ടുപിടിക്കണം. സോ YP നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? YP ഡാഷും YP ഡബിൾ ഡാഷും കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ കൊണ്ടുപോയി ഇട്ട് കൊടുക്കും. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ Y ട്രിപ്പിൾ ഡാഷ് ഉണ്ടായിരുന്നു, നമ്മൾ YP ട്രിപ്പിൾ ഡാഷ് കണ്ടുപിടിക്കേണ്ടി വന്നേനെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ k1xൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് x ആണ് ചെയ്യുന്നത്. k1 വരും, x ഡെറിവേറ്റീവ് 1 പ്ലസ് k0ൻ്റെ 0 ആയിട്ട് പോകും, കോൺസ്റ്റന്റ് ആണല്ലോ. e⁻²x ഇൻറ്റു k2x ഇൻറ്റു പ്ലസ് e⁻²x ഇൻറ്റു k3 ഇങ്ങനെ ഉള്ളിക്കിട്ട് ഇൻറ്റു ചെയ്തിട്ട് വേണം അതിനെ എന്ത് ചെയ്യാൻ? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ. ഇവിടെ e⁻²x k2x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ k2 കോൺസ്റ്റന്റ് ആണ്, പുറത്തേക്ക് എടുക്കാം. e⁻²x അതിൻ്റെ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ x e⁻²xൻ്റെ ഡെറിവേറ്റീവ് e⁻²x ഇൻറ്റു 2 ആണ്, പ്ലസ് e⁻²x ഇൻറ്റു k3 ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? k3 കോൺസ്റ്റന്റ് ആണ്, e⁻²xൻ്റെ e⁻²x ഇൻറ്റു 2. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണത്. നമുക്ക് എന്ത് കിട്ടി? YP ഡാഷ് കിട്ടി. അതുപോലെ തന്നെ YP ഡബിൾ ഡാഷും കണ്ടുപിടിക്കുക. അതുണ്ടോ, YP ഡാഷ് കുറച്ച് ലെങ്തി ആണ്. ഇവിടെ നമുക്ക് പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും, ഡെറിവേറ്റീവ് ആണ്. ബാക്കിയെല്ലാം വേഗം കിട്ടും. k1ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിട്ട് പോകും. k2 e⁻²xൻ്റെ e⁻²x ഇൻറ്റു 2 2k2 എടുത്ത് x e⁻²xൻ്റെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക, പ്ലസ് 2k3 e⁻²xൻ്റെ e⁻²x ഇൻറ്റു 2. അതും ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? YP ഡബിൾ ഡാഷും കിട്ടി. ഇനി നമ്മൾ കണ്ടുപിടിച്ച YP ഡാഷും YP ഡബിൾ ഡാഷും ഒക്കെ കൊണ്ടുപോയി നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. Y ഡബിൾ ഡാഷിൻ്റെ അവിടെ നമ്മുടെ ആ YP ഡബിൾ ഡാഷ് നിരത്തി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. -2 ഇൻറ്റു Y ഡാഷിൻ്റെ അവിടെ നമ്മൾ കണ്ടുപിടിച്ച Y ഡാഷ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. -3 ഇൻറ്റു Yൻ്റെ അവിടെ എന്ത് എഴുതണം? നമ്മുടെ YP നമ്മൾ കൊടുത്തിരിക്കുന്ന ഈ YP അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഈക്വൽ ടു ഇപ്പുറത്ത് ഈ സാധനം തന്നെ എഴുതുക. ഇനി ഇവിടെയൊക്കെ ഒന്ന് ബ്രാക്കറ്റൊക്കെ കളഞ്ഞ് വൃത്തിയിൽ എഴുതുക. അതായത് -2 ഇൻറ്റു k1 -2k1 ആവും, -2 ഇൻറ്റു k2 -2k2 e⁻²x -2 അങ്ങനെ ഉള്ളിലേക്ക് -2 ഇൻറ്റു 4 -4 k2 x e⁻²x അങ്ങനെ ഉള്ളിലേക്കിട്ട് ഇൻറ്റു ചെയ്ത് ഇവിടെ -3 ഉള്ളിലേക്കിട്ട് ഇൻറ്റു ചെയ്ത് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. ഇനി അതിൽ വെട്ടി പോകുന്നതൊക്കെ വെട്ടിക്കളയുക. അതായത് ഇപ്പോൾ ഇവിടെ ഒരു 4k2 x e⁻²x വരുന്നുണ്ട്, ഇവിടെ ഒരു -4k2 x e⁻²x വരുന്നുണ്ട്. രണ്ടും എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയുക. 2k2 e⁻²x ഉണ്ട്, -2k2 e⁻²x ഉണ്ട്, കട്ട് ചെയ്ത് കളയുക. 4k3 e⁻² ഉണ്ട്, -4k3 e⁻² ഉണ്ട്, കട്ട് ചെയ്ത് കളയുക. ബാക്കിയുള്ളതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുക. ഇനി ഇതിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഈ കോൺസ്റ്റൻസ് ആയ k0 k1 ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് സൈഡിലും ഉള്ളതുണ്ട് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആൾക്കാരെ നോക്കിയിട്ട് കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആരാണ്? 4 ആണുള്ളത്. ലെഫ്റ്റ് സൈഡിൽ എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ആറ്, എക്സ് എവിടെയൊക്കെ വരുന്നുണ്ട് നോക്കുക. ഇവിടെ എക്സ് ഇല്ല, ഇവിടെ എക്സ് ഇല്ല, ഇവിടെ ഉണ്ടത് -3k1. എക്സിൻ്റെ കൂടെ ആരാ വരുന്നത്? -3k1 -3k1 എഴുതുക. വേറെ എവിടെ എക്സ് വരുന്നുണ്ടോ? ഇവിടെ എക്സ് ഒറ്റയ്ക്കല്ല, x e⁻²x ആണ്. അപ്പോൾ ഇത് എടുക്കാൻ പറ്റില്ല, വേറെ എവിടെ എക്സ് വരുന്നില്ല. സോ ഇപ്പുറത്ത് 4 ആണ്, ഇപ്പുറത്ത് -3k1 ആണ്. സോ k1ൻ്റെ വാല്യൂ എന്ത് കിട്ടും? 4/-3 -4/3 എന്ന് കിട്ടും.
ഇനി നമ്മൾ എന്ത് ചെയ്യാതെ രണ്ട് സൈഡിലുള്ള കോൺസ്റ്റൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ -5 ആണുള്ളത്. ഇപ്പുറത്തെ സൈഡിൽ എക്സും (e⁻x) ഒന്നും ഇല്ലാത്ത ടേംസ് ഏതൊക്കെ നോക്കുക. ഇവിടെ (e⁻x) വരുന്നുണ്ട്, കോൺസ്റ്റന്റ് അല്ല. -2k1 കോൺസ്റ്റന്റ് ആണ്, -2k1 എന്ന് എഴുതുക. പിന്നെ ഇത് കോൺസ്റ്റന്റ് അല്ല, -3k0 കോൺസ്റ്റന്റ് ആണ്, -3k0 എന്ന് എഴുതുക. വേറെ എവിടെയെങ്കിലും കോൺസ്റ്റന്റ് ഉണ്ടോ? വേറെ കോൺസ്റ്റന്റ് ഒന്നുമില്ല. അപ്പോൾ ലെഫ്റ്റിലും റൈറ്റിലും കോൺസ്റ്റന്റ് ടേംസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ k1ന്റെ വാല്യൂ -4/3 കൊടുക്കുക. സോ k0ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 23/9 എന്ന് കിട്ടും. അങ്ങോട്ടും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ k0ന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 23/9 കിട്ടും. അതുപോലെ രണ്ട് സൈഡിലുമുള്ള എക്സ് (e⁻²x) കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. റൈറ്റ് സൈഡിൽ 6 ആണുള്ളത്, 6x(e⁻²x). ഇവിടെ ഒരു 2 ഇതല്ല, ഇത് (e⁻²x) മാത്രമേ ഉള്ളൂ. x (e⁻²x) എന്ന് പറയുമ്പോൾ ഇതുണ്ടോ -3k2, x (e⁻²x)ന്റെ കൂടെ ഉള്ളത് -3k2. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുമ്പോൾ -3k2 = 6. k2ന്റെ വാല്യൂ -6/3 എന്ത് കിട്ടും? -2 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ഇക്വേറ്റ് ചെയ്യാനുള്ളത്? നമുക്ക് എല്ലാ കോൺസ്റ്റന്റും ആയിട്ടില്ല. k1ഉം k0ഉം k2ഉം k3യും കൂടി വേണം. ഇവിടെ രണ്ട് സൈഡിലുള്ള കോൺസ്റ്റന്റുകൾ ഇക്വേറ്റ് ചെയ്യുക. അല്ല വേണ്ട, കോൺസ്റ്റന്റ് അല്ല, k3 ഇവിടെ മെയിനായിട്ട് വരണത് (e⁻²x) കൂടെയാണ്. അപ്പോൾ രണ്ട് സൈഡിലുള്ള (e⁻²x) കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. കോൺസ്റ്റന്റ് നമ്മൾ ഓൾറെഡി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാണ് അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ (e⁻²x) കൂടെ വരുന്നത് ഇതുണ്ട്, ഇവിടെ ഒരു 2k2 ഉണ്ട്, 2k2 ഉണ്ട്. പിന്നെ (e⁻²x) മാത്രം ഇവിടെ വരുന്നില്ലല്ലോ, ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ -3k3 ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇപ്പുറത്ത് (e⁻²x) മാത്രമുള്ള ടേം ഇല്ല. സോ അവിടെ (e⁻²x) കോഎഫിഷ്യൻ എന്ന് പറയുന്നത് 0 ആണ്. k2ന്റെ വാല്യൂ -2 കൊടുത്തു കഴിഞ്ഞാൽ k3യുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? -4/3 എന്ന് കിട്ടും. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? നമ്മളിവിടെ YP എടുത്തിട്ടുണ്ടായിരുന്നു, കണ്ടോ? ഇതാണ് നമ്മളെടുത്ത YP. ഇതിലെല്ലാ കോൺസ്റ്റന്റുകളുടെയും വാല്യൂ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് കിട്ടി. അതായത് k0, k1, k2, k3 എല്ലാം നമുക്ക് കിട്ടി. YP നമ്മൾ ഈ YP എന്ന് എടുത്തെഴുതുക. ഇതിൽ k0നും k1നും k2ക്കും k3ക്കും ഒക്കെ എന്താ ഈ വാല്യൂ അങ്ങോട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ YP എന്ന് പറയുന്നത്. ഇനി Y എന്ന് പറഞ്ഞ ജനറൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ YC + YP ആണ്. YC ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്ത് എഴുതണം? YPയും കൂടെ എഴുതുക. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് ഇങ്ങനെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോൾവ് ദ ഹോമോജീനിയസ് ബൗണ്ടറി വാല്യൂ പ്രോബ്ലം y⁻+ + λy = 0. ഈ സാധനം സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ചാപ്റ്റർ 3 പാർട്ട് 2 വീഡിയോയിൽ 1 hour 46 minutes 24 സെക്കൻഡിൽ ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ടൈമിൽ ഒന്ന് പോയി കാണും. കാരണം ഇത് ഒരുപാട് ലെങ്തി വീഡിയോ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഈ സാധനം നമ്മൾ, അതായത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ 3 കേസിൽ λ = 0, <0, <0 വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഒന്ന് പോയിട്ട് അതൊന്ന് കാണുക. ഓക്കെ, നോട്ട് ഞാൻ എന്തായാലും കമൻറ്റിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെക്കാം. ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് x² y ഡബിൾ ഡാഷ് -3xy ഡാഷ് + 3y = എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. അപ്പോൾ നോക്കുക, ഇത് ഞാൻ പറഞ്ഞ പോലെ y ഡബിൾ ഡാഷ് കണ്ടാൽ നമുക്കറിയാം ഇത് 3rd ചാപ്റ്റർ ആണ്, ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ചാപ്റ്റർ ആണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമുക്കിതിന് ഓക്സിലറി ഇക്വേഷൻ എഴുതാൻ പറ്റില്ല. കാരണം ഇവിടെ y ഡബിൾ ഡാഷിൻ്റെ കൂടെ x² ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾ ആദ്യം നോക്കുക, ഇത് കോഷി ഓയിലർ ഇക്വേഷൻ ആണോ എന്ന്. അതായത് y ഡബിൾ ഡാഷിൻ്റെ കൂടെ x², y ഡാഷിൻ്റെ കൂടെ x, വൈൻ്റെ കൂടെ ആരുമില്ല. അതായത് ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ y ഡബിൾ ഡാഷും x² ഒരുമിച്ച്, y ഡാഷും x ഒരുമിച്ച് ഇങ്ങനെ വന്നാൽ ഇതൊരു കോഷി ഓയിലർ ഇക്വേഷൻ ആണ്. നമ്മൾ ചാപ്റ്റർ 3 ലാസ്റ്റ് ഭാഗത്ത് ഇത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് സോൾവ് ചെയ്യാൻ ഒരു എളുപ്പവഴിയുണ്ട്. എളുപ്പവഴിയല്ല, ഒരു മെത്തേഡ് ഉണ്ട്. അതായത് y ഡാഷിനെ നമ്മൾ dy എന്ന് മാറ്റി എഴുതും. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ y ഡാഷിനെ എന്തെഴുതും? dy. x² y ഡബിൾ ഡാഷിനെ d × d - 1y എന്ന് എഴുതും. x³ y ട്രിപ്പിൾ ഡാഷ് ഉണ്ടായിരുന്നുവെങ്കിൽ d × d - 1 × d - 2y എന്ന് എഴുതുമായിരുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് y ഡാഷും x² y ഡബിൾ ഡാഷും ഉള്ളത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഈ ആൾക്കാരെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതും. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ നമ്മൾ YC കണ്ടുപിടിക്കാനായിട്ട് ഇതിനൊരു ഹോമോജീനിയസ്, ഇപ്പോൾ നോൺ ഹോമോജീനിയസ് ആണ്, കാരണം ഇപ്പോഴത്തെ 0 അല്ല. ഇതിനെ ഹോമോജീനിയസ് ആയിട്ട് എഴുതുമ്പോൾ x² y ഡബിൾ ഡാഷ് -3xy ഡാഷ് + 3y = 0 എന്നല്ലേ വരിക. അത് അങ്ങനെ എഴുതിയിട്ട് നമ്മൾ x² y ഡബിൾ ഡാഷിന് പകരം എന്ത് എഴുതുക? d × d - 1y എഴുതുക. 3 × xy ഡാഷിന് പകരം dy എന്ന് എഴുതുക + 3y = 0 എന്ന് എഴുതുക. ഇതിനെ ഈ വൈനൊക്കെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ d × d - 1 - 3d + 3 എന്ന് വരും. d ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ d² - d - 3d + 3 എന്ന് വരും. -d - 3d -4d എന്ന് വരും. ഈ രൂപത്തിൽ കിട്ടും. ഇതിന് d മാറ്റി അങ്ങോട്ട് m ആക്കി എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓക്സിലറി ഇക്വേഷൻ കിട്ടും. അതായത് m² - 4m + 3 = 0. ഇത് സോൾവ് ചെയ്യാൻ അറിയാലോ. എയും ബിയും സിയും എഴുതിയിട്ട് m നമ്മൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എമ്മിൻ്റെ രണ്ട് വാല്യൂസ് 3 എന്നും 1 എന്നും വരും.
അതായത് സൊല്യൂഷൻ എന്ന് പറയുന്നത് y c ഈക്വൾ ടു c1 e റേസ് ടു 3z നോക്കുക. അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് വാല്യൂസ് 3ഉം 1ഉം ആണ്. അപ്പോൾ c1 e റേസ് ടു 3z പ്ലസ് c2 e റേസ് ടു z എന്ന് വരും. അതായത് ഇവിടെ z കൊടുക്കണമെന്ന് ഞാൻ അവിടെ ആ പ്രോബ്ലംസ് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. z എക്സിൻ്റെ സ്ഥാനത്ത് z ആണ് കൊടുക്കേണ്ടത്. ആൻഡ് ഇവിടെ നമ്മൾ e റേസ് ടു z എന്ന് പറഞ്ഞാലാണ് എക്സ്. ഇതൊക്കെ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്തു. എക്സിന് പകരം z കൊടുത്തു എന്ന് മാത്രം. ആൻഡ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് e റേസ് ടു z എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. e റേസ് ടു z പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ്. അപ്പോൾ e റേസ് 3z എന്ന് പറഞ്ഞാൽ എന്താ? e റേസ് ടു z ഇൻറ്റു e റേസ് ടു z ഇൻറ്റു e റേസ് ടു z ആണ്. e റേസ് ടു 3z അതായത് x ഇൻറ്റു x ഇൻറ്റു x ദാറ്റ് ഈസ് എക്സ് ക്യൂബ്. ഇതിന് പകരം നമുക്ക് എന്ത് എഴുതാം? എക്സ് ക്യൂബ് എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ YC. ഇനി നമ്മൾ എങ്ങനെയാണ് YP കണ്ടുപിടിക്കുന്നത്? ഇവിടെ നോൺ ഹോമോജീനിയസ് ആയതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. ഇപ്പുറത്ത് കണ്ട് 2x റേസ് ടു 4 e റേസ് ടു x ആണ്. 0 അല്ലാത്തതുകൊണ്ട് ഇത് നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പോൾ നമ്മൾ YP കണ്ടുപിടിക്കാൻ നമ്മൾ മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് കണ്ടുപിടിക്കുന്നത്. അതായത് ഇവിടെ YCയുടെ കൂടെ ഉള്ളത് C1ൻ്റെ കൂടെ C2ൻ്റെ കൂടെയുള്ള രണ്ട് ഫംഗ്ഷൻസിനെ നമ്മൾ y1ഉം y2ഉമായിട്ട് എടുക്കും. അതിൻ്റെ റോൺസ്കിയൻ കണ്ടുപിടിക്കും. അതായത് റോൺസ്കിയൻ ഇവിടെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ റോൺസ്കിയൻ ആകുമ്പോൾ ഫസ്റ്റത്തെ ഫംഗ്ഷനും സെക്കൻഡ് ഫംഗ്ഷനും എഴുതിയിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിച്ചാൽ മതി. രണ്ട് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിച്ചാൽ മതി. എക്സ് ക്യൂബിൻ്റെ 3x², എക്സിൻ്റെ 1. ഡിറ്റർമിനൻ്റ് എങ്ങനെ കാണുക? എക്സ് ക്യൂബ് ഇൻറ്റു 1 എക്സ് ക്യൂബ് മൈനസ് 3x² ഇൻറ്റു എക്സ് 3x ക്യൂബ്. അതായത് -2 എക്സ് ക്യൂബ് ആണ് നമുക്ക് എന്ത് കിട്ടുക? റോൺസ്കിയൻ കിട്ടുക. മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ ഒന്ന് നോക്കണം. നമ്മൾ റോൺസ്കിയൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യുന്ന ഒരു കാര്യം, നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ വൈഡ്സ് ഡബിൾ ഡാഷിൻ്റെ കോഎഫിഷ്യൻറ്റിനെ 1 ആക്കണം. അതായത് ഇവിടെ x² ആയതുകൊണ്ട് ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ മൊത്തത്തിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? x² കൊണ്ട് ഡിവൈഡ് ചെയ്യണം. x² കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ x² പോവും, ഇവിടുത്തെ ഒരു x പോവും, പക്ഷേ ഒരു x താഴെ ഉണ്ടാവും. ഇവിടെ x² മൊത്തം താഴേക്ക് വരും ബൈ x² ചെയ്യുമ്പോൾ. ഇവിടുത്തെ x റേസ് ടു 4 നിന്നും 2x² പോയി x² 2x² റേസ് ടു x വരും. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി നമ്മൾ റോൺസ്കിയൻ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ u1 u2 എന്ന് പറഞ്ഞ രണ്ട് ആൾക്കാരെ കണ്ടുപിടിക്കും. അതിനുള്ള ഫോർമുലയാണിത്. u1 എന്ന് പറഞ്ഞാൽ -y2 g of x ബൈ റോൺസ്കിയൻ ഓഫ് y1 y2 dx. y2 എന്ന് പറഞ്ഞാൽ എന്താ? y2 നമ്മൾ എടുത്തിരിക്കുന്നത് x ആണ്. g of x എന്ന് പറഞ്ഞാൽ ഇതാണ്ടോ ഈ പുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എഴുതിയില്ലേ, അതിലെ ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ആളാണ് നമ്മുടെ g of x. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ y ഡബിൾ ഡാഷിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കിയിട്ട് വേണം ഈ g of x എഴുതാൻ. നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നേരിട്ട് ഇതാണല്ലോ g of x എന്ന് പറഞ്ഞ് എഴുതരുത്, തെറ്റും. ഇവിടെ y ഡബിൾ ഡാഷിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആക്കിയിട്ട് വേണം g of x എടുത്ത് എഴുതാൻ. ഓക്കെ, അപ്പോൾ g of x എഴുതുക. ബൈ റോൺസ്കിയൻ നമുക്ക് എന്താ കിട്ടിയത്? -2 എക്സ് ക്യൂബ്. അത് ഇട്ട് കൊടുക്കുക. ഇവിടെ ഈ ടൂവും വെട്ടിപ്പോവും, മൈനസും വെട്ടിപ്പോവും. x² ഇൻറ്റു എക്സ് ക്യൂബ് വരും. താഴെയും ഒരു എക്സ് ക്യൂബ് ഉണ്ട്. അപ്പോൾ അത് രണ്ടും വെട്ടിപ്പോവും. ബാക്കി ഇൻ്റഗ്രൽ e റേസ് ടു എക്സ് ആണ് വരിക. നമുക്ക് എന്ത് കിട്ടും? e റേസ് ടു എക്സ് കിട്ടും. u1ൻ്റെ വാല്യൂ കിട്ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കും? u2ൻ്റെ വാല്യൂ കണ്ടുപിടിക്കും. y1 g of x ബൈ റോൺസ്കിയൻ ഓഫ് y1 y2 ചെയ്യുമ്പോൾ y1ൻ്റെ വാല്യൂ എക്സ് ക്യൂബ് ആണ് നമ്മളിവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. g of xൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ബൈ റോൺസ്കിയൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. വെട്ടിപ്പോകാനുള്ളതൊക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ഒരു മൈനസും വരും, x² e റേസ് ടു എക്സും വരും. ഇത് x² e റേസ് ടു എക്സ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഈ x² കണ്ടാൽ തന്നെ പേടിക്കണം, കാരണം ഇവിടെ പ്രൊഡക്റ്റ് റൂൾ 2 തവണ ചെയ്യേണ്ടി വരും. അതായത് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. നമ്മുടെ പ്രൊഡക്റ്റ് റൂൾ നമ്മളിപ്പോൾ എഴുതി. അത് എഴുതി കഴിഞ്ഞാൽ ആദ്യത്തെ -x² e റേസ് ടു എക്സ് അങ്ങനെ തന്നെ എഴുതി. x² ഡെറിവേറ്റീവ് 2x ആണ്. e റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ e റേസ് ടു എക്സ് തന്നെ. ഇതിന് ഇവിടെ 2നെ പുറത്തേക്ക് എടുത്തിട്ട് ഇവിടെ e റേസ് ടു ഇല്ല ഒന്നുമില്ല, ഇവിടെ മൈനസ് ഉള്ളിലേക്ക് ഇട്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ ഇവിടെ നോക്കി 2നെ പുറത്തേക്ക് ഇട്ടിട്ട് ഇൻ്റഗ്രൽ x e റേസ് ടു എക്സ് എഗെയിൻ വരുമ്പോൾ ഇവിടെ നമ്മൾ ഒന്നും കൂടി പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്. ഈ x² വരുമ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. ഈ x e റേസ് ടു എക്സ് ഒന്നും കൂടി പ്രൊഡക്റ്റ് റൂൾ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. ഈ മൈനസ് ഉള്ളിലേക്ക് ഇടുമ്പോൾ -x² e റേസ് ടു എക്സ്, ഈ മൈനസ് ഇവിടെ പ്ലസ് ആവുന്നുണ്ട്. ഇത് പ്രൊഡക്റ്റ് റൂൾ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അത് ഇട്ടു. ഇനി ഇതൊന്ന് ഉള്ളിലേക്ക് ഇട്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ e റേസ് ടു എക്സ് ഇൻ്റഗ്രൽ e റേസ് ടു എക്സ് ആവും, അല്ല e റേസ് ടു എക്സ് തന്നെ ആവും. ഇവിടെ ഇൻ്റഗ്രൽ e റേസ് ടു എക്സ് e റേസ് ടു എക്സ് പിന്നെ ഒന്ന് ഇൻ്റഗ്രേറ്റ് എഗെയിൻ e റേസ് ടു എക്സ് വരും. ഒരു 2 ഇവിടെ പുറത്തുണ്ട്. ഈ 2 ഉള്ളിലേക്ക് ഇൻഡ്യൂ ചെയ്യുമ്പോൾ 2x e റേസ് ടു എക്സ് മൈനസ് 2 e റേസ് ടു എക്സ് എന്ന് വരും. ഇതാണ് u2 വരിക. YP എന്ന് പറഞ്ഞാൽ u1 y1 പ്ലസ് u2 y2 ആണ്. u1ഉം u2 നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചു. അതിൻ്റെ കൂടെ y1ഉം y2 കൂടി ഇവിടെ ഇൻഡ്യൂ ചെയ്യുക. അപ്പോൾ ഇൻഡ്യൂ ചെയ്ത് എഴുതുമ്പോൾ y1 എക്സ് ക്യൂബ് ആണ്, y2 എക്സ് ആണ്. എക്സ് ഉള്ളിലേക്ക് ഇട്ട് ഇൻഡ്യൂ ചെയ്യുക. ദെൻ എക്സ് ഉള്ളിലേക്ക് ഇട്ട് ചെയ്യുമ്പോൾ x² അങ്ങനെ വരും. നമുക്ക് ഇതാണ് നമ്മുടെ എന്ത് കിട്ടുക? YP കിട്ടുക. അപ്പോൾ നമുക്ക് YP കിട്ടി. YC ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സോ y എന്ന് പറഞ്ഞാൽ YC പ്ലസ് YP ആണ്. ദാറ്റ് ഇസ് y is equal to c1 x ക്യൂബ് പ്ലസ് c2 x ആണ് നമുക്ക് YC കിട്ടിയത്. പ്ലസ് ഇപ്പോൾ കണ്ടുപിടിച്ച YPയും കൂടി കൊണ്ട് എഴുതി വയ്ക്കുക. ഇതാണ് നമ്മുടെ ജനറൽ സൊല്യൂഷൻ y എന്ന് പറയുന്നത്. അപ്പോൾ കോഷി ഓയിലർ ഇക്വേഷൻ കാണുമ്പോൾ ശ്രദ്ധിക്കുക, അത് എപ്പോഴും ഈ ഫോർമാറ്റിലായിരിക്കും. y ഡബിൾ ഡാഷിൻ്റെ കൂടെ x²ഉം y ഡാഷിൻ്റെ കൂടെ x ആയിട്ടാണ് വരിക. അതിങ്ങനെ ചെയ്യും. ഇവിടെ 0 ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ 0 ആണെങ്കിൽ YPയെ കണ്ടുപിടിക്കേണ്ട, YC വരെ മാത്രം കണ്ടുപിടിച്ചാൽ
മതി, നമുക്ക് ഇവിടെ വെച്ചിട്ട് നിർത്താമായിരുന്നു. പക്ഷേ ഇത് നോൺ ഹോമോജീനിയസ് ആയതുകൊണ്ടാണ് നമുക്ക് എന്തും കൂടി കണ്ടുപിടിക്കേണ്ടി വന്നത് YP ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇത് മെത്തേഡ് ഓഫ് വാരിയേഷൻ ഓഫ് പാരാമീറ്റർ ഉപയോഗിച്ച് തന്നെ ചെയ്യണം. നിങ്ങൾ ആ ടേബിൾ ഉപയോഗിച്ച് ചെയ്യാൻ നിൽക്കരുത്, അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. ഈ രീതിയിൽ തന്നെ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സോൾവ് എഫ് ഓഫ് ടി ഈക്വൽ ടു 3t² മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് ടി, ടി ക്യാപിറ്റൽ ടി ആണ്, ഇ റേസ് ടു ടി മൈനസ് ടി ഡി ടി. 2 ടി വരുന്നുണ്ട് കേട്ടോ. ടി ആണോ എന്നറിയില്ല, ഒരു ടോ പോലെയൊക്കെ ഉണ്ടത്. എന്തായാലും ഞാൻ ക്യാപിറ്റൽ ടി ആയിട്ടാണ് എടുത്തത്. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എഫ് ഓഫ് ടി കണ്ടുപിടിക്കാനാണ്, അതായത് സോൾവ് ചെയ്ത് എഫ് ഓഫ് ടി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ആക്ച്വലി കുറച്ച് വേണേൽ ഹയർ ലെവലാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് നമുക്ക് കിട്ടിയെന്ന് വരുന്നില്ല. ഞാൻ തന്നെ കുറേ നേരം ആലോചിച്ചിട്ടാണ് ഇതിന് ഉത്തരം കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നോക്കുക, നമുക്ക് ഇത് എഫ് ഓഫ് ടി എന്താണെന്നുള്ളത് ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. പക്ഷേ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റഗ്രേഷനാണ് തന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു എഫ് ഓഫ് ടി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇവിടെ എഫ് ഓഫ് ടി ആണ്, ഇവിടെ എഫ് ഓഫ് ക്യാപിറ്റൽ ടി ആണ്. ഇതെന്താ ചെയ്യുക എന്നുള്ളത് നോക്കുമ്പോൾ പഠിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. ഈ സാധനം എന്ന് പറയുന്നത് ഇതുപോലൊരു എക്സ്പാൻഷൻ നമ്മൾ കൺവല്യൂഷൻ്റെ അവിടെ പഠിച്ചിട്ടുണ്ട്. അതായത് ചാപ്റ്റർ 4 ലാപ്ലേസിൽ നമ്മൾ കൺവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നമ്മൾ ഇങ്ങനത്തെ പ്രോബ്ലം ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അവിടെ ഇങ്ങനത്തെ ഒരു എക്സ്പാൻഷൻ പറയുന്നുണ്ട്. അതായത് എഫും ജിയും 2 ഫംഗ്ഷൻസ് ആണെങ്കിൽ അതിൻ്റെ കൺവല്യൂഷനാണ് എഫ് സ്റ്റാർ ജി എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 ടു ടി, നമ്മളിവിടെ ഓഫ് ടി ആണ്, എഫ് സ്റ്റാർ ജി ഓഫ് ടി ആണ് എടുക്കുന്നതെങ്കിൽ ഇൻ്റഗ്രൽ 0 ടു ടി എഫ് ഓഫ് യു ഇൻറ്റു ജി ഓഫ് ടി മൈനസ് യു ഡി യു. ഇവിടെ നമ്മളെവിടെ യു എടുക്കുന്നില്ല, പക്ഷേ ഇവിടെ വരുമ്പോൾ എഫ് ഓഫ് യു ജി ഓഫ് ടി മൈനസ് യു ഡി യു എന്ന് വരും. കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ടി എന്നുള്ള സംഭവം നമ്മൾ യുവിൻ്റെ സ്ഥാനത്തായിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിനെ നമുക്ക് എന്ത് പറയാം, എഫ് സ്റ്റാർ ഇവിടെ ഈ ഫംഗ്ഷൻ ജി ഓഫ് ടി മൈനസ് യുവിൻ്റെ അവിടെയാണ് എന്ത് കൊടുത്തിട്ടുള്ളത്, ഇ ഓഫ് ടി മൈനസ് ക്യാപിറ്റൽ ടി എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എഫ് ജി എന്ന് പറയുന്ന 2 ഫംഗ്ഷൻസ് ഇവിടെയുണ്ട്. എഫ് എന്ന് പറയുന്നത് എഫ് തന്നെ, ജി എന്ന് പറയുന്നത് എന്താണ്, ജി ഓഫ് ടി എന്ന് പറയുന്നത് എന്താ, ഇ റേസ് ടു ടി ആണ്. ജി ഓഫ് ടി മൈനസ് യു ആണ് ഇ റേസ് ടു ടി മൈനസ് ടി കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ജി ഓഫ് ടി നമുക്ക് എന്ത് പറയാം, ഇ ഓഫ് ടി ആയിട്ട് എടുക്കാം. ഈ 2 ഫംഗ്ഷൻസിൻ്റെ കൺവല്യൂഷൻ ആണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അതായത് ജി ഓഫ് ടി മൈനസ് ടോ എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു ടി മൈനസ് ടോ ആണ്. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് യു ആണ്, നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് യു ആണ്. ടിക്ക് യുവിന് പകരം ക്യാപിറ്റൽ ടി ആണെന്ന് മാത്രം. സോ നമുക്ക് ഈ സാധനത്തിനെ മാറ്റി എങ്ങനെ എഴുതാം എന്നുണ്ടാവും, എഫ് ഓഫ് സ്റ്റാർ ഓഫ് ജി ഓഫ് ടി എന്ന് പറയാൻ നമുക്കിത് ഇങ്ങനെ എഴുതാൻ പറ്റും. അതായത് ജി ഓഫ് ടി മൈനസ് ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റേസ് ടു ടി മൈനസ് ടോ, ഇതിനെ മാറ്റി എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ എഫ് ഓഫ് ടി എന്ത് വരും, എഫ് ഓഫ് ടി ഈക്വൾ 3t² മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് ഇതിനെ മൊത്തത്തിൽ മാറി നമ്മൾ എന്ത് എഴുതി, എഫ് സ്റ്റാർ ജി ഓഫ് ക്യാപിറ്റൽ ടി അല്ല കേട്ടോ, സ്മോൾ ടി ആണേ, സ്മോൾ ടി ഇങ്ങനെ വരും. ഇത് നമ്മൾ ഇങ്ങനെ എഴുതി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ഇവിടെ നമ്മൾ ചെയ്യുന്നത് കൺവല്യൂഷൻ നമ്മൾ പഠിച്ച ലാപ്ലേസിൻ്റെ ഭാഗത്താണ്. അതായത് നമ്മൾ 2 സൈഡിലും എന്തെടുക്കുക, ലാപ്ലേസ് എടുക്കുക. ലാപ്ലേസ് എടുക്കുമ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൾ ടു എൽ ഓഫ് 3t² മൈനസ് ഇ റേസ് ടു മൈനസ് ടി മൈനസ് എഫ് സ്റ്റാർ ഓഫ് ജി ഓഫ് ടി എന്ന് കിട്ടും. അപ്പോൾ അതിന് സെപ്പറേറ്റ് എൽ കൊടുക്കുമ്പോൾ 3 കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് എടുക്കാം. എൽ ഓഫ് ടി സ്ക്വയർ എന്ന് കിട്ടും. എൽ ഓഫ് ടി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2/s³ ആണ്. അതൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. 2/s³ ആണ്. എൽ ഓഫ് ടി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ, 3 ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു 4. എൽ ഓഫ് ടി റേസ് ടു 4 എന്താ, 4 ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു 5. ഇതൊക്കെ പഠിക്കാൻ കേട്ടോ. ഓക്കെ, ഇത് ഇങ്ങോട്ട് കൊടുക്കുക. മൈനസ് എൽ ഓഫ് ഇ റേസ് ടു മൈനസ് ടി എന്താണ്, 1/s മൈനസ് ഇ റേസ് ടു എ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/s മൈനസ് എ ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് -1 ആണ്. സോ 1/s മൈനസ് എ എന്ന് പറയുമ്പോൾ എസ് മൈനസ് -1 അഥവാ s+1 എന്ന് വരും ഇതിൻ്റെ ലാപ്ലേസ്. ഇവിടെ എൽ ഓഫ് എഫ് സ്റ്റാർ ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എൽ ഓഫ് എഫ് ഓഫ് ടി ആൻഡ് ഇൻറ്റു എൽ ഓഫ് ജി ഓഫ് ടി ആണ്. ഇത് കൺവല്യൂഷൻ അവിടെ ഈ പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുന്നുണ്ട്. 2 ഫംഗ്ഷൻ കൺവല്യൂഷൻ ഒരു ഫംഗ്ഷൻ്റെ കൺവല്യൂഷൻ്റെ ലാപ്ലേസ് എന്ന് പറഞ്ഞാൽ 2 ഫംഗ്ഷൻസിൻ്റെയും സെപ്പറേറ്റ് ലാപ്ലേസ് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു ചെയ്യാം. ഓക്കെ, ഇവിടെ 3 × 2 6/s³, ഇവിടെ 1/s+1, ഇവിടെ എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എൽ ഓഫ് ഇ റേസ് ടു ടി. ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇ റേസ് ടു ടി ആണ്. ആൻഡ് ഇ റേസ് ടു ടിയുടെ ലാപ്ലേസ് നമുക്ക് അറിയും ചെയ്യാം. ദെൻ ലെഫ്റ്റ് സൈഡിലെ എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് നമ്മൾ ഇപ്പോഴത്തെ ലെഫ്റ്റ് സൈഡിലെ എൽ ഓഫ് എഫ് ഓഫ് ടി ആണുള്ളത്. ബാക്കി റൈറ്റ് സൈഡിൽ ഇങ്ങനെയാണ് വരുന്നത്. അതിൽ ഇ റേസ് ടു ടിയുടെ ഇ റേസ് ടു ടിയുടെ ലാപ്ലേസ് ആണ് ഇവിടെ 1/s−1. ടി എന്ന് പറയുമ്പോൾ എ അവിടെ 1 ആണ്. 1/s−a എന്നുള്ളിടത്ത് 1/s−1 വരും. ഇനി നോക്കൂ, ഇവിടെ ഒരു എൽ ഓഫ് എഫ് ഓഫ് ടി ഉണ്ട്, ഇവിടെയും ഒരു എൽ ഓഫ് എഫ് ഓഫ് ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എഫ് ഓഫ് ടി ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടേമിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. അത് പ്ലസ് ആവും. എൽ ഓഫ് എഫ് ഓഫ് ടി പ്ലസ് എൽ ഓഫ് എഫ് ഓഫ് ടി ബൈ s−1 എന്ന് വരും. രണ്ടിൽ നിന്നും കോമൺ ആയിട്ട് എൽ ഓഫ് എഫ് ഓഫ് ടി പുറത്തേക്ക് എടുത്താൽ 1 + 1/s−1 എന്ന് വരും. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ s−1 + 1/s−1 എന്ന് വരും. -1 + 1 വെട്ടി പോകുമ്പോൾ s/s−1 എന്ന് വരും. റൈറ്റ് സൈഡിൽ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമ്മളിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 × s+1 -1 × s³ ബൈ s³ × s+1 എന്ന് വരും. 6s + 6 ഉള്ളിലേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ -s³. ദെൻ
ഇതങ്ങനെ തന്നെ റൈറ്റ് സൈഡിലും വരും. ദെൻ എൽ ഓഫ് എഫ് ഓഫ് ടിയുടെ വാല്യൂ ആണ് നമുക്ക് ഇങ്ങനെ എൽ ഓഫ് എഫ് ഓഫ് ടി ഇൻറ്റു എസ് ഇൻറ്റു എസ് മൈനസ് വൺ ഇങ്ങനെ കിട്ടി. നമുക്ക് എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് വേണ്ടത്. അപ്പോൾ ഇതിനെടുത്തിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എസ് മൈനസ് വൺ താഴെയുള്ളത് മുകളിലേക്ക് പോകും, എസ് താഴേക്കും പോകും. ഇതിൽ നിന്നും നമ്മൾ നേർക്ക് നേരിട്ട് ഇൻഡു ചെയ്തിടുക. ദെൻ എസ് ക്യൂബും എസും ചേർന്ന് എസ് റൈസ് ടു 4 ആവും. എൽ ഓഫ് എഫ് ഓഫ് ടിയുടെ വാല്യൂ ആണ് ഇത് വന്നിട്ടുള്ളത്. ഇതൊന്ന് ഓരോന്നിട്ട് ഇൻഡു ചെയ്യുക. 6s ഇൻറ്റു എസ് 6s സ്ക്വയർ, 6s ഇൻറ്റു മൈനസ് 1 മൈനസ് 6s, 6 ഇൻറ്റു എസ് 6s, 6 ഇൻറ്റു മൈനസ് 1 മൈനസ് 6 മൈനസ് എസ് ക്യൂബ് ഇൻറ്റു എസ് മൈനസ് എക്സ് റൈസ് ടു 4 മൈനസ് എസ് ക്യൂബ് ഇൻറ്റു മൈനസ് 1 പ്ലസ് എസ് ക്യൂബ് അങ്ങനെ എഴുതി. താഴെ നമ്മൾ അതുപോലെ തന്നെ എഴുതി. അപ്പോൾ ഇതിൽ ഈ 6s മൈനസ് 6s പ്ലസ് 6s ഒക്കെ വെട്ടിക്കളയാം. ബാക്കിയുള്ളതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. ബൈ എസ് റൈസ് ടു 4 ബൈ എസ് പ്ലസ് 1. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്? എൽ ഓഫ് എഫ് ഓഫ് ടി കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? എഫ് ഓഫ് ടി കണ്ടുപിടിക്കണം. എൽ ഓഫ് എഫ് ഓഫ് ടി ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ നിന്ന് എഫ് ഓഫ് ടി കണ്ടുപിടിക്കുമ്പോൾ ആ എൽ ഇങ്ങോട്ട് പോകുമ്പോൾ എൽ ഇൻവേഴ്സ് ആയിരിക്കും. ഈ അടുത്ത പണി എന്ന് പറയുന്നത് എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. വളരെ വളരെ ലെങ്തി ഉള്ള പ്രോബ്ലം ആണത്. അപ്പോൾ ഇതിൻ്റെ എൽ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, ഇൻവേഴ്സ് ലാപ്ലേസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഇട്ടിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്കിതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതണം. അപ്പോൾ നോക്കുക, അപ്പോൾ എപ്പോഴും ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ന്യൂമറേറ്ററിലേക്ക് നോക്കുക. എസ് റൈസ് ടു 4 എസ് പ്ലസ് 1 എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര ആൾക്കാരുണ്ട്? എസ് ഉണ്ട്, എസ് സ്ക്വയർ ഉണ്ട്, എസ് ക്യൂബ് ഉണ്ട്, എസ് റൈസ് ടു 4 4 ആൾക്കാരുണ്ട്. പിന്നെ എസ് പ്ലസ് 1 ഒന്ന് 5 ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കോൺസ്റ്റൻസ് എടുക്കണം? നമ്മൾ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ച് ഈ സാധനത്തിനെ ഒന്ന് മാറ്റി എഴുതും. അതായത് 6x സ്ക്വയർ മൈനസ് 6 മൈനസ് എസ് റൈസ് ടു 4 പ്ലസ് എസ് ക്യൂബ് ബൈ എസ് റൈസ് ടു 4 ഇൻറ്റു എസ് പ്ലസ് 1നെ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതും. എയുടെ അടിയിൽ ആരെ എഴുതും? എസ് പ്ലസ് ബിയുടെ അടിയിൽ എസ് സ്ക്വയർ പ്ലസ് സിയുടെ അടിയിൽ എസ് ക്യൂബ് പ്ലസ് ഡിയുടെ അടിയിൽ എസ് റൈസ് ടു 4 പ്ലസ് ഇയുടെ അടിയിൽ എസ് പ്ലസ് 1 ഇതിങ്ങനെ എഴുതും. then ഇവിടുത്തെ ന്യൂമറേറ്റർ ഇവിടെ എഴുതി. എയുടെ അടിയിൽ എസ് ഉണ്ട്, ഇല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണ്? ഒരു എസ് ഉണ്ട്, എസ് ക്യൂബ് വേണം, എസ് മൊത്തം എസ് റൈസ് ടു 4 വേണം. അപ്പോൾ ഒരു എസ് ഓൾറെഡി ഉണ്ട്, ഇല്ലാത്ത ആൾ എസ് ക്യൂബും പിന്നെ എസ് പ്ലസ് 1 ആണ്, അത് എഴുതുക. പ്ലസ് ബിയുടെ അടിയിൽ എസ് സ്ക്വയർ ഉണ്ട്, 2 എസും കൂടി അവിടെ വേണം. അപ്പോൾ ബിയുടെ കൂടെ എസ് സ്ക്വയർ ഇൻഡ്യൂ ചെയ്യുക, പിന്നെ ഒരു എസ് പ്ലസ് 1 കൂടി വേണം. പ്ലസ് സിയുടെ ഇടയിൽ എസ് ക്യൂബ് ഉണ്ട്, അപ്പോൾ ഒരു എസ് മതി, ഒരു എസും ഒരു എസ് പ്ലസ് 1 കൂടി വേണം. ഡിയുടെ ഇടയിൽ എസ് റൈസ് ടു 4 ഓൾറെഡി ഉണ്ട്, അപ്പോൾ എസ് ഇനി വേണ്ട, എസ് പ്ലസ് 1 ഡിയുടെ കൂടെ ഇൻഡ്യൂ ചെയ്യുക. ഇയുടെ കൂടെ എസ് പ്ലസ് 1 ഉണ്ട്, ബാക്കി നമുക്ക് എന്തുകൂടി വേണം? എസ് റൈസ് ടു 4 കൂടി വേണം. ഇതിങ്ങനെ എഴുതും. നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി നമ്മൾ ഇതിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കും? എ ബി സി ഡി ഇ ഒക്കെ എന്താണെന്ന് കണ്ടുപിടിക്കും. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഇവിടെ നോക്കും. എസിന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ ടേം ഒക്കെ 0 ആയിട്ട് പോകും. അതൊക്കെ 0 ആയിട്ട് പോകും. രണ്ട് സൈഡിലും എസിന് നമ്മൾ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. ഇവിടെ 0 കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് -6 എന്നാണ് വരിക, റൈറ്റ് സൈഡ് ഡി. അതായത് ഡിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? -6 എന്ന് കിട്ടി. ഇനി ഇവിടെ ഒരു എസിന് നമ്മൾ -1 കൊടുത്താൽ ഈ എസ് പ്ലസ് 1 വരുന്ന ടേംസ് എല്ലാം എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ എന്ത് കൊടുക്കുക? എസിന് -1 കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? ഇയുടെ വാല്യൂ -2 എന്ന് കിട്ടും. ദെൻ ഇത് നമുക്ക് എസിന് ഒരു വാല്യൂ കൊടുത്താലും ബാക്കിയുള്ള കോൺസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലുള്ള എസ് റൈസ് ടു 4ന്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ എസ് റൈസ് ടു 4ന്റെ കോഎഫിഷ്യന്റ് ലെഫ്റ്റ് സൈഡിൽ -1 ആണ്. ഇവിടെ നോക്കൂ, ഇവിടെ എ ഇൻറ്റു എസ് ക്യൂബ് ഇൻറ്റു എസ് ചെയ്ത് കഴിഞ്ഞാൽ എസ് ക്യൂബ് ഇൻറ്റു എസ്, എ ഇൻറ്റു എസ് ക്യൂബിൻ്റെ എസ് ചെയ്യുന്നത് എ എസ് റൈസ് ടു 4 വരില്ല. അതായത് എസ് റൈസ് ടു 4ന്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് ഒരു എ വരുന്നുണ്ട്. പിന്നെ ഇവിടെ എവിടെയെങ്കിലും വരും. ഇവിടെ ബി എസ് സ്ക്വയർ ഇൻറ്റു എസ്, എസ് ക്യൂബ് മാക്സിമം വരില്ല, അപ്പോൾ ഇത് വരില്ല. ഇവിടെയും എസ് ഇൻറ്റു എസ് സ്ക്വയറേ വരില്ല, ഇതും വരില്ല. ഡി ഇവിടെ എസ് ക്യൂബ് വരില്ല, എസ് റൈസ് ടു 4 വരില്ല. പിന്നെ ഇവിടെ ആരാളുള്ളത്? എസ് റൈസ് ടു 4ന്റെ കൂടെ ഇ ആണുള്ളത്. അപ്പോൾ എ പ്ലസ് ഇ ഈക്വൾ ടു -1. എയുടെ വാല്യൂ, ഇയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്തും കിട്ടും? എയുടെ വാല്യൂ 1 എന്ന് കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യും. എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ആരാണുള്ളത്? 1 ആണുള്ളത്. നോക്കുക, എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ 1 ആണുള്ളത്. റൈറ്റ് സൈഡിൽ അവിടെ നോക്കുക, എ ഇൻറ്റു എസ് ക്യൂബ് ഇൻറ്റു 1 വരുമ്പോൾ ഒരു എ ഇവിടെ വരുമല്ലോ എസ് ക്യൂബിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട്, അപ്പോൾ ഒരു എ വരും. ദെൻ ബി ഇൻറ്റു എസ് സ്ക്വയർ ഇൻറ്റു എസ് ക്യൂബ് വരുമ്പോൾ ബിയും വരും. പിന്നെ വേറെ എവിടെയെങ്കിലും എസ് ക്യൂബ് വരുന്നുണ്ടോ? വേറെ എവിടെയും വരുന്നില്ല. അപ്പോൾ എ പ്ലസ് ബി ഈക്വൾ ടു 1 വരും. എയുടെ വാല്യൂ ഓൾറെഡി നമുക്ക് 1 ആണെന്ന് അറിയാം. സോ ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ദെൻ രണ്ട് സൈഡിലുള്ള നമുക്ക് കഴിഞ്ഞിട്ടില്ല, ഇനിയും 1-2 കോഎഫിഷ്യൻ്റ് അല്ല ഒരെണ്ണം കൂടി കിട്ടാനുണ്ട്, സി കൂടി കിട്ടാനുണ്ട്. സോ രണ്ട് സൈഡിലുള്ള എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. ഇവിടെ എസ് സ്ക്വയറിൻ്റെ കൂടെ 6 ആണുള്ളത്. ഇവിടെ എസ് സ്ക്വയറിൻ്റെ കൂടെ ഇവിടെ എ ഇവിടെ വരില്ല, ഇവിടെ വരില്ല. ഇവിടെ നോക്കൂ, ബി എസ് സ്ക്വയർ ഇൻറ്റു 1, ബി എസ് സ്ക്വയർ വരില്ല, അപ്പോൾ ബി ഇവിടെ വരുന്നുണ്ട്. ദെൻ സി എസ് ഇൻറ്റു എസ് സ്ക്വയർ, സി എസ് സ്ക്വയർ, അപ്പോൾ സിയും എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ വരുന്നില്ല, ഇവിടെയും എസ് സ്ക്വയർ ഒന്നും വരുന്നില്ല. സോ സി ഇസ് ഈക്വൾ ടു ബി പ്ലസ് സി എന്ന് വരും. ബിയുടെ വാല്യൂ ഓൾറെഡി കിട്ടിയത് കൊടുക്കുക, സിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. സോ നമ്മൾ എല്ലാ കോൺസ്റ്റൻസിനെയും കണ്ടുപിടിച്ചു. അതായത് നമ്മൾ ഇതുണ്ടോ, ഈ സാധനത്തിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിനെ നമ്മൾ മാറ്റി എഴുതിയതാണിത്. ഇതിൽ എയും ബിയും സിയും ഡിയും ഇയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എയും ബിയും സിയും ഡിയും ഇയും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഈ വാല്യൂസ് അങ്ങോട്ട് നിരത്തി ഇട്ട് കൊടുക്കുക. എക്ക് ബിക്ക് സിക്ക് ഡിക്ക് ഇക്ക് എല്ലാം നിരത്തി ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി.
ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇവിടെ എളുപ്പമാണ്. 1/s-ൻ്റെ 1 ആണ്. 6 ഇൻറ്റു 1/s³ ടി സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ആണ്. 1/s4ൻ്റെ ഇൻവേഴ്സ് t³ ബൈ 3 ഫാക്ടോറിയൽ ആണ്. 1/s+1ൻ്റെ e⁻⁻. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അങ്ങോട്ട് എഴുതി വയ്ക്കുക. വെട്ടിക്കളയാനുള്ളതൊക്കെ വെട്ടിക്കളഞ്ഞ് ഫൈനൽ ആൻസർ നമുക്ക് ഇതാണ് f(t) ആയിട്ട് കിട്ടുക. ക്ലിയർ ആവുന്നുണ്ടോ? കുറച്ചധികം ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമ്മൾ ഇൻവേഴ്സ് എടുത്തു, ആദ്യം കൺവല്യൂഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു, അതിനുശേഷം നമ്മൾ ഇൻവേഴ്സ് എടുത്തു. ഇത്രയൊക്കെ മെത്തേഡ് ഓഫ് പാർഷ്യൽ ഫ്രാക്ഷൻ ഒക്കെ ഉപയോഗിച്ച് ഇത്രയധികം ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണിത്. ഓക്കെ, സെക്ഷൻ ബിയിലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്. എക്സ്പാൻഡ് f(x) = x². 0 ലെസ് x ലെസ് l ഇൻ കൊസൈൻ സീരീസ്. കൊസൈൻ സീരീസ് ആണ്. കൊസൈൻ സീരീസ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത് ഇതും കൂടി നോക്കുക. 0 to l ഹാഫ് റേഞ്ച് ആണ്. ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് എന്ന് പറയുമ്പോൾ ഹാഫ് റേഞ്ച് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ ആദ്യം എടുത്തെഴുതുക. f(x) = x² എന്നുള്ളതാണ് നമ്മുടെ ഫംഗ്ഷൻ. അത് എന്ത് ഫംഗ്ഷനാണ്? ഈവൺ ഫംഗ്ഷനാണ്. ഇവിടെ നമ്മൾ ഫൊറിയർ സീരീസ് കാണാത്തത് കൊണ്ട് ഈവൺ ആണോ ഓടാണോ നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും f(x) എന്ന് പറയുന്നത് ഈവൺ ഫംഗ്ഷനാണ്. ഇനി എന്താണ് കൊസൈൻ സീരീസ്? കൊസൈൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് bmൻ്റെ ആവശ്യമില്ല, കോസ് വരുന്ന ടേം മാത്രമേ ആവശ്യമുള്ളൂ. അതായത് കൊസൈൻ സീരീസ് എന്ന് പറയുന്നത് f(x) = a0/2 + summation m = 1 to infinity am cos m pi x/l ആണ്. ഓക്കെ, ഇവിടെ l ആയിട്ട് തന്നെയാണ് തന്നേക്കണം. നമുക്ക് വേറെ ലിമിറ്റ് ഒന്നും തന്നിട്ടില്ല. തന്നെ വല്ല നമ്പർ നമുക്ക് തരാറുണ്ട്. ഇവിടെ നമുക്ക് l എന്ന് തന്നെയാണ് എല്ലിന് പകരം തന്നിട്ടുള്ളത്. സോ നമ്മൾ അത് l ആയിട്ട് തന്നെ എടുക്കുക. വേറെ വാല്യൂസ് ഒന്നും അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? a0ഉം am കണ്ടുപിടിക്കണം. ഞാൻ ആദ്യം am ആണ് കണ്ടുപിടിച്ച് തുടങ്ങിയത്. amൻ്റെ ഫോർമുല എഴുതുക. 2/l ഇന്റഗ്രൽ 0 to l. നോക്കൂ, കൊസൈൻ സീരീസ് ആണ്, ഹാഫ് റേഞ്ച് ആണ്, മൈനസ് p to p ഒന്നും അല്ല എടുക്കേണ്ടത്. 2/l ഇന്റഗ്രൽ 0 to l. നമ്മൾ ഞാൻ സമയം കൊടുത്തിട്ടുണ്ട് ഇതിൽ, ഈ ടൈമിലുള്ള ആ വീഡിയോയിൽ പോയി നോക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊസൈൻ സീരീസിലെ am കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഈ ഫോർമുല f(x) എന്തിടണം? x² കണ്ടാൽ തന്നെ വിചാരിച്ച് നോക്കിക്കോളൂ, നിങ്ങൾക്ക് നല്ല പണിയുണ്ട്. കാരണം x² വന്നാൽ തന്നെ പ്രൊഡക്റ്റ് റൂൾ 2 തവണ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ഇത് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ f(x)ൻ്റെ അവിടെ x² എന്ന് എഴുതി. കോസ് m pi x/l. ഞാൻ പറഞ്ഞല്ലോ, എല്ലിന് നമുക്ക് വേറെ വാല്യൂ ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ എല്ലാം അങ്ങനെ തന്നെ ആയിട്ട് തന്നെ ഇടുക. ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുത്തിട്ട് പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. x² ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പോൾ ഇവിടെ പിന്നെയും പ്രൊഡക്റ്റ് റൂൾ വരും. അതാണ് ഞാൻ പറഞ്ഞത് x² വന്നാൽ 2 വട്ടം പ്രൊഡക്റ്റ് റൂൾ വരും എന്നുള്ളത്. സോ 2x ദെൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ കോസ് m pi x/l. നോക്കൂ, എന്താണ് കോസ് m pi x/lൻ്റെ ഇന്റഗ്രൽ? സൈൻ m pi x/l ബൈ m pi l. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? നമ്മൾ എക്സിൻ്റെ കൂടെയുള്ള ആളെ ഇതിൻ്റെ കൂടെ കൂടി ഡിവൈഡ് ചെയ്യും. മൈനസ് x²ൻ്റെ 2x ബാക്കി ഇത് വരും. ഇതിൻ്റെ കോസ് m pi x/lൻ്റെ സൈൻ m pi x/l ബൈ m pi l എന്ന് വരും. ദെൻ ഇവിടെ x² ഈ m pi ബൈ l തലതിരിഞ്ഞ് മുകളിലേക്ക് വരുമ്പോൾ l ബൈ m pi എന്ന് വരും. x² l ബൈ m pi സൈൻ m pi x/l. ഇവിടെ 2ഉം ഈ m pi ബൈ l കോൺസ്റ്റന്റ് ആണ്. l ബൈ m pi മുകളിലേക്ക് വരും. അത് നമ്മളിവിടെ പുറത്തിട്ട് ബാക്കി നമുക്ക് ഇന്റഗ്രൽ x സൈൻ m pi x/l എന്ന് വരും. ഇവിടെ നമ്മൾ വീണ്ടും എന്ത് ഉപയോഗിക്കണം? പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ എക്സും സെക്കൻഡ് ഫംഗ്ഷൻ സൈൻ m pi x/l എടുത്തിട്ട് ബാക്കിയെല്ലാം അതേപോലെ തന്നെ അങ്ങോട്ട് എഴുതുക. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ലിമിറ്റ് 0 to l. അപ്പോൾ ഇവിടെ ഈ പ്രൊഡക്റ്റ് റൂൾ ഈ സാധനങ്ങളൊക്കെ അതുപോലെ തന്നെ വരും. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ ഒന്നുകൂടി ഇവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഒന്നുകൂടി ഇൻറ്റഗ്രേറ്റ് സൈൻ m pi x/lൻ്റെ ഇൻറ്റഗ്രൽ എന്ത് വരും? മൈനസ് കോസ് m pi x/l ബൈ m pi l. സൈനിൻ്റെ ഇൻറ്റഗ്രൽ എടുക്കുമ്പോൾ മൈനസ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കണം. ഒരു മൈനസ് അങ്ങോട്ട് തെറ്റിയാൽ മൊത്തം ഉത്തരം തെറ്റും. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിച്ച് ഇവിടെയും നമുക്കൊരു മൈനസ് വരും. അവിടെ ആ മൈനസും ഈ മൈനസും കൂടി നമുക്ക് പ്ലസ് വെട്ടിക്കളയാം. ആൻഡ് l ബൈ m ഇവിടെയൊക്കെ m pi ബൈ എല്ലും അതിനടിയിൽ വരുന്നുണ്ട് കേട്ടോ. ആ l ബൈ m pi എല്ലാം മുകളിലേക്കും വന്നു. ഇവിടെ l ബൈ m pi എല്ലാം മുകളിലേക്ക് വന്നു. ഇവിടെ ഓൾറെഡി ഇനി ഇതുണ്ട്, ഈ 2l ബൈ m pi നമ്മുടെ പുറത്തുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് റൂൾ ചെയ്യുമ്പോൾ ഒരു ബ്രാക്കറ്റ് ഇട്ടുന്നില്ലേ. അപ്പോൾ ഈ 2l ബൈ m pi ഉള്ളിലേക്ക് ഇട്ട് ഇൻഡു ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നോക്കും, ഇവിടെ ഓൾറെഡി ഒരു m pi ബൈ l ഉണ്ട്, ഉള്ളിലേക്ക് ഇടാറായിട്ടില്ല കേട്ടോ. ഇവിടെ m pi ബൈ l ഓൾറെഡി ഉണ്ട്. പിന്നെ ഇതിന് നമ്മൾ ഒന്നും കൂടി ഇൻറ്റഗ്രേറ്റ്, ഇവിടെ മൈനസും പ്ലസ് ആവും. കോസ് m pi x/lനെ ഒന്നും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ m pi x/l ആവും. ആ m pi ബൈ l മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ 2 l ബൈ m pi വരും. l ബൈ m pi ഹോൾ സ്ക്വയർ വരുന്നുണ്ട്. ദെൻ 2l ബൈ m pi ഉള്ളിലേക്ക് ഇട്ട് ഇൻഡു ചെയ്യുമ്പോൾ ഇവിടെ 2x l 2 ഉണ്ട്, മൈനസും കൂടി ഇവിടെ പ്ലസ് ആവും. l ബൈ m pi ഹോൾ സ്ക്വയർ കോസ് m pi x/l വരും. ഇവിടെ ഉള്ളിലേക്ക് ഇടുമ്പോൾ ഇവിടെ മൈനസ് വരും. ഇവിടെ 2 ഓൾറെഡി ഉണ്ടെന്ന് പറഞ്ഞു വിടുമ്പോൾ മൊത്തം 3 ആയി. അപ്പോൾ l ബൈ m pi ഹോൾ ക്യൂബ് വരും. 2 ഉണ്ട്, സൈൻ m pi x/l വരും. അങ്ങനെ എല്ലാം ഇൻ്റഗ്രേഷൻ എല്ലാം കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. അതായത് ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് വരുന്നിടത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കുക? അപ്പർ ലിമിറ്റ് l കൊടുക്കുക. മൈനസ് എക്സ് വരുന്നിടത്തെല്ലാം ലോവർ ലിമിറ്റ് 0 കൊടുക്കുക. അപ്പോൾ എക്സ് നോക്കുക, എല്ലായിടത്തും ശ്രദ്ധിക്കുന്നുണ്ട്. x² വരുന്നിടത്ത് l² സൈൻ m pi എക്സിൻ്റെ വരുന്നിടത്ത് l ബൈ l. അപ്പോൾ ഇവിടെയൊക്കെ നോക്കി, ഇവിടേക്ക് ഈ എല്ലാം അങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് പോകും. ഇവിടേക്ക് ഇതിൻ്റെ എല്ലാം എക്സിന് l കൊടുക്കുമ്പോൾ ഈ വാല്യൂസ് എല്ലാം കട്ടായിട്ട് പോകും.
ബാക്കി ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ നോക്കൂ, ഇവിടെ 0 കൊടുക്കുമ്പോൾ ഇത് 0, ഇവിടെ 0 കൊടുക്കുമ്പോൾ ഇത് 0, സൈൻ 0 വരുമ്പോൾ ഇതും 0. അപ്പോൾ ലോവർ ലിമിറ്റ് മൊത്തം 0 ആണ്, അപ്പർ ലിമിറ്റ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളത് ഇങ്ങനെ ഒന്ന് നിരത്തി എഴുതുക. ഇനി സൈൻ എം പൈൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇത് 0 ആയിട്ട് പോകും, ഇത് മാത്രമേ 0 ആയിട്ട് പോകുള്ളൂ. ഇവിടെ ഇവിടെ ഉണ്ട്, ഇവിടെ എം പൈ വരുമ്പോൾ ഇതും 0 ആയിട്ട് പോകും. ഈ ടേം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. 2/L × 2L³ cos എം പൈ. ഇവിടെ കോസ് എം പൈൻ്റെ വാല്യൂ എന്തായിരുന്നു? -1/m. ഇവിടെ ഈ 2 × 2 4 വരും. ഇവിടുത്തെ ഒരെല്ലും കൂടി വെട്ടിപ്പോകും. അപ്പോൾ ബാക്കി L² -1/m വരും. ഇതാണ് എന്ത് കിട്ടുന്നത്? AM കിട്ടുന്നത്. ഇനിയാണ് ഞാൻ A0 കണ്ടുപിടിച്ചത്. ശരിക്കും A0 കണ്ടുപിടിച്ചിട്ട് മതി AM കണ്ടുപിടിക്കില്ല കേട്ടോ, കാരണം ഇത് ഭയങ്കര എളുപ്പമാണല്ലോ. ഞാൻ അറിയാണ്ട് ആദ്യം പോയിട്ട് അത് ചെയ്തതാണ്. അപ്പോൾ A0ൻ്റെ ഫോർമുല എഴുതി വെക്കുക. f(x) എന്തായിരുന്നു? x² ആണ്. അവിടെ നമുക്ക് പ്രോഡക്റ്റുകളൊന്നും ആവശ്യമില്ല. x² ഇൻ്റഗ്രൽ x³/3 ആണ്. അപ്പർ ലിമിറ്റ് L കൊടുക്കുക. എക്സിന് L കൊടുക്കുമ്പോൾ L³/3 വരും. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോകും. ഒരു L വെട്ടി കളയുമ്പോൾ ബാക്കി നമുക്ക് 2L²/3 ആണ് വരിക. ഇത് നമ്മൾ ആദ്യം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു f(x), നമ്മുടെ കൊസൈൻ സീരീസ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ L0നും AM-നും നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുക. 2L²/3 / A0/2 ഉണ്ടല്ലോ. അപ്പോൾ ഈ 2 × 3 6 വരും. ഇവിടെ നമ്മുടെ ഇത്രയും നമ്മുടെ എന്താണ്? AM ആണ്. പിന്നെ ഒരു cos m pi x/L കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. ദെൻ എമ്മിന് നമ്മൾ ആദ്യം 1 കൊടുക്കുക. ഇതുവരെ എഴുതിയാൽ നിങ്ങൾക്ക് ഓക്കെ ആണ് കേട്ടോ. ഇതുവരെ എഴുതി നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യണമെന്നില്ല, കൊസൈൻ സീരീസ് എക്സ്പാൻഡ് ചെയ്യണമെന്നില്ല, ഇതുവരെ എഴുതിയാലും മതി. ദെൻ ഇവിടെ 2/6 L/3 ആകുന്നുണ്ട്. ഇവിടെ ആദ്യം ഈ സാധനത്തിന് മൊത്തം നമ്മൾ ഈ സമ്മേഷൻ എക്സ്പാൻഡ് ചെയ്യുക. ആദ്യം ഇതിൽ മൊത്തം m വരുന്നിടത്തെല്ലാം 1 കൊടുക്കുക, പ്ലസ് m വരുന്നിടത്തെല്ലാം 2 കൊടുക്കുക, പ്ലസ് m വരുന്നിടത്തെല്ലാം 3 കൊടുക്കുക, പ്ലസ് എക്സെട്ര എന്നിട്ട് ഇട്ട് വയ്ക്കുക. ഇത് എഴുതിയാലും കുഴപ്പമില്ല, ഇതുവരെ എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കൊസൈൻ സീരീസ് വരിക. ശ്രദ്ധിക്കുക, ഒന്നും അറിയില്ലെങ്കിൽ ഫോർമുലെങ്കിലും എഴുതി വെക്കണം. ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയുന്നത് വരെ എഴുതി വെക്കണം. അതിനുള്ള മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നൗ ലെറ്റ്സ് കം ടു ദ ലാസ്റ്റ് സെക്ഷൻ C. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇത് ചെയ്യണം. സെക്ഷൻ C കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളത് വല്ലതും നോക്കാം. കാരണം എസ് ഇങ്ങോട്ട് കൈ കിട്ടിക്കഴിഞ്ഞാൽ പാസ്സാവും. 10 മാർക്ക് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മാർക്ക് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഫുൾ ഇന്റേണൽ ഒരാൾക്ക് 12 മാർക്ക് മതി പാസ്സാവാൻ. ഓക്കെ, അപ്പോൾ എസ് ആദ്യം ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, എപ്പോഴും ചോദിച്ച് കാണാറുള്ള ഒരു എസ് ആണ് സോൾവ് ദ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് നമുക്ക് യൂസിങ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് ഈ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യാം. നമ്മുടെ ചാപ്റ്റർ 4 പാർട്ട് 3 ലാസ്റ്റ് ഭാഗത്ത് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഏരിയയാണ്. അപ്പോൾ ഇത് എളുപ്പമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഉപയോഗിച്ച് സോൾവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മൊത്തത്തിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം അങ്ങോട്ട് കൊടുക്കുക. L(y) പ്ലസ് 4 × L(y) പ്ലസ് 6 × L(y) = L(1) പ്ലസ് L(e) മൊത്തത്തിൽ എന്ത് കൊടുക്കുക? ലാപ്ലേസ് അങ്ങോട്ട് കൊടുക്കുക. ഇനി ഈ L(y) എന്താണ്? L(y) ഇതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. L(y) എന്ന് പറഞ്ഞാൽ L(y) എന്ന് പറഞ്ഞാൽ S² L(y) മൈനസ് SY(0) മൈനസ് y'(0) ആണ്. നിങ്ങൾ ബൈ ഹാർട്ട് ഇത് വെക്കുന്നു വേണം. ദെൻ 4 × L(y) എന്ന് പറഞ്ഞാൽ S L(y) മൈനസ് y(0) ആണ്. പ്ലസ് 6 L(y) = L(1) എന്താണ്? 1/s ആണ്. e⁻t ലാപ്ലേസ് എന്താണ്? 1/s+1. e⁻AT 1/s-a ആണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് -1 ആണ്, അതാണ് s-1 s+1 ആയതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ വരും. ഇനി ഈ y(0)യും y'(0) ഒക്കെ നമുക്ക് 0 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ y(0) y'(0) വരുന്നിടത്തൊക്കെ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അതൊക്കെ 0 കൊടുത്തു കഴിയുമ്പോൾ ബാക്കിയുള്ള ടേംസിൽ നിന്നും L(y)നെ കോമൺ ആയി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ S² പ്ലസ് 4s ഇവിടുന്ന് 6 എന്ന് വരും = 1/s പ്ലസ് 1/s+1 എന്ന് വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ s+1 പ്ലസ് s/s × s+1 എന്ന് വരും. ഇവിടെ 2s+1/s × s+1 വരും റൈറ്റ് സൈഡിൽ. ഇവിടെ L(y)നെ നമ്മൾ പുറത്തേക്ക് എടുത്തു. ദെൻ L(y)നെ ഇവിടെ നിർത്തി ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ 2s+1ൻ്റെ അടിയിലായിട്ട് ഇത് ഇങ്ങനെ വരും. സോ വാട്ട് ഈസ് y? L(1) ഓഫ് ദിസ്. സോ ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് y-ൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്കുള്ള പണി എന്ന് പറയുന്നത് ഈ L(1) കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? L(1) കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ ഇതിന് നമ്മൾ എന്ത് ചെയ്യണു? മാറ്റി എഴുതണം. അതായത് 2s+1/s × s+1 × s² പ്ലസ് 4s പ്ലസ് 6. ഇത് എന്ത് ഇലക്ട്രിക് ബ്ലറാണ്? 2s+1 നിങ്ങൾ വീഡിയോ എടുത്ത് ഇപ്പോൾ ഫോൺ വരെ കേടുവന്നു. ഓക്കെ, നിങ്ങൾക്ക് ഗുണമുണ്ടായാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ നിർത്തി 2s+1/s × s+1 × s² പ്ലസ് 4s പ്ലസ് 6നെ നമ്മൾ ഓരോന്നിൻ്റെ അടിയിലേക്കായിട്ട് എഴുതുക. അറിയാലോ, ഈ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ s ഉണ്ട്, s+1 ഉണ്ട്. ഈ സംഭവം നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പോൾ എയുടെ അടിയിൽ നമ്മൾ s എഴുതുക, ബിയുടെ അടിയിൽ s+1 എഴുതുക. ഇതിന് നമ്മൾ എന്തിൻ്റെ അടിയിൽ എഴുതണം? CS+d. അതായത് എയും ബിയും ഓൾറെഡി എടുത്തുകൊണ്ടാണ് പിന്നെ നമ്മൾ 2 കോൺസ്റ്റൻസ് CS+d എഴുതണം. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസിൻ്റെ അവിടെ ചെയ്തിട്ടുള്ളതാണ്. അവിടെ ഇതുപോലത്തെ ഒരു പ്രോബ്ലം. അപ്പോൾ ഇതിനെ നമ്മൾ മൊത്തത്തിൽ ഇതിൻ്റെ അടിയിലേക്ക് ഇങ്ങോട്ട് എഴുതി.
ഇനി ഇവിടെ ന്യൂമറേറ്റർ ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഇവിടെ എയുടെ അടിയിൽ എസ് ആണുള്ളത്. ഇല്ലാത്ത ആൾക്കാരെ അതൊക്കെ S+1 S² + 4S+6 അത് അതിൻ്റെ കൂടെ ഇൻഡ്യൂ ചെയ്യുക. പ്ലസ് ബിയുടെ അടിയിൽ S+1 ഉണ്ട്, അപ്പോൾ അത് വേണ്ട. ബാക്കിയുള്ള 2 ആൾക്കാർ അതിൻ്റെ കൂടെ ഇൻഡ്യൂ ചെയ്യുക. CS+Vയുടെ കൂടെ എന്ത് CS+V തന്നെ മുഴുവനായിട്ട് എടുക്കണേ. ഇൻറ്റു S+1 കൂടി ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ S+1 ഇവിടെ വരുന്നതുകൊണ്ട് എസിന് ഒരു -1 കൊടുത്തു കഴിഞ്ഞാൽ ആ ടേംസ് ഒക്കെ 0 ആയി പോകും. രണ്ട് സൈഡിലും എസിന് എന്ത് കൊടുക്കുക? -1 കൊടുക്കുക. അപ്പോൾ -1 കൊടുക്കുമ്പോൾ ബാക്കി ടേംസ് എല്ലാം 0 ആയി പോയിട്ട് നമുക്കത് ഈ ഒരു ടേം മാത്രം ഉണ്ടാവും. അതിൽ എസിന് -1 കൊടുക്കുമ്പോൾ -3b എന്ന് വരും റൈറ്റ് സൈഡ്. ലെഫ്റ്റ് സൈഡിൽ -1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ബിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1/3 എന്ന് കിട്ടും. ദെൻ ഇവിടെ ഒരു എസ് വരുന്നതുകൊണ്ട് എസിന് നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. എസിന് 0 രണ്ട് സൈഡിലും കൊടുക്കുമ്പോൾ ഈ സൈഡിൽ 1 എന്ന് വരും, ഇപ്പുറത്തെ സൈഡിൽ 6a എന്ന് വരും. സോ എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1/6 എന്ന് കിട്ടും. ദെൻ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഇനിയും രണ്ട് കോൺസ്റ്റൻസ് കൂടി കിട്ടാനുണ്ട്. അപ്പോൾ ഇതിലെ രണ്ട് സൈഡിലും S³ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുക. കാരണം ഇവിടെ ഏറ്റവും വലുത് വരുന്നത് S³ ആണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ S³ ഇല്ല, അപ്പോൾ അവിടുത്തെ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് 0 ആണ്. ഇവിടെ നോക്കി, ഇവിടെ എവിടെയൊക്കെ S³ വരും നോക്കുക. ഇവിടെ കണ്ട A × S × S² ചെയ്യുമ്പോൾ എന്തായാലും ഒരു S³ വരും. അപ്പോൾ A ഇവിടെ S³ അവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ B S × S² വരുമ്പോൾ ഇവിടെയും ഒരു BS³ വരും, അപ്പോൾ ബിയും വരുന്നുണ്ട്. ദെൻ C S × S വരുമ്പോൾ CS³ ഇവിടെയും വരുന്നുണ്ട്, അപ്പോൾ ഒരു സിയും വരുന്നുണ്ട്. A + B + C = 0 എന്ന് കിട്ടും. എക്കും ബിക്കും വാല്യൂ കൊടുക്കുക. സിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? സിയുടെ വാല്യൂ -1/2 എന്ന് കിട്ടും. കഴിഞ്ഞോ? ഇല്ല, കഴിഞ്ഞിട്ടില്ല. എയും ബിയും സിയും ആയിട്ടുള്ള ഡി കൂടി വേണം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലുള്ള എസിൻ്റെ കോഎഫിഷ്യൻസിനെ ഇക്വേറ്റ് ചെയ്യും. നമുക്ക് ഡി കൂടിയാണ് വേണ്ടത്. അപ്പോൾ എസിൻ്റെ കോഎഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 2 ആണുള്ളത്. റൈറ്റ് സൈഡിൽ ഇവിടെ A × S × 6 ചെയ്യുമ്പോൾ ഇവിടെ ഒരു 6a വരുന്നുണ്ട് കണ്ടോ. A × S നമ്മൾ ഉള്ളിക്കിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴേ എസിൻ്റെ ടേംസ് അല്ലേ വരുന്നത്. S × 6 6SA എന്ന് വരും. അതായത് എസിൻ്റെ കൂടെ ഉള്ളത് 4a അതിൽ 6a ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ ഉണ്ട് A × 1 × 4s ചെയ്യുമ്പോൾ നമുക്ക് A × 1 × 4 ഇത് ഉള്ളിക്കിട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എസിൻ്റെ കൂടെ ഒരു 4a കൂടി വരുന്നുണ്ട്. ആ 4a ആണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ രണ്ടിടത്ത് നമുക്ക് എസിൻ്റെ കോഎഫിഷ്യൻസ് വരുന്നുണ്ട്. ഇവിടെ എസിൻ്റെ കോഎഫിഷ്യൻസ് വരുന്നുണ്ടോ? B × S × 6 ചെയ്യുമ്പോൾ 6bs വരും. അതായത് എസിൻ്റെ കൂടെ വരുന്നത് 6b ആണ്. ദെൻ ഡിയുടെ അവിടെ ചെല്ലുമ്പോൾ CSൻ്റെ കൂടെ എന്തിട്ടാലും ഒക്കെ S² വരും, അപ്പോൾ അത് വരില്ല. D × S × 1 D എസിൻ്റെ കൂടെ വരുന്നുണ്ട്, അതായത് ജസ്റ്റ് D. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്കിത് കിട്ടും. ഞാനത് എക്സ്പാൻഡ് ചെയ്യാണ്ട് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരുന്നേ ഉള്ളൂ. സോ ആ വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. സോ എയുടെ ബിയുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം. സോ ഡിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? -5/3 കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ കണ്ടുപിടിച്ച എയും ബിയും സിയും ഡിയും എല്ലാം ഇതിലെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം, ഇവിടെ പ്രശ്നമില്ല, ഇവിടെ പ്രശ്നം. ഇതിൻ്റെയൊക്കെ ഇൻവേഴ്സ് ലാപ്ലേസ് നമുക്കറിയാം. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതണം. അതായത് ഇതിനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ വാല്യൂസ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. ഇതെങ്ങനെ നമ്മൾ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ S² + 4s + 6നെ ആദ്യം നമ്മൾ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. -1/2 എസിൻ്റെ അടിയിലേക്കും ദെൻ -5/3യുടെ കൂടെ ആകുമ്പോഴേക്കും ഈ S² + 4s + 6 എഴുതുന്നുണ്ട്. അതിനുശേഷം S² + 4s + 6നെ നമ്മൾ മാറ്റിയിട്ട്, ഇവിടെ ഒന്നും മാറ്റില്ല കേട്ടോ, ഇതിനെ നമ്മൾ മാറ്റിയിട്ട് 4 + 2 എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. 4s + 2 എന്ന് എഴുതാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ S² + 4s + 4 എന്ന് പറയുന്നത് S+2² ആണ്. S+2² ആണ്. അതായത് S² + 4s + 4നെ നമുക്ക് S+2² എന്ന് പറഞ്ഞാൽ എന്താ? S² + 2 × 2 × S ദാറ്റ് ഈസ് 4s + 2² 4 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഇതിന് നമ്മൾ മാറ്റി S+2² എന്ന് എഴുതും. 2നെ നമ്മൾ എന്ത് എഴുതും? √2² എന്ന് എഴുതും. അപ്പോൾ നമ്മൾ അതിനെ അങ്ങോട്ട് മാറ്റി രണ്ട് സ്ഥലത്തും വരുന്നിടത്ത് മൊത്തം നമ്മൾ അങ്ങനെയായിട്ട് എഴുതി. ദെൻ അതിനുശേഷം ഇവിടെ S+2 ആണ്, മുകളിൽ S ആണ്. ഇവിടെയും S+2 മുകളിലും S+2 ആണ്. നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്. ഇവിടെ ഒരു +2 വരണമെങ്കിൽ കൂടെ എന്ത് വേണം? ഒരു -2 കൂടി വരണം. അപ്പോൾ ഞാൻ +2 -2 എന്ന് എഴുതി. വാല്യൂവിന് വ്യത്യാസം വരുന്നില്ലല്ലോ. ഇവിടെ വേറെ വ്യത്യാസമില്ല, ഇങ്ങനെ എഴുതി. ദെൻ അതിനുശേഷം ഇവിടെ 1/2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ S+2 -2നെ നമ്മൾ S+2 ഇത് -2 ഇത് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതി. -5/3 ഉണ്ട്, ഇതും എങ്ങനെ എഴുതി. ഇവിടെ ഒന്നും വ്യത്യാസം വരുന്നില്ല കേട്ടോ. ദെൻ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ L(f(t) കണ്ടുപിടിക്കണമെങ്കിൽ L(f(t) ആണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളത്. f(t) കിട്ടണമെങ്കിൽ L−1 ഇതിൻ്റെ എല്ലാം എന്ത് കണ്ടുപിടിക്കണം? L−1 കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. 1/6 പുറത്തേക്ക് എടുക്കാം. 1/sൻ്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. 1/sൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് 1 ആണ്. അപ്പോൾ 1/x × 1 1/x വരും. ഇവിടെ L−1 1/s + 1 എന്താണ്? e⁻t ആണ്, അറിയാലോ. 1/3 e⁻t എഴുതി. ഇവിടെ
എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എ ടി ആണ്. ഇവിടെ എസിൻ്റെ സ്ഥാനത്ത് എസ് പ്ലസ് ടു ആണ്. നമ്മുടെ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ഓർമ്മയുണ്ടല്ലോ. എസിൻ്റെ സ്ഥാനത്ത് എസ് പ്ലസ് ടു വന്നു കഴിഞ്ഞാൽ നമ്മൾ e⁻² അങ്ങോട്ട് ഇൻറ്റു ചെയ്യുക. ബാക്കി എന്ത് എഴുതുക? എ ഇവിടെ √2 ആണ്, അപ്പോൾ കോസ് √2t എന്ന് എഴുതുക കേട്ടോ. ഇത് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കും, നമ്മൾ ചെയ്തിട്ടുള്ള അങ്ങനത്തെ കുറേ ക്വസ്റ്റൻസ്. അത് അങ്ങനെ എഴുതുക. പ്ലസ് ഇവിടെയും നമ്മൾ എന്ത് എഴുതും? എയുടെ സ്ഥാനത്ത് √2 ആണുള്ളത്, ആൻഡ് എസിൻ്റെ സ്ഥാനത്ത് എസ് പ്ലസ് ടു ആണ്. അപ്പോൾ ഒരു e⁻²t ഇൻറ്റു ചെയ്യണം. ദെൻ സൈൻ √2/√2 എഴുതണം. സൈൻ √2t/√2. ഇവിടെ കോസിൻ്റെ ഭാഗത്ത് അങ്ങനെ ആവശ്യമില്ല. സൈനിൽ നമ്മൾ സൈൻ a/a എന്ന് എഴുതാറുണ്ട്. അപ്പോൾ അതങ്ങനെ എഴുതുക. -5/3 e⁻²t ഇവിടെ ഉണ്ടോ? ഈ ഒരു ഭാഗത്ത് എന്ത് വരും? എസിന് പകരം എസ് പ്ലസ് ടു ഉള്ളതുകൊണ്ടാണ് e⁻²t ഇൻറ്റു ചെയ്യണത്. ദെൻ സൈൻ √2t/√2. ഇത് സൈനിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമാറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻവേഴ്സ് ഇങ്ങനെ എഴുതി. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന വാല്യൂവിനെ ഒന്നും കൂടി വൃത്തിയിൽ മെനക്കി എഴുതുന്നതാണ്. ഇതിൽ സൈൻ √2t/√2 e⁻²t കോമൺ ആയിട്ട് വരുന്നുണ്ട്. അത് നമ്മൾ പുറത്തേക്ക് എടുത്തപ്പോൾ 1 - 5/3 -2/3 എന്ന് വന്നു. then അതിനുശേഷം ഇവിടെ √2ഉം ഇവിടെ -2ഉം മുകളിലും ഉണ്ട്. അപ്പോൾ -2നെ നമുക്ക് √2 × √2 എന്ന് എഴുതാമല്ലോ. അപ്പോൾ ഒരു √2ഉം താഴെയുള്ള √2ഉം കട്ടായിട്ട് പോവും. ബാക്കിയെല്ലാം നമ്മൾ അങ്ങനെ വൃത്തിയിൽ എഴുതും. അപ്പോൾ മുകളിൽ ഒരു √2 വരും. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുക. ലെങ്തി ആണ്, പക്ഷേ ഇത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ അറിയുന്നത് വരെ എന്തായാലും ഫൈനൽ ആൻസർ കിട്ടില്ല എന്നുള്ളതല്ല, മാക്സിമം നമുക്ക് എത്രത്തോളം സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുന്നോ അല്ലെങ്കിൽ അത്രയും വരെ എഴുതി വയ്ക്കാം. ഓക്കെ, സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫോറിയർ സീരീസിന് എസ് നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ വർഷം, അതിന് മുന്നത്തെ വർഷം ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം നമുക്കത് എക്സ്പെക്ട് ചെയ്യാം. ഇത് വലിയ കുഴപ്പമില്ലാത്ത ഫോറിയർ സീരീസ് ആണ്, ഒരുപാട് കൺഫ്യൂസിംഗ് ഒന്നും അല്ല. പക്ഷേ x² ആണ് കണ്ടോ. ഫോറിയർ സീരീസ് ഓഫ് f(x) = 0 x². സ്പ്ലിറ്റഡ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. x² ആണ് തന്നിട്ടുള്ളത്. x² എന്ന് പറയുമ്പോൾ എന്തായാലും എപ്പോഴും x² കണ്ടാൽ ഓർക്കുക 2 തവണ പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത്. -π to π ഹാഫ് റേഞ്ച് അല്ല. നിങ്ങൾ എപ്പോഴും ഫോറിയർ സീരീസ് വരുമ്പോൾ എസ് ആണെങ്കിലും എന്താണെങ്കിലും റേഞ്ച് നോക്കണം. ഇത് 0 to π ആണെങ്കിലും നമ്മുടെ ഫോർമുലയിലൊക്കെ മാറ്റം വരുന്നുണ്ട്. f(x)ൻ്റെ ഫോർമുലയിലൊക്കെ മാറ്റം വരുന്നുണ്ട്. ഇത് പക്ഷേ ഫുൾ റേഞ്ച് ആണ്, -π to π തന്നെയാണ്. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, ഫോറിയർ സീരീസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ആദ്യം തന്നിട്ടുള്ള ഫംഗ്ഷൻ ഈവൺ ആണോ ഓഡ് ആണോ എന്ന് നോക്കണമെന്ന്. x² ഒരു ഈവൺ ഫംഗ്ഷൻ ആണ്, പക്ഷേ ഇവിടെ ഇങ്ങനെ സ്പ്ലിറ്റഡ് ആയിട്ട് തന്നിട്ടുള്ള ഈ f(x) ഈവൺ ആണോ ഓഡ് ആണോ നമ്മൾ എന്ത് ചെയ്യണം? f(-x) കണ്ടുപിടിച്ചാലേ നമുക്കത് പറയാൻ പറ്റൂ. എക്സിൻ്റെ സ്ഥാനത്ത് ഈ ഫംഗ്ഷനിൽ എല്ലായിടത്തും നമ്മൾ എന്ത് കൊടുക്കുക? -x കൊടുക്കുക. ഇതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഇവിടെ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. എക്സിൻ്റെ അവിടെ -x കൊടുക്കും, -x² വരും. ഇവിടെ എന്ത് വരും? -x കൊടുക്കുക. ഈ മൈനസ് ഇങ്ങടും പോവും, ഈ മൈനസ് ഇങ്ങടും പോവും. നമ്മൾ എക്സിനെ മാത്രമായിട്ടാണ് എഴുതുക. ഈ മൈനസ് ഇങ്ങോട്ട് പോകും, മൈനസ് കട്ടായി പൈ ആവും. ഇത് ഇങ്ങോട്ട് പോകും, -0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അപ്പോൾ ഈ ലെസ് ദാൻ എന്താവും? ഗ്രേറ്റർ ദാൻ ആയിട്ട് മാറും. ഇവിടെ -0 വരുമ്പോൾ 0 തന്നെയാണ്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x. ഈ മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ -π എന്ന് വരും. നോക്കൂ, f(x)ഉം f(-x)ഉം ഈക്വൽ ആണോ നോക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ f(x)ൽ -π ലെസ് ദാൻ x ലെസ് ദാൻ 0യിൽ എന്താ വാല്യൂ വരുന്നത്? 0 ആണ് വരുന്നത്. ഇവിടെ -π ലെസ് ദാൻ x ലെസ് ദാൻ 0, ഇതാണ് കേട്ടോ വാല്യൂ. ലെസ് ദാൻ നോക്കുമ്പോൾ ഇതാണ് നമ്മൾ. അതിന് വാല്യൂ വന്നിരിക്കുന്നത് 0 ആണോ? അല്ല, വന്നിരിക്കുന്നത് x² ആണ്. അതായത് f(x)ഉം f(-x)ഉം ഈക്വൽ അല്ല. അതിനർത്ഥം ഇത് ഈവൺ ഫംഗ്ഷനും അല്ല, ഓഡ് ഫംഗ്ഷനും അല്ല. ഈക്വലും അല്ല, മൈനസും അല്ല വന്നേക്കുന്നത്. സോ ഇത് ഈവൺ ഫംഗ്ഷനും അല്ല, ഓഡ് ഫംഗ്ഷനും അല്ല. അതുകൊണ്ട് a0 a(m) b(m) ഒന്നും ക്യാൻസൽ ആയി പോകും, 0 ആയി പോകുന്നില്ല. എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം. a0ൻ്റെ ഫോർമുല എഴുതുക 1/p കേട്ടോ. 2/p ഒന്നും അല്ല, ഈവൺ ഓടും അല്ലാത്തതുകൊണ്ട് ഫുൾ ഫോർമുല തന്നെ എഴുതണം. 1/p -p to p f(x) p എന്തായിരുന്നു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇത് -π to π എന്ന് പറഞ്ഞാൽ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് π ആണ്. ഫോർമുല എഴുതി വയ്ക്കുക, എപ്പോഴും ഫോർമുല എഴുതി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതിനുള്ള മാർക്കെങ്കിലും കിട്ടും. 1/π -π to π f(x) നമ്മുടെ ഇൻ്റഗ്രൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. -π to 0 ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്, 0 to π ഫംഗ്ഷൻ്റെ വാല്യൂ x² ആണ്. അപ്പോൾ ഇത് 0 ആയിട്ട് പോകും, ഇത് x² dx എന്ന് വരും. x² ഇൻ്റഗ്രൽ x³ ആണ്. അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുക. പൈന് എക്സിന് പൈ കൊടുക്കുമ്പോൾ π³ 3, ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 ആയിട്ട് പോകും. ഒരു പൈ വെട്ടി കളയുമ്പോൾ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? π² 3 ആണ് എന്ത് കിട്ടുക? a0 വളരെ എളുപ്പത്തിൽ കിട്ടും. a0 കിട്ടത്തിന് നമുക്കൊരു 4 മാർക്ക് വരെ ആയി എന്ന് വിചാരിക്കാം. അതിനുശേഷം am-ൻ്റെ ഫോർമുലയിൽ 1/p -p to p f(x) cos m π x/p പിയുടെ വാല്യൂ പൈ കൊടുത്തെഴുതുക. ദെൻ ഇൻ്റഗ്രലിനെ എന്ത് ചെയ്യണം? നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പൈ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഈ പൈയും വെട്ടി പൈ, അത് cos mx dx ആവുന്നുണ്ട്. ദെൻ ഇൻ്റഗ്രലിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. -π to 0 ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ ഭാഗം മൊത്തം 0 ആയിട്ട് പോകും. നമുക്ക് ഈ ഒരു ഇൻ്റഗ്രലിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. 0 to π x² cos mx dx മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് വേണം? ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ. എന്ത് ഉപയോഗിക്കണം? പ്രൊഡക്റ്റ് റൂൾ. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. 0 to π ആണ് നമ്മുടെ ലിമിറ്റ്. ഇവിടെ -π എന്ന് എഴുതി വെക്കരുത് കേട്ടോ, 0 to π ആണ്. ഇൻ്റഗ്രൽ cos mx sin mx/m ആണ്.
എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x ആണ്. കോസ് എം എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എം എക്സ് ബൈ എം ആണ്. ഓക്കെ, ദെൻ ഇതിൽ 2ഉം ഒരു ബൈ എമ്മും പുറത്തേക്ക് എടുത്താൽ എഗെയിൻ ഇൻ്റഗ്രൽ എക്സ് സൈൻ എം എക്സ് വന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എഗെയിൻ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇവിടെ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ തന്നെ എഴുതുക. ഇവിടെ സൈൻ എം എക്സിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് കോസ് എം എക്സ് ബൈ എം ആണ്. മൈനസ് ഇവിടെ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആയിട്ട് പോകും. ഇൻ്റഗ്രൽ സൈൻ എം എക്സ് മൈനസ് കോസ് എം എക്സ് ബൈ എം ആണ്. ഈ രണ്ട് മൈനസും കൂടി പ്ലസ് ആവും. ഇവിടെ ഒരു എം എക്സ്ട്രാ വരുന്നുണ്ട്. ദെൻ കോസ് എം എക്സിനെ ഒന്നും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എം എക്സ് ബൈ എം വരും. അപ്പോൾ രണ്ട് എമ്മും ചേർന്നിട്ടാണ് ഇവിടെ എം സ്ക്വയർ ആവുന്നത്. ദെൻ ഇവിടെ മൈനസ് എക്സ് കോസ് എം എക്സ് ബൈ എം. ഓക്കെ, ഇനി ഈ 2 ബൈ എം എന്ന് ഉള്ളിലേക്ക് എടുത്ത് ഇൻഡ്യൂ ചെയ്യുമ്പോൾ ഇവിടെ 2 ബൈ എം പുറത്ത് വന്നതാണ്. അതിനെ ഉള്ളിലേക്ക് എടുത്ത് ഇൻഡ്യൂ ചെയ്യുമ്പോൾ ഈ മൈനസും കൂടി പ്ലസ് ആവും. 2 ബൈ എം സ്ക്വയർ, ഇവിടെ ഒരു എം സ്ക്വയർ എക്സ് കോസ് എം എക്സ് പ്ലസ് 2 ബൈ എം ക്യൂബ്, ഇവിടെ ഒരു എം സ്ക്വയർ ഇവിടെ എം ഉണ്ടാകും. 2 ബൈ എം ക്യൂബ്, ഈ മൈനസ് ഉള്ളിലേക്ക് വരുമ്പോൾ മൈനസ് ആവും. സൈൻ എം എക്സ് എന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇൻ്റഗ്രൽ എല്ലാം കഴിഞ്ഞ് വൃത്തിയായിട്ട് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അപ്പർ ലിമിറ്റ് പൈയും ലോവർ ലിമിറ്റ് 0യും കൊടുക്കാം. നമ്മൾ ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എക്സ് വന്നിടത്തെല്ലാം അപ്പർ ലിമിറ്റ് പൈ കൊടുത്തു, മൈനസ് എക്സ് വന്നിടത്തെല്ലാം ലോവർ ലിമിറ്റ് 0 കൊടുത്തു. കണ്ടോ, ഞാൻ കുറേ തെറ്റിച്ചു, അതാണ് ഈ വൈറ്റ് നിറം കാണുന്നത്. നമ്മൾ നന്നായി ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ തെറ്റും. ഓക്കെ, ഇപ്പോൾ എത്ര ചെയ്തിട്ടുണ്ട് അറിയാമെന്ന് പറഞ്ഞാലും കെയർഫുള്ളി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റും. അതുകൊണ്ട് ഇതൊരിക്കലും അവസാനത്തേക്ക് വെക്കരുത്. ഫോറിയർ സീരീസ് എക്സാമിൻ്റെ അവസാനത്തേക്ക് വെക്കരുത്. ആദ്യമേ ചെയ്ത് റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, സൈൻ എം പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇത് 0 ആയിട്ട് പോവും, ഇത് 0 ആയിട്ട് പോവും. ഇവിടെ സൈൻ 0 വരുന്നത് 0 ആയിട്ട് പോവും. കോസ് 0 1 ആണ്, പക്ഷേ 2 × 0 വരുന്നതുകൊണ്ട് ഇത് 0 ആയിട്ട് പോവും, ഇതും 0 ആയിട്ട് പോവും. ഇതൊക്കെ 0 ആയിട്ട് പോവും. ബാക്കിയുള്ള ടേം 2 പൈ കോസ് എം പൈ ബൈ എം സ്ക്വയർ മാത്രമാണ്. കോസ് എം പൈൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ -1/m ആണ്. ഈ പൈയും വെട്ടിക്കളയാം. ഫൈനൽ ആൻസർ 2 ബൈ എം സ്ക്വയർ -1/m. ഇതാണ് നമ്മുടെ എ എം വന്നത്. സിമിലർലി നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ബി എം കണ്ടുപിടിക്കുക. ഇൻ്റഗ്രൽ -b to b എഫ് ഓഫ് എക്സിൻ്റെ അവിടെ എന്ത് എഴുതി വയ്ക്കുക? എക്സ് സ്ക്വയർ സൈൻ എം പൈ എക്സ് ബൈ എം. ഇവിടെയും പൈ വെട്ടി പോകുന്നുണ്ട്. നമുക്ക് സൈൻ എം എക്സ് ഡി എക്സ് ആണ് വരണേ. ഇവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഇവിടെ ഇൻ്റഗ്രലിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവത്തിൽ എഫ് ഓഫ് എക്സിനെ എക്സ് സ്ക്വയർ കൊടുക്കുമ്പോൾ നമ്മൾ എഗെയിൻ എന്ത് യൂസ് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ. ഇവിടെ എന്ത് വരുന്നു? ഈ 2 പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ എഗെയിൻ ഇൻ്റഗ്രൽ സൈൻ എം എക്സ് നമുക്ക് മൈനസ് കോസ് എം എക്സ് ബൈ എം വന്നു. 2 ബൈ എം, ഈ മൈനസ് പ്ലസ് ആവുന്നുണ്ട്. 2 ബൈ എം പുറത്തേക്ക് എടുത്താൽ എഗെയിൻ എക്സ് കോസ് എം എക്സ് ഇൻ്റഗ്രൽ ഉള്ളൂ. അത് നമ്മൾ എന്ത് ഉപയോഗിച്ച് ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിച്ച് 2 വട്ടം പ്രൊഡക്റ്റ് റൂൾ ഇവിടെയും ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതെല്ലാം കറക്റ്റായിട്ട് ചെയ്യും. ഈ 2 ബൈ എം ഉള്ളിലേക്ക് ഇൻഡ്യൂ ചെയ്യുമ്പോൾ ഈ മൈനസുകളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. മൈനസും പ്ലസ് ആവുന്നുണ്ട്. ദെൻ ഇത്രയും ആയി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? അപ്പർ ലിമിറ്റ് പൈ കൊടുക്കണം, ലോവർ ലിമിറ്റ് 0 കൊടുക്കണം. അപ്പർ ലിമിറ്റ് പൈ കൊടുക്കുമ്പോൾ ഉള്ളതാണ് ഇത്, ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോഴതാണിത്. ഈ സൈൻ എം പൈ വരുന്നതെല്ലാം 0 ആയിട്ട് പോകും. ഇത് 0, ബാക്കിയെല്ലാം 0 ആയിട്ട് പോകും. ബാക്കിയുള്ള ടേംസ് നമ്മൾ അങ്ങനെ എഴുതുക. ഇതിൽ കോസ് എം പൈനൊക്കെ എന്ത് കൊടുക്കുക? -1/m എന്ന് കൊടുക്കുക. സോ ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? ബി എം കിട്ടുക. ദെൻ ഇതാണ് നമ്മുടെ എഫ് ഓഫ് എക്സിലെ a0/2 പ്ലസ് സമ്മേഷൻ m = 1 to ∞ am cos m pi x/2 പ്ലസ് m pi x/p പ്ലസ് ബി എം സൈൻ m pi x/p a0ൻ്റെ വാല്യൂ, എ എമ്മിൻ്റെ വാല്യൂ, ബി എമ്മിൻ്റെ വാല്യൂ എല്ലാം ഇട്ട് കൊടുക്കുക. ഇത് കൂടി ഇടാൻ മറക്കരുത്, ഇട്ട് കൊടുക്കുക. നമ്മുടെ വാല്യൂസ് എല്ലാം അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആദ്യം എമ്മിന് 1 കൊടുത്ത് എക്സ്പാൻഡ് ചെയ്യുക, ദെൻ എമ്മിന് 2 കൊടുത്ത് എക്സ്പാൻഡ്. ഞാൻ ഇതുവരെ ചെയ്തുള്ളൂ, അത്രയും മതി. കാരണം ഇതിൽ ബി എം തന്നെ ഒരുപാട് ലെങ്തിയാണ്. സോ ഇതാണ് നമുക്ക് ഫൈനൽ ആൻസർ വരിക. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ്റെയും ഏത് ടൈമിലാണ് വരണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയിട്ട് തന്നെ പോവുക, ശ്രദ്ധിച്ച് പോവുക. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് എഴുതുക. ആൻഡ് ഫീഡ്ബാക്ക് അറിയിക്കുക. എക്സാം കഴിഞ്ഞാൽ എങ്ങനെയുണ്ടായിരുന്നുള്ളത് കമൻസിൽ അറിയിക്കുക. ഓക്കെ, താങ്ക് യു.